യെസ് മക്കളെ, ഹായ് മക്കളെ. കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഓക്കെ ചാറ്റിലിട്ട് ഓക്കെ ഒന്ന് കത്തിച്ചടാ. കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ഒരു ഓക്കെ വേഗാവട്ടെ, സെറ്റ് ആണ്. അപ്പൊ അറിയാം നമ്മളുടെ അല്ലെ +1 2 ക്ലാസ്സുകൾ കൂടി നമ്മൾ ഈ പറയുന്ന ഫിസിക്സ് എന്ന് പറയുന്ന പോർഷൻ അല്ലെ അല്ലെങ്കിൽ ഈ വിഷയം കംപ്ലീറ്റ് തീർക്കാൻ പോകും. ഓക്കെ, നമ്മളെ പിന്നേഴ്സിലെ പിള്ളേരോട് നമുക്ക് പ്രത്യേകം ഒന്നും പറയേണ്ട ആവശ്യമില്ല. 3 റിവിഷൻ കഴിഞ്ഞിരിക്കുന്ന പിള്ളേരാണ് ഫിസിക്സിന്റെ 3 റിവിഷൻ. സാറിന് പുതുതായിട്ട് സാറന്മാരെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഞങ്ങൾ റെഡിയാണ്, അതും കൂടി കേൾക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞു വന്ന പിള്ളേരാണ്. ഓക്കെ, അപ്പൊ സമയം നമുക്ക് ഒട്ടും അപ്പൊ ഓക്കെ. അപ്പൊ സാറ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ, വെയിറ്റേജ് ഉള്ള ചാപ്റ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എല്ലാവരും ഒരു ബുക്കും പേനയൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ ശരി സാർ. ഓക്കെ ശരി. ഓൾറൈറ്റ് മക്കളെ, യെസ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് സർ. യെസ്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അപ്പം എല്ലാ മക്കളും സാറിന്റെ കൂടെ ചെയ്തു പോട്ടോ, സാറിന്റെ കൂടെ പോവാം. എല്ലാവരും പ്രോപ്പർ ആയിട്ട് സാറിന്റെ കൂടെ പോവാം. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം എല്ലാവരും യെസ്, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അറിയാലോ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഓക്കെ ഫൈൻ, ലെറ്റ്സ് മൂവ്. യാ ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, വാട്ട് ഇസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. എന്താണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, യെസ്, മൊമെന്റ് ഓഫ് ഇനേഷ്യ നോക്കാം എന്താണ്. യെസ്, മൊമെന്റ് ഓഫ് ഇനേഷ്യ സർ. യെസ്, ഓൾറൈറ്റ്. ഇനേഷ്യ ഓഫ് റൊട്ടേറ്റിംഗ് ബോഡി, അതായത് ഒരു റൊട്ടേഷണൽ മോഷനിലിരിക്കുന്ന ബോഡിക്ക് ഉണ്ടാകുന്ന ഇനേഷ്യയാണ് സിംപ്ലി മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് കേട്ടോ. ഐ റിപ്പീറ്റ്, ഒരു റൊട്ടേഷണൽ മോഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന ഇനേഷ്യയാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ദെൻ ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ബോഡി അബൌട്ട് ഈ പെർട്ടിക്കുലർ ഡെഫിനിഷൻ എല്ലാവരും നിർബന്ധമായി പഠിക്കണം കേട്ടോ. ഈ പെർട്ടിക്കുലർ ഡെഫിനിഷൻ വെരി ഇമ്പോർട്ടന്റ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ of a body about a given axis is the property of the body by virtue of which it is unable to change its state of rest or of uniform rotational motion without the help of external torque. ഒരു എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലാതെ, ഒരു എക്സ്റ്റേണൽ ടോർക്കിന്റെ ഹെൽപ്പ് സഹായമില്ലാതെ ഒരു റൊട്ടേഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ബോഡിക്ക് അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റോ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷനോ എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ സാധിക്കില്ല. അതാണ് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് കേട്ടോ. അതാണ് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്ന പ്രോപ്പർട്ടി, വെരി ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി കേട്ടോ. യെസ്. ദെൻ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഫോർ എ പാർട്ടിക്കിൾ, വെരി ഇമ്പോർട്ടന്റ് തിങ്. അതായത് മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ മെയിൻലി ഫോർ എ പാർട്ടിക്കിൾ ആൻഡ് ഫോർ എ റിജിഡ് ബോഡി നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട് കേട്ടോ. ഫോർ എ പാർട്ടിക്കിൾ ആൻഡ് ഫോർ എ റിജിഡ് ബോഡിയാണ് കൺസിഡർ ചെയ്യാറ്. അപ്പം ഫോർ എ പാർട്ടിക്കിൾ ഐ, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ ഈസ് ഈക്വൽ ടു എന്താണ്, mr². അതായത് എം എന്താണ്, മാസ് ഓഫ് ദ പെർട്ടിക്കുലർ പാർട്ടിക്കിൾ. നോക്കുക, ഇവിടെ ഇതാണ് ആ പാർട്ടിക്കിളിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എങ്കിൽ ഇതാണ് പാർട്ടിക്കിൾ എം, മാസ് ഉള്ള പാർട്ടിക്കിൾ. ആൻഡ് ആർ എന്താണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആൻഡ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ ഇസ് ഗിവൺ ബൈ എന്താണ്, mr², മാസ് ഇൻറ്റു r². ആർ എന്താണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, അതിന്റെ സ്ക്വയർ. ദാറ്റ്സ് ഇറ്റ്. അത് അത്രേ ഉള്ളൂ. എന്താണ് നമ്മുടെ ഫോർ എ പാർട്ടിക്കിൾ, ഒരു പാർട്ടിക്കിളിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ ഇക്വേഷൻ ഐ ഈസ് ഈക്വൽ ടു mr². വെരി ഇമ്പോർട്ടന്റ് തിങ്, മക്കളെ മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, ലെറ്റ്സ് മൂവ് ഓൺ ടു റിജിഡ് ബോഡി. എന്താണ് റിജിഡ് ബോഡി നോക്കാം. ഒരു ഫിക്സഡ് ആൻഡ് ഡെഫിനിറ്റ് ഷേപ്പും സൈസും ഉള്ള ഒരു ബോഡിയാണ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിജിഡ് ബോഡി കൺസിസ്റ്റ് ഓഫ് എ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് എന്താണ് പാർട്ടിക്കിൾസ്. ഒരു റിജിഡ് ബോഡി കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അങ്ങനെയാണെങ്കിൽ നോക്കുക, ഐ ഈസ് ഈക്വൽ ടു സിഗ്മ mr², വിച്ച് മീൻസ് സമ്മേഷൻ ഓഫ് mr². അതായത് ഓരോ പാർട്ടിക്കിൾസിന്റെയും മൊമെന്റ് ഓഫ് ഇനേഷ്യ എടുത്ത് സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഹോൾ റിജിഡ് ബോഡിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടും. ദാറ്റ്സ് ഇറ്റ്, എൻഡ് ഓഫ് ദ സ്റ്റോറി. ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ 2 ഇക്വേഷൻസും മക്കൾ വ്യക്തമായി തന്നെ പഠിച്ചിരിക്കുക. അതിന്റെ യൂണിറ്റ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ. SI യൂണിറ്റ് എന്താണ്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ SI യൂണിറ്റ്. ഓക്കെ, യെസ്, ലെറ്റ്സ് മൂവ് ഓൺ സർ. യെസ്, ഓക്കെ. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദ ബോഡി. അതായത് ഒരു പാർട്ടിക്കിൾ ആയിക്കോട്ടെ, ഒരു റിജിഡ് ബോഡി ആയിക്കോട്ടെ, അവരെ എക്സ്പീരിയൻസ് ചെയ്യുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ആണ്. ഫസ്റ്റ് വൺ അതിന്റെ മാസ് ആൻഡ് സെക്കൻഡ് വൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് ഫ്രം ദ അല്ലെങ്കിൽ മാസ് അബൌട്ട് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, മാസും ഉണ്ട്
പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഈ രണ്ട് ഫാക്ടേഴ്സും എപ്പോഴും ചോദിച്ച് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പോയിന്റോട് എഴുതി വെക്കുക, യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. ഓക്കെ, എന്തൊക്കെയാണ്? മാസ് ഓഫ് ദ ബോഡി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് അബൌട്ട് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അതായത് ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നും എത്ര അകലെയാണ് നമ്മുടെ മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. യെസ്, അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. എപ്പോഴും ചോദിച്ചു കാണാറുള്ള 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? ഒന്നുമില്ല, എന്താണ്? the distance between center of mass and axis of rotation. ഒരു ബോഡിയുടെ, ഒരു ഒബ്ജക്റ്റിന്റെ സെന്റർ ഓഫ് മാസിൽ നിന്നും അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്കുള്ള അകലം, അതാണ് അതിന്റെ എന്ത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ, which is represented by the term k. okay, yes. ഇനി ഈ കാര്യങ്ങൾ മക്കള്, ഈ ഇക്വേഷൻസ് അതൊന്ന് സൂം ചെയ്തോറെ. യെസ്, ഈ കാണുന്ന certain equations you have to keep it, എന്താ പറയാ, always keep it in your mind, because ഈ equations കുറച്ച് നിൽക്കട്ടെ. യെസ്, ഓക്കെ, യെസ്, ഓക്കെ. അതായത് certain ബോഡീസിന്റെ, ചില എന്താ പറയാ ബോഡികളുടെ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ ഇക്വേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണോ. ഇത് വെച്ച് നിങ്ങൾക്ക് പ്രോബ്ലംസ് വരാറുണ്ട്. നോക്കാം. യെസ്, ഒരു സർക്കുലർ റിംഗിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. അതിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് ഗിവൺ ബൈ mr². ഓക്കെ, ഇനി സെയിം സർക്കുലർ റിംഗില് അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഡയാമീറ്റർ വൈസ് ആണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എത്രയാണ്? mr²/2 ആണ്. അറിയാത്ത മക്കൾ സാറിന്റെ കൂടെ തന്നെ എഴുതി പോട്ടോ. വെരി ഇമ്പോർട്ടന്റ് തിങ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ ഡെറിവേഷൻസ് ഒന്നും ഫോർച്ചുനേറ്റ്ലി ഇല്ല, പക്ഷെ ഇതിന്റെ ഇക്വേഷൻസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് വെച്ച് നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ മക്കൾ എന്ത് ചെയ്യാം? അറിയാത്തവര് സാറിന്റെ കൂടെ എഴുതി പോവാ. ഓക്കെ, ഫൈൻ. പിന്നെന്താണ്? ഒരു തിൻ റോഡ് ഓഫ് ലെങ്ത് L ആണെങ്കിൽ അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇസ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത്. ആണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഗിവൺ ബൈ ml²/12 ആണ്. ഓൾറൈറ്റ്, then let's move on to next one. എന്താണ്? ഒരു പ്ലെയിൻ സർക്കുലർ ഡിസ്ക് അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ ആണെങ്കിൽ, പെർപെൻഡിക്കുലർ ടു സെന്റർ ആണെങ്കിൽ എന്താണ് അതിന്റെ ഇക്വേഷൻ? mr²/2 ആണ്. അഗൈൻ mr²/2 ആണ്. ഇനി സെയിം പ്ലെയിൻ ഡിസ്കിന്റെ ഡയാമീറ്റർ വൈസ് ആണ് അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എങ്കിൽ, അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് ഗിവൺ ബൈ mr²/4 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഒരു ഹോളോ സിലിണ്ടർ അകം പൊള്ളയായിട്ടുള്ള ഒരു സിലിണ്ടറിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ അതിന്റെ ആക്സിസ് തന്നെയാണെങ്കിൽ, അതായത് ആ സിലിണ്ടറിന്റെ ആക്സിസ് തന്നെയാണ് അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എങ്കിൽ അവിടുത്തെ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് ഗിവൺ ബൈ എന്താണ്? mr² ആണ്. അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് ഗിവൺ ബൈ mr² ആണ്. കൂടാതെ ലെറ്റ്സ് മൂവ് ഓൺ. ഇനി ഒരു സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ, അകം പൊള്ളയല്ലാത്ത സോളിഡ് ആയിട്ടുള്ള സിലിണ്ടർ ആണെങ്കിൽ അഗൈൻ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എത്രയായിരിക്കും? mr²/2 ആയിരിക്കും. ആൻഡ് ഫൈനലി എന്താണ്? ഒരു സോളിഡ് സ്ഫിയർ അകം പൊള്ളയല്ലാത്ത, എന്താ പറയാ സോളിഡ് ആയിട്ടുള്ള ഒരു സ്ഫിയറിന്റെ ഡയാമീറ്റർ വൈസ് ആണ് അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈക്വൽ ടു mr²/5 ആണ്. mr²/5. യെസ്, ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പം ഇത്രയുമാണ് നിങ്ങൾ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട ഡിഫറെന്റ് ബോഡീസിന്റെ, ഡിഫറെന്റ് ഷേപ്സിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ ഇക്വേഷൻ. ഈ കാര്യം ഓക്കെ അല്ലേ? യെസ്, ഓൾറൈറ്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ടോർക്ക്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും കൂടുതൽ ന്യൂമറിക്കൽസ് ആയിക്കോട്ടെ, ഡെറിവേഷൻസ് ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ആണ് ടോർക്ക്. എന്താണ്? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ടോർക്ക്? നോക്കുക, എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. യെസ്, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അതായത് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ലൈൻ, അതാണ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. ഈ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സും ദെൻ എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. യെസ്, അപ്പം എന്താണ് ടോർക്ക് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഈ ഡെഫിനിഷൻ നല്ല വൃത്തിയായിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഒരുപാട് ആവശ്യം വരും. ഇത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും, ന്യൂമറിക്കൽസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താ പറയാ ഡെഫിനിഷൻ ആണ്. നത്തിങ് ബട്ട് ടോർക്ക് ഇസ് ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. യെസ്, ഓക്കെ, യെസ്.
ടോർക്ക് is equal to r cross f. അതിന്റെ ഡെറിവേഷൻ ഒക്കെ നമുക്ക് പഠിച്ചതാണ്, ഒന്നും കൂടി സാർ കാണിച്ചു കേട്ടോ. r cross f ആണ്. അതിനെ എന്താ പറയാ, ഇറ്റ് ഈസ് ഓൾസോ എക്സ്പ്രസ്ഡ് ആസ് tau is equal to r of sin theta. നമുക്കറിയാലോ ക്രോസ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ക്രോസ് പ്രൊഡക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, r of sin theta ടൈം എഴുതാൻ പറ്റും. യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ മീറ്റർ ആണ് അതിന്റെ യൂണിറ്റ്. യെസ് ഓൾറൈറ്റ്, യെസ് ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോ എന്താണ് നോക്കാം. യെസ്, അത് ടോർക്ക് ഇസ് ദ മൊമെന്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് ദ പോയിന്റ്. ഇനി പറയാൻ പോകുന്നത് ഡിഫറെന്റ് ഡെഫിനിഷൻസ് ഓഫ് ടോർക്ക് ആണ്. ഡിഫറെന്റ് ഡെഫിനിഷൻസ് ഓഫ് ടോർക്ക് ആണ്. ഫസ്റ്റ് നോക്കാം, ടോർക്ക് ഇസ് ദ മൊമെന്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് എ പോയിന്റ്. ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ് അതിന്റെ ടോർക്ക് എന്ന് പറയുന്നത്. നോക്കാം, ഇവിടെ ഈ പോയിന്റ് ആണ്. ഈ പോയിന്റിൽ നിന്നും എന്താ പറയാ, ഇത്രയും പെർട്ടിക്കുലർ r ഡിസ്റ്റൻസിൽ, പൊസിഷൻ വെക്ടർ r ഡിസ്റ്റൻസിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കാം, ഇവിടുത്തെ ടോർക്ക് ഇസ് ഈക്വൽ ടു ഐ ആൽഫ. അതെങ്ങനെ സാർ പറഞ്ഞു കേട്ടോ, എങ്ങനെ ഒന്നെന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് ഡോണ്ട് ബോദർ ടോക്ക്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്, ടോർക്ക് ഇസ് ദ ടേണിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ്. ടോർക്ക് ഇത് ഈ പറയുന്നൊക്കെ എന്താണ്, ടോർക്കിന്റെ മറ്റ് ഡെഫിനിഷൻസ് ആണ് കേട്ടോ, ടോർക്ക് ഇസ് ദ ടേണിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ് എന്ന് പറയും. ദെൻ കൂടാതെ ടോർക്ക് ഇസ് ദ അനലോഗ് ഓഫ് ഫോഴ്സ് ഇൻ റൊട്ടേഷണൽ മോഷൻ. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. അതായത് ലീനിയർ മോഷനിലെ ഫോഴ്സ് ആരാണോ, അതേപോലെ റൊട്ടേഷണൽ മോഷനിലെ ആ ഒരു എന്താ പറയുക അനലോഗ് ആരാണ്, ഫോഴ്സിന്റെ അനലോഗ് ആരാണ്, ടോർക്ക് ആണ് കേട്ടോ. റൊട്ടേഷണൽ മോഷനിലെ ഫോഴ്സിന്റെ അനലോഗ് ആണ് നമ്മുടെ ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, യെസ് ടോർക്ക് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. Torque is the product of force and perpendicular distance between line of action of force and axis of rotation. That's it. Torque is equal to I alpha. Very important equation. അതായത് F is equal to ma. ഓൾറെഡി അറിയാവുന്ന കാര്യമാണല്ലേ. F is equal to mass into acceleration. അറിയാവുന്ന കാര്യമാണ്. അപ്പം റൊട്ടേഷൻ മോഷൻ വന്നു കഴിഞ്ഞാൽ മാസിന്റെ അനലോഗ് ആരാണ്, മൊമെന്റ് ഓഫ് ഇനേഷ്യ I ആണ്. പിന്നെ എന്താ പറയാ, നമ്മുടെ ആക്സിലറേഷൻ, ലീനിയർ മോഷനിലെ ആക്സിലറേഷൻ റൊട്ടേഷണൽ മോഷൻ ആയി കഴിഞ്ഞാൽ ആരായി മാറും, ആംഗുലർ ആക്സിലറേഷൻ ആയി മാറും. അങ്ങനെയാണ് ഐ ആൽഫ എന്ന് വന്നത് കേട്ടോ. എഫ് ഇസ് ഈക്വൽ ടു എം എ, അത് തന്നെയാണ് ടോർക്ക് ഇസ് ഈക്വൽ ടു ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. സിമിലർ ആണ് കേട്ടോ. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ ഇസ് ആംഗുലർ മൊമെന്റം. ഒന്നുമില്ല, ആംഗുലർ മൊമെന്റം product of linear momentum and perpendicular distance between axis of rotation and line of action of linear momentum. സിമ്പിൾ ആയിട്ട് പറയാ എന്താണ് ആംഗുലർ മൊമെന്റം എന്താണ്, ഇറ്റ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ലീനിയർ മൊമെന്റം. പി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലോസ് ഓഫ് മോഷനിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ലീനിയർ മൊമെന്റം ആൻഡ് perpendicular distance between axis of rotation and line of action of linear momentum. സിമ്പിൾ ഡെഫിനിഷൻ ആണ്. നോക്കുക, ആംഗുലർ മൊമെന്റം L is equal to P എന്താണ്, ലീനിയർ മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പം L is equal to P into D. Definitions of angular momentum, very important thing. Yes, നോക്കുക, L is equal to P into linear momentum into perpendicular distance. Okay, then L is equal to moment of linear momentum. നമ്മൾ എപ്പോഴാണ് മൊമെന്റ് അല്ലെങ്കിൽ ആർ ക്രോസ് പൊസിഷൻ വെക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നതിനെ, മൊമെന്റ് എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ ടോർക്കിനെ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്, ആർ ക്രോസ് എഫ്. അതുകൊണ്ട് എന്ത് പറഞ്ഞു, മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സിമിലർലി ഇവിടെ എന്ത് പറയാം, മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം ആണ് നമ്മുടെ ആംഗുലർ മൊമെന്റം. ഓക്കെ, യെസ്. ആംഗുലർ മൊമെന്റം ഇസ് ദ അനലോഗ് ഓഫ് ലീനിയർ മൊമെന്റം ഇൻ റൊട്ടേഷണൽ മോഷൻ. അതായത് ഈ ലീനിയർ മോഷനിലെ ലീനിയർ മൊമെന്റത്തിന്റെ അനലോഗ് ആണ് റൊട്ടേഷണൽ മോഷനിൽ ആര്, നമ്മുടെ ആംഗുലർ മൊമെന്റം. ഓക്കെ, യെസ്. L is equal to R cross P ആണ്. And L is equal to RP sin theta. Sorry. Okay. Sorry, yes. Okay. അപ്പൊ ഈ ഒരു കാര്യം, അതായത് എന്താ പറയാ, ആംഗുലർ മൊമെന്റം ഫോർ എ പെർട്ടിക്കുലർ പോയിന്റ്, ഒരു പാർട്ടിക്കിളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കുന്ന ചെറിയൊരു ഡെറിവേഷൻ, കുഞ്ഞു ഡെറിവേഷൻ ഒന്നുമില്ല. L is equal to R cross P ആണല്ലേ. അതായത് മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം ആണ്. ഓക്കെ, ഇവിടെ m മാസ് ഉള്ള പാർട്ടിക്കിൾ ആണ്, which is moving with the velocity of എന്താണ്, v. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താ, നമുക്കറിയാം മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താണ്, മാസിന്റെ വെലോസിറ്റി ആണല്ലേ. അതിനെ സാർ എക്സ്പാൻഡ് ചെയ്തു. L is equal to mv r perpendicular. പെർപെൻഡിക്കുലർസ് ഒന്നുമില്ല, അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അതായത് ഈ പാർട്ടിക്കിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും എന്ത്, ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പം ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്ന ആർ പെർപെൻഡിക്കുലർ. ഇതിന്റെ യൂണിറ്റ് എന്താണ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് യൂണിറ്റ്. ഓക്കെ, യെസ്. ഫോർ എ റിജിഡ് ബോഡി, ഒരു റിജിഡ് ബോഡിക്ക് ആണെങ്കിൽ എന്തായിരിക്കും നോക്കാം. യെസ്,
L is equal to I omega ആയിരിക്കും കേട്ടോ. L is equal to I omega ആയിരിക്കും. Omega എന്താണ്? യെസ്, ആംഗുലാർ വെലോസിറ്റി ആണ് ഒമേഗ. ഓക്കെ, ആംഗുലാർ വെലോസിറ്റി ആണ് ഒമേഗ. L എന്താണ്? അതിന്റെ ആംഗുലാർ മൊമെന്റം. I is equal to I ഓൾറെഡി അറിയാം, മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ കൂടി മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു വിരിക്കുക. നമുക്ക് ആവശ്യം വരും. നമുക്ക് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ ഈ ഒരു പെർട്ടിക്കുലർ കാര്യം നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ് കേട്ടോ. ഓക്കെ, യെസ്, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും സാർ ഓൾറെഡി പറഞ്ഞു, കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ദ എന്താ പറയാ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താണ് ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം. അതായത് ഒരു നമ്മുടെ ആംഗുലാർ മൊമെന്റത്തിന്റെയും ടോർക്കിന്റെയും റിലേഷൻഷിപ്പ് ഈ കാണിച്ചിരിക്കുന്ന ടോ ഇസ് ഈക്വൽ ടു dl/dt എന്ന് പറയുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം ഇസ് ഈക്വൽ ടു ടോർക്ക് എന്ന് പ്രൂവ് ചെയ്യുന്ന ഈ ഒരു ഡെറിവേഷൻ ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പം മക്കൾ എന്ത് ചെയ്യുക, ഇത് ശ്രദ്ധിച്ച് തന്നെ പോവാട്ടോ. ഇത് ശ്രദ്ധിച്ച് തന്നെ പോവാം. സിമ്പിൾ ആണ് നോക്കുക. L is equal to R cross P. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. L is equal to R cross P ആണ്, which is equal to എന്താണ്? മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം ആണ് നമ്മുടെ ആംഗുലാർ മൊമെന്റം. L is equal to R cross P. R cross P ആണ് കേട്ടോ. അപ്പം സാർ എന്ത് ചെയ്തു, ഇതിന്റെ LHS-ലും RHS-ലും സാർ എന്ത് ചെയ്തു, വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇതിന്റെ LHS-നെയും RHS-നെയും വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകാം കേട്ടോ. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാം. നോക്കുക, യെസ്, dl/dt is equal to d/dt of R cross P. ഓക്കെ, dl/dt is equal to d/dt of R cross P. യെസ്, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഒന്നുമില്ല, ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. യെസ്, ഈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു റൂൾ ഉണ്ടല്ലേ, നമ്മൾ എന്താ പറയാ, നിങ്ങൾ പ്രൊഡക്റ്റ് റൂളിനൊക്കെ കേട്ടിട്ടുണ്ടോ, നിങ്ങൾ പഠിക്കും, ഒരുപാട് നിങ്ങൾ അടുത്തൊക്കെ പഠിക്കും. ഓക്കെ, അപ്പൊ അറിഞ്ഞിരിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണോടാ, ആദ്യം ഫസ്റ്റ് ഫംഗ്ഷനോട് മാറ്റി നിർത്താം. സാറ എന്ത് ചെയ്തു, ആർ ക്രോസിനെ അല്ലെ, നമ്മൾ ആറിനെ മാറ്റി നിർത്തി. യെസ്, ഇനി ആരാ ഉള്ളത്, സെക്കൻഡ് ഫംഗ്ഷൻ ആയ പി ഉണ്ടല്ലേ, ആ പി നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, ആർ ഇൻറ്റു dp/dt പ്ലസ് ഇനി നേരെ ഓപ്പോസ് ചെയ്യാം. അതായത് എന്ത് ചെയ്യാം, നമ്മളെ സെക്കൻഡ് ഫംഗ്ഷനെ മാറ്റി നിർത്താം, ഫസ്റ്റ് ഫംഗ്ഷൻ എന്ത് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് എന്താണ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യണ്ട കേട്ടോ, അങ്ങനെ ചെയ്യണ്ട, ഒന്നുമില്ല. ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷനെ മാറ്റി നിർത്താം, സെക്കൻഡ് ഫംഗ്ഷൻ എന്ത് ചെയ്യുക, നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇനി പ്ലസ് എന്താണ്, സെക്കൻഡ് ഫംഗ്ഷനെ മാറ്റി നിർത്താം, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കുക. സിമ്പിൾ, അത്രേ ഉള്ളൂ. അപ്പൊ എന്ത് വരും, ആർ ക്രോസ് d/dt ഓഫ് p എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്താണ് മക്കളെ, ഫോഴ്സ് ആണല്ലേ. dp/dt എന്താണ്, ഫോഴ്സ്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ dp/dt എന്താണ്, ഫോഴ്സ് ആണ് അല്ലെ. അപ്പം ഈ dp/dt വരെ എന്ത് ചെയ്തു, ഫോഴ്സ് എന്ന് കൊടുത്തു, പ്ലസ് p താഴെയുണ്ട്, dr/dt എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. എന്താ മക്കളെ, വെലോസിറ്റി ആണല്ലേ. യെസ്, അപ്പം dr/dt വരെ എന്ത് കൊടുത്തു, വെലോസിറ്റി കൊടുത്തു. ഓൾറൈറ്റ്, ഇനി ഈ പി മൊമെന്റത്തിനെ സാർ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. എന്താക്കി മാറ്റി, മാസ് ഇൻറ്റു വെലോസിറ്റി ആക്കി. അപ്പം ആർ ഇൻറ്റു എന്താ പറയാ, ആർ ഇൻറ്റു ഫോഴ്സ്, യെസ്, ആർ ഇൻറ്റു എഫ് പ്ലസ് പിക്ക് പകരം മാസിന്റെ വെലോസിറ്റി കൊടുത്തു, പ്ലസ് ഇൻറ്റു എന്താണ് വി. അപ്പം രണ്ട് ലൈക്ക് വെക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, 0 ആയി മാറും. രണ്ട് ലൈക്ക് വെക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ വരിക, 0 ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ എന്താ വരും, ഈ ഹോൾ ടേം വിൽ ബി വാട്ട്, ഈ ഹോൾ ടൈം എന്തായി മാറി, 0 ആയി മാറി അല്ലെ, 0 ആയി മാറി. ബാക്കി എന്തുണ്ട്, ആർ ക്രോസ് എഫ് എന്താ പറയുക, ടോർക്ക് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു ആർ ക്രോസ് എഫ് എന്താണ്, ആർ ക്രോസ് എഫ് ദ ടോർക്ക് അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ടോർക്ക് ആണ്. അങ്ങനെയാണെങ്കിൽ dl/dt is equal to ടോർക്ക് എന്ന് കിട്ടി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തു വരുന്ന ഒരു ഡെറിവേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഡെറിവേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ പെർട്ടിക്കുലർ പ്രോപ്പർട്ടി, ഈ പെർട്ടിക്കുലർ ഇക്വേഷനെ ഡിറൈവ് ചെയ്യുക എന്നുള്ളത്. ഈ കാര്യം ഓക്കെ ആണെങ്കിൽ മക്കളൊന്ന് കമന്റ് ബോക്സിൽ കത്തിച്ചേരാം. ഷോ മീ സം പവർ. യെസ്, ഓക്കെ, ഫൈൻ, അടിപൊളി. Alright. Yes. Okay, fine. അങ്ങനെയാണെങ്കിൽ let's move on. നമുക്ക് ഒട്ടും സമയങ്ങളെയല്ല. We have to move on. Okay. Yes. Okay, fine. Yes. The most important thing. Yes. Law of conservation of angular momentum. Yes. നോക്കടാ. When no external torque acts on a body. Yes. When no external torque acts on a system of particles. When no external torque, force അല്ല, torque ആണ്. When no external torque acts on a system of particles, what will happen, the angular momentum of the system remains constant. Yes, ഒന്നുമില്ല, torque is equal to torque 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും, ആ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ മൊമെന്റം, ആംഗുലർ മൊമെന്റം will be constant അല്ലെങ്കിൽ 0 ആയിരിക്കും കേട്ടോ. യെസ്,
ഓക്കെ, നേരത്തെ പറഞ്ഞായിരുന്നു റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഇക്വേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഇക്വേഷൻ ആണ് എന്താണ്? K is equal to root of I by m, where I എന്താണ്? മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്, m എന്താണ്? മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ആണ്. ഓക്കെ, മാസ് ഓഫ് ദ ബോഡി വാട്ട് എവർ. ഈ ഒരു ഇക്വേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. K is equal to root of I by m. K is equal to root of I by m എന്നുള്ള വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആട്ടോ. യെസ്, ഓക്കെ ഫൈൻ. സെന്റർ ഓഫ് മാസ് ഓഫ് ടു പാർട്ടിക്കിൾസ്, അതായത് രണ്ട് പാർട്ടിക്കിൾസ് മാത്രമുള്ള ഒരു സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, ഇത് വെച്ചിട്ടും എന്ത് ചെയ്യാൻ പറഞ്ഞത്? നിങ്ങൾക്ക് ന്യൂമറിക്കൽ ചോദിച്ചു വരാറുണ്ട്. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. നോക്കുക, ഇവിടെ m1 മാസുള്ള പാർട്ടിക്കിൾ ഉണ്ട്, m2 മാസുള്ള മറ്റൊരു പാർട്ടിക്കിൾ ഉണ്ട്. x1 എന്താണ്? m1 മാസുള്ള പാർട്ടിക്കിളിന്റെ കോർഡിനേറ്റ് ആണ്, x വാല്യൂ ആണ്. ആൻഡ് x2 എന്താണ്? m2 മാസുള്ള പാർട്ടിക്കിളിന്റെ x വാല്യൂ കോർഡിനേറ്റ് വാല്യൂ ആണ്. ഓക്കെ, ഇനി അതിന്റെ സെന്റർ ഓഫ് മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സെന്റർ ഓഫ് മാസ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ there is a simple equation, x of center of mass, അതായത് സെന്റർ ഓഫ് മാസിന്റെ x കോർഡിനേറ്റിന്റെ വാല്യൂ എത്രയാണ്? നോക്കിയേ, m1 x1 plus m2 x2 whole divided by m1 plus m2. വെരി ഇമ്പോർട്ടന്റ് തിങ്. ഇനി ഇതെല്ലാം y വാല്യൂ ആണെങ്കിൽ, എന്താ ചെയ്യാ? ഒന്നുമില്ല, m1 y1 plus m2 y2 whole divided by എന്താണ്? m1 plus m2 എന്ന് ചോദിക്കണം, m എന്ന് എഴുതണം. ഓക്കെ, ഈ രണ്ട് കാര്യം ഓർത്ത് വെക്കുക. വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ആണ് കേട്ടോ, രണ്ടും വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ആണ്. ഇൻ കേസ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ യു ഹാവ് ടു ആൻസർ ഇറ്റ്. ഓക്കെ, യു ഹാവ് ടു ആൻസർ ഇറ്റ്. ഓൾറൈറ്റ്, യാ, ഓക്കെ. കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി, ഒരു റൊട്ടേറ്റിംഗ് ബോഡിക്ക് ഉണ്ടാവുന്ന കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. നോക്കുക, കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താണ്? ഹാഫ് mv² ആണ് അല്ലെ? ഹാഫ് mv² ആണ്. അപ്പം ഒരു റൊട്ടേഷണൽ ഒരു പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കൈനറ്റിക് എനർജി ആണെന്ത്? ഹാഫ് mv². അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഈ ഒരു ഡിസ്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഡിസ്കിൽ ഉണ്ടാകുന്ന ടോട്ടൽ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? സമ്മേഷൻ അല്ലെങ്കിൽ സിഗ്മ ഹാഫ് mv². അതായത് ഒരുപാട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലെ? അപ്പം ഓരോ പാർട്ടിക്കിളിന്റെയും കൈനറ്റിക് എനർജി സം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ ഹോൾ ബോഡിയുടെ എന്ത് കിട്ടും? കൈനറ്റിക് എനർജി കിട്ടും. ഓക്കെ, യെസ്, നോക്കാം. സിഗ്മ ഹാഫ് എം. ഇവിടെ വെലോസിറ്റിക്ക് പകരം എന്ത് കൊടുത്തു? വെലോസിറ്റി. യെസ്, ലീനിയർ വെലോസിറ്റിയാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു? റൊട്ടേഷണൽ ആംഗുലർ വെലോസിറ്റി കൺവേർട്ട് ചെയ്തു. അപ്പം r² ω² എന്ന് വന്നു. യെസ്, ഇനി ω² ഔട്ട് സൈഡ് എടുത്തു. യെസ്, ബാക്കി എന്ത് വന്നു? സമ്മേഷൻ mr² വന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ത് വരും? ടോട്ടൽ കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ് I ω². അത് വരും. കൂടാതെ ഈ ഒരു ഇക്വേഷൻ കൊണ്ട് പഠിച്ചുകൊണ്ട് മക്കളെ, ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കണം, ആവശ്യം വരും. കൈനറ്റിക് എനർജി ഈക്വൽ ടു L²/2I. അതായത് ആംഗുലാർ മൊമെന്റത്തിന്റെയും മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെയും ടേംസിൽ എങ്ങനെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം എന്നുള്ളതിന്റെ ഇക്വേഷൻ ആണ്. ബോത്ത് ആർ വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, രണ്ട് ഇക്വേഷൻ നമ്മൾ വൃത്തിക്ക് ചെയ്തെടുക്കുക. ഓൾറൈറ്റ്. ആണെങ്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ എന്താ പറയാ, സാർ ഓൾറെഡി പറഞ്ഞു നമ്മുടെ റിലേഷൻ എന്തോ സ്ഥിരം ക്ലീശ ക്വസ്റ്റ്യൻ ആണല്ലേ? എപ്പോഴും എന്താ പറയാ, ഉപ്പില്ലാത്ത കഞ്ഞി എന്ന് പറയുന്ന പോലെ എപ്പോഴും ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, എപ്പോഴും ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ. അതിലേക്ക് പോവാം. ഓക്കെ, യെസ്, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ? ഈ ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ട് മടുത്ത ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ, ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്ത് ചെയ്യാ? നോക്കാം. യെസ്, എ ഗേൾ റൊട്ടേറ്റ്സ് ഓൺ എ സ്വിൽ ചെയർ ഷോൺ ബിലോ. ഈ ഫിഗറിൽ കാണുന്ന പോലെ ഒരു കറങ്ങുന്ന ചെയറിൽ ആരുണ്ട്? ഒരു പെൺകുട്ടി ഉണ്ട്. ആൺകുട്ടിയോ പെൺകുട്ടി ആയിക്കോട്ടെ. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ഹെർ ആംഗുലർ സ്പീഡ് വെൻ ഷീ സ്ട്രെച്ചസ് ഹെർ ആർംസ്? അതായത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി കൈ നിവർത്തി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? എന്ത് സംഭവിക്കും? നോക്കാം. വെൻ ഷീ സ്ട്രെച്ചസ് ഹെർ ആർംസ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിക്രീസസ് ആൻഡ് ഹെൻസ് ദ ആംഗുലർ സ്പീഡ് ഡിക്രീസസ്. എന്താണ്? സിമ്പിൾ ആണല്ലേ? എന്താണ്? യെസ്, ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ കാണാൻ പറ്റും, സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. ദെൻ രണ്ടാമത്തെ നോക്കാം. സാർ പറഞ്ഞിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാം. നോക്കാം. വാട്ട് ഹാപ്പൻസ് ടു ഹെർ ആംഗുലർ സ്പീഡ് വെൻ ഷീ ഹോൾഡ്സ് ഹെർ ആർംസ്? ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവരുടെ ആംഗുലർ സ്പീഡിന് എന്ത് സംഭവിക്കുന്ന ചോദിക്കുന്നത്. യെസ്, then name and state the conservation law applied for your justification. നിങ്ങൾ ഈ ഒരു ജസ്റ്റിഫിക്കേഷന് നിങ്ങളെ വാലിഡ് ചെയ്യുന്ന, നിങ്ങളെ എന്താ പറയുക സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ലോനെ എന്താ പറയുക സ്റ്റേറ്റ് ചെയ്യുന്ന പറഞ്ഞു. ഒന്നുമില്ല, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം സ്റ്റേറ്റ് ചെയ്യുന്ന പറഞ്ഞത്. സിമ്പിൾ ആണ് കേട്ടോ, സിമ്പിൾ. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ഈ കുട്ടി ഇത് എന്താ പറയാ കൈ നിവർത്തി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആൻഡ് മാസ് എന്ത് സംഭവിക്കും? കൂടും. അങ്ങനെയാണെങ്കിൽ I is equal to mr² പ്രകാരം എന്ത് സംഭവിക്കൂടാ? യെസ്, mr² പകരം റേഡിയസ് ഇൻക്രീസസ്, അതായത് ഡിസ്റ്റൻസ് കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടും. ഐ വിൽ ഇൻക്രീസ്. അങ്ങനെയാണെങ്കിൽ ഐ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സാർ നേരത്തെ ഒരു ഇക്വേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ L is equal to, സർ പെണ്ണുണ്ട് സാർ, ഓക്കെ യെസ്. അപ്പം റേഡിയസ് കൂട്ടിക്കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? അവിടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടും. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആംഗുലർ വെലോസിറ്റി വിൽ ഡിക്രീസ്. ഇനി വാട്ട് ഹാപ്പൻസ് വെൻ ഷീ റിട്രാക്ട്സ്, അല്ലെങ്കിൽ ബോഡിയിലേക്ക് കൈ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്നുമില്ല, ഈ റേഡിയസ് കുറയും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കുറയും. അപ്പോ എന്ത് സംഭവിക്കും? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇൻക്രീസ് ചെയ്യും. മൊമെന്റ് ഓഫ് ഇനേഷ്യയും റൊട്ടേഷണൽ സ്പീഡും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആട്ടോ. അങ്ങനെയാണെങ്കിൽ കൈ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയും. അങ്ങനെയാണെങ്കിൽ റൊട്ടേഷണൽ സ്പീഡ് കൂടും. ഈ ഒരു കാര്യം മക്കൾ ഓർത്തിരിക്കുക. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ആൻഡ് സ്റ്റേറ്റ് ദ കൺസർവേഷൻ ലോ അപ്ലൈഡ് ഫോർ ജസ്റ്റിഫിക്കേഷൻ. അതായത് ഒന്നുമില്ല, എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? ഇഫ് ദ ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് ഓൺ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഇസ് 0, then the total angular momentum of the system is conserved, which means remains the constant. Okay, remains constant. ഈ ഒരു കാര്യം മക്കള് എന്താ പറയാ, ഈ ലോ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇവിടെ അതിന്റെ എന്താ പറയാ ഇക്വേഷൻസ് വരെ ഉണ്ട്. എന്താണ്? L is equal to I omega ആണ് അല്ലെ? ഓക്കെ, ഇവിടെ നമുക്കറിയാം, ഓൾറെഡി അറിയാം, L കോൺസ്റ്റന്റ് ആണ്. എന്തുകൊണ്ടാണ്? എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ഈ ചെയറിലേക്ക്, ഈ കുട്ടി കറങ്ങുന്ന ചെയറിലേക്ക് എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ്? അവിടുത്തെ L will be constant. Moment of angular momentum constant ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ as the moment of inertia increases, what will happen? Moment of inertia കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റൊട്ടേഷണൽ സ്പീഡ്, ആംഗുലർ വെലോസിറ്റി ഒമേഗ will reduce. ആ പോയിന്റ് വ്യക്തമായിട്ട് എഴുതണം. ഇനി what happens? മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞാൻ പറഞ്ഞു, മൊമെന്റ് ഓഫ് ഇനേഷ്യയും, ഈ പറഞ്ഞ കാര്യം മക്കൾ ഓർത്തിരിക്കുക, മൊമെന്റ് ഓഫ് ഇനേഷ്യയും ഐയും പിന്നെന്താണ് ആംഗുലർ വെലോസിറ്റി ഒമേഗയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒന്ന് കൂടിയാൽ മറ്റത് കുറയും, ഒന്ന് കുറഞ്ഞാൽ മറ്റത് കൂടും. ഈ കാര്യം ഓർത്തിരുന്നാൽ സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ കട്ട് ആണെങ്കിൽ കമോൺ ഷോ മീ സം പവർ. കമോൺ, വേഗാവട്ടെ. യെസ് വേഗാവട്ടെ. ഫയർ കമോൺ, ഫയർ ആവട്ടെ. നിവിൻ സാറേ അല്ലേ? യെസ്, ഓക്കെ ഫൈൻ. യെസ്, ഓൾറൈറ്റ്. യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ എപ്പോഴും വരാനുള്ള ക്വസ്റ്റ്യൻ ആണ്, ടോർക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത്. സിമ്പിൾ ആണ്, ഒന്നുമില്ല. ആർത്രോസഫ് ഈ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേസാണ്. നോക്കുക, ഫൈൻഡ് ദ ടോർക്ക് ഓഫ് ഫോഴ്സ് 7i plus 3j minus 5k cap. ഓക്കെ, അതായത് വെക്ടർ ഫോമിൽ കൊടുത്തിരിക്കുകയാണ്. And about the origin, the force acts on a particle whose position vector is I cap minus j cap plus k cap ആണെങ്കിൽ ഒന്നുമില്ല, ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ടോർക്ക് ഈക്വൽ ടു എന്താണ്? R cross F ആണ് അല്ലെ? R cross F ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കുക, ഇവിടെ നമുക്ക് എന്തറിയാം? R പൊസിഷൻ വെക്ടർ അറിയാം. എത്രയാണ്? I cap minus j cap plus k cap ആണ്. ഓക്കെ, then into ക്രോസ്. എന്താണ് ക്രോസ്? 7i. നമ്മുടെ ഫോഴ്സിന്റെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫോഴ്സിന് എന്താണ്? 7i cap plus 3j cap minus 5k cap ആണ്. ഒന്നുമില്ല, ഇവിടെ നമ്മൾ ഇതിനെ ഡിറ്റർമിനന്റ് മെത്തേഡിലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ടോർക്ക് ഈക്വൽ ടു എന്താണ്? ആദ്യം നമ്മൾ എന്ത് ചെയ്താ? I cap j cap k cap എഴുതാ. ഇനി ഈ ഒരു കേസിൽ R ക്രോസ് F ആണല്ലേ? അപ്പം R ന്റെ കോഎഫിഷ്യൻസ് നോക്കുക. എന്താണ്? I ന്റെ കോഎഫിഷ്യൻ എത്രയാണ്? 1 ആണ്. J ക്യാപ്പിന് എത്രയാണ്? -1 ആണ്. K ക്യാപ്പിന്റെ +1 ആണ്. അപ്പം എഴുതാ I J K എന്ന് എഴുതാ. താഴെ I ന്റെ കോഎഫിഷ്യൻ എത്രയാണ്? 1 ആണ്. J ക്യാപ്പിന്റെ -1 ആൻഡ് K ക്യാപ്പിന്റെ +1 എഴുതി. ഇനി ഫോഴ്സിന്റെ, നമ്മുടെ ഫോഴ്സ് വെക്ടറിന്റെ കോഎഫിഷ്യൻസ് നോക്കിയേ, എത്രയാണ്? I ക്യാപ്പിന്റെ എത്രയാണ്? 7 ആണ്. J ക്യാപ്പിന്റെ 3 ആണ് ആൻഡ് K ക്യാപ്പിന് എത്രയാണ്? -5 ആണ്. ഇനി ഒന്നുമില്ല, സിമ്പിൾ ആണ്. യെസ്, ഓക്കെ ഫൈൻ. യെസ്, ഓക്കെ. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു നിവിൻ സാർ ഫാൻസ് ആണോ ഫുൾ ഇവിടെ? യെസ്, ഓക്കെ. നിവിൻ സാർ, ഫൈൻ, സൂപ്പർ. ഓക്കെ, അപ്പം ടോർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? യെസ്, I ഇൻറ്റു നമ്മൾ എന്താ ചെയ്യാ? ഇവിടെ I വരുന്ന റോയും കോളവും ഒഴിവാക്കുക അല്ലെ? I വരുന്ന റോയും കോളവും മറിച്ച് നോക്കിയ ബാക്കി എന്തുണ്ട്? -1. യെസ്, -1 ഇൻറ്റു -5 -1 അല്ലെങ്കിൽ 3 -1 എടുക്കുക. നിങ്ങൾ അറിയാൻ പറ്റും ഡിറ്റർമിനന്റ് മെത്തേഡ് പഠിച്ചിട്ടുണ്ടല്ലോ. ഡിറ്റർമിനന്റ് മെത്തേഡ് ആണ്.
ഡിറ്റർമിനന്റ് യെസ് ഒബ്വിയസ്ലി ഡിറ്റർമിനന്റ് മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഐ വരുന്ന റോയും കോളവും ഒഴിവാക്കുക, ബാക്കി വരുന്നതിന്റെ ഡിറ്റർമിനന്റ് എടുക്കുക. അപ്പൊ എന്താണ് -1 into -5 മൈനസ് എത്രയാണ് 3 into -1 മൈനസ് ഇവിടെ പ്ലസ് എടുക്കുക, അതായത് ഐ ഭാഗത്ത് പ്ലസ് എടുക്കുക, ഇവിടെ മൈനസ് ഇവിടെ പ്ലസ്. ഓൾട്ടർനേറ്റീവ് ആയിട്ട് സൈൻ മാറും അറിയാലോ. അതായത് ഐ വരുന്നത് പ്ലസ് ആണ്, ജെ വരുമ്പോൾ മൈനസ് ആവും ആൻഡ് കെ വരുമ്പോൾ ഒബ്വിയസ്ലി പ്ലസ് ആവും. ഓൾട്ടർനേറ്റീവ് ആയിട്ട് സൈൻസ് മാറി വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യെസ് അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വരാം കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വരാൻ കാരണം മൈനസ് ജെ. ഇനി ജെ എടുക്കണം, ജെ ക്യാപ്പ് എടുക്കണം. അപ്പം ജെ ക്യാപ്പ് വരുന്ന റോയും കോളവും ഒഴിച്ചു നിർത്തിയിട്ട് ബാക്കി നോക്കുക. എത്രയാണ് 1 ഉണ്ട് -5. അപ്പം 1 into -5 മൈനസ് എന്താണ് 7 into 1. 7 into 1 വന്നു. ഓക്കെ, ഇനി കെന്റെ കൂടി ഉണ്ട്, അപ്പം നമ്മൾ ഇത്രയും പോർഷൻ സോൾവ് ചെയ്തിട്ടാണ് കെയിലേക്ക് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ കുറച്ചുകൂടി സിമ്പിൾ ആവാൻ വേണ്ടിയാണ്. ഓക്കെ, യെസ് അപ്പം ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും -1 into -5 5. ഓക്കെ, പോസിറ്റീവ് 5 ആണ്. ദെൻ -3 വരും മൈനസ് ജെ ക്യാപ് ഇൻറ്റു -5 -7 പ്ലസ് ഇനി കെ എടുത്തു കഴിഞ്ഞാൽ കെ ക്യാപ്പ് നോക്കുക. കെ ക്യാപ്പ് വരുന്ന റോയും കോളവും മാറ്റി നിർത്തുക, ബാക്കി വരുന്ന നോക്കുക. ബാക്കി വരുന്നത് യെസ് 1 into 3 മൈനസ് യെസ് 1 into 3 മൈനസ് -1 into 7 ആരാണത്? ഓക്കെ യെസ് ഓക്കെ ഫൈൻ യാ അതന്നെ യെസ് ആയിക്കോട്ടെ. ഓക്കെ, അടിപൊളി. അങ്ങനെയാണെങ്കിൽ കെ ക്യാപ്പ് ഇൻറ്റു 3 -7 അപ്പൊ എന്തൊരു 10 വരും. സിമ്പിൾ ആട്ടോ, ഒന്നുമില്ല. ഈ കേസ് നിങ്ങൾ ഈ ഒരു ഡിറ്റർമിനന്റ് മെത്തേഡ് മാത്രമേ ഓർത്തിരുന്നാൽ മതി. ഡിറ്റർമിനന്റ് മെത്തേഡ് ആദ്യം ഐ ക്യാപ്പ് ചെയ്താ, ജെ ക്യാപ്പ് ചെയ്താ, കെ ക്യാപ്പ് ചെയ്താ. ഓരോന്നിന്റെയും എന്തുകൂടി ചെയ്താ, ഓരോന്നിന്റെയും കോഎഫിഷ്യൻസ് കൂടി എഴുതാം. ഓക്കെ, യെസ്. അങ്ങനെ ടോർക്ക് ഇസ് ഈക്വൽ ടു 2i ക്യാപ് പ്ലസ് 12 ജെ ക്യാപ് പ്ലസ് 10 കെ ക്യാപ് എന്ന ആൻസർ കിട്ടും. 10 കെ ക്യാപ് എന്ന ആൻസർ കിട്ടും. സിമ്പിൾ ആണ്. ഈ ഒരു മെത്തേഡ് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഡിറ്റർമിനന്റ് മെത്തേഡ് എപ്പോഴും ഓർത്തിരിക്കുക. സിമ്പിൾ ആയിട്ടുള്ള കേസ് ആണ്. ഒരു മാർക്ക് പോലും യെസ് കളയാൻ പാടില്ല. യെസ് ഓക്കെ, യെസ് പാടാം. ഓക്കെ ഗൗരി, യെസ് ഓക്കെ അടിപൊളി. Okay, let's move on. ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാൻ നിവിൻ സാർ is tempting here. Okay, yes, let's move on. Okay, write the rotational analog of the following equations in translational motion. അതായത് എന്താണ് ലീനിയർ മോഷനിലെയും റൊട്ടേഷണൽ മോഷനിലെയും എന്താ പറയുക കമ്പാരിസൺ ആണ് എപ്പോഴും എന്താ പറയുക നിങ്ങൾക്ക് തെറ്റാൻ സാധ്യത വരാൻ ഒരു ടോപ്പിക് ആണ് കേട്ടോ. എപ്പോഴും തെറ്റ് വരാൻ സാധ്യതയുള്ള ടോപ്പിക് ആണ്. ഓർത്തിരിക്കുക മക്കൾ. നോക്കുക, ലീനിയർ മോഷനിലെ ഡിസ്പ്ലേസ്മെന്റ് x denoted by x. ഓക്കെ, അപ്പം ആംഗുലാർ മോഷൻ എന്തായിരിക്കും? ആംഗുലാർ മോഷൻ അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ എന്തായിരിക്കും? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ which is expressed in theta. ഓക്കെ, then ലീനിയർ മോഷനിലെ വെലോസിറ്റി എന്താണ്? വെലോസിറ്റി v. ആംഗുലാർ മോഷൻ എന്താണ്? റൊട്ടേഷണൽ മോഷനിലെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ഓക്കെ, അതായത് ഒന്നുമില്ല, ഇവിടെ dr/dt ആണോ, dv അല്ല, dr/dt ആണ്. ഓക്കെ, dr/dt ആണ്. വെലോസിറ്റി v is equal to dr/dt which is എന്താ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ലീനിയർ മോഷനിലെ വെലോസിറ്റി. ആംഗുലാർ മോഷൻ ആവുമ്പോൾ എന്താ, അല്ലെങ്കിൽ റൊട്ടേഷൻ മോഷൻ ആവുമ്പോൾ എന്താ അവിടെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ is equal to dθ by dt. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഇനി ആക്സിലറേഷൻ a is equal to റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്, dv by dt ആണ്. ഇവിടെ എന്തായിരിക്കും? ആംഗുലർ ആക്സിലറേഷൻ ആൽഫ is equal to d omega by dt ആണ്. ഓക്കെ, ഇനി ലീനിയർ മോഷനിലെ മാസ് റൊട്ടേഷൻ മോഷൻ ആരാവും? മൊമെന്റ് ഓഫ് ഇനേഷ്യ മാറും. ലീനിയർ മോഷനിലെ മാസ് ആരാണോ, ഇതെല്ലാം അനലോഗ്സ് ആണ്. ഓക്കെ, ലീനിയർ മോഷനിലെ മാസ് റൊട്ടേഷൻ മോഷനിലാവുമ്പോൾ എന്തായി മാറി? മൊമെന്റ് ഓഫ് ഇനേഷ്യ ആയി മാറി. ഓൾറൈറ്റ്, ഇനി force is equal to F is equal to mass into acceleration ആണ്. റൊട്ടേഷണൽ മോഷൻ ആകുമ്പോൾ ഫോഴ്സ് മാറി ആരായി? ടോർക്ക് ആയി. ടോർക്ക് is equal to I ആൽഫ. മാസിന് പകരം മൊമെന്റ് ഓഫ് ഇനേഷ്യ I വന്നു. ആക്സിലറേഷൻ A ക്ക് പകരം എന്ത് വന്നു? ആംഗുലർ ആക്സിലറേഷൻ ആൽഫ വന്നു. ഇനി വർക്ക് dWFdS. വർക്ക് എന്താണ്? വർക്ക് വെച്ചാൽ ഒന്നുമില്ല, ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പം വർക്ക് dW is equal to ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ എന്താണ്? യെസ്, വർക്ക് W is equal to ഫോഴ്സിന് പകരം ടോർക്ക് വന്നു. ടോർക്ക് ഇൻടു d θ. ഓക്കെ, d θ എന്താണ്? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇനി കൈനറ്റിക് എനർജി is equal to എന്താണ്? കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ് എം വി സ്ക്വയർ ആണ്. അല്ലെങ്കിൽ mv² by 2 ആണ്. ഓക്കെ, ഇവിടെ എന്താണ്? കൈനറ്റിക് എനർജി is equal to ഹാഫ് i omega സ്ക്വയർ ആണ്. മക്കളെ ഈ ഒരു കമ്പാരിസൺ വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മക്കൾ പഠിച്ചു തന്നെ പോവാ. ദെൻ പവർ is equal to എന്താണ്? ഫോഴ്സ് ഇൻടു വെലോസിറ്റി FV ആണ്. ഇവിടെ എന്താണ്?
ടോർക്ക് ഇൻറ്റു ആംഗുലർ മൊമെന്റം ആണ്. ടോർക്ക് ഇൻറ്റു ആംഗുലർ മൊമെന്റം ആണ്. ഓക്കെ, സോറി, ആംഗുലർ മൊമെന്റം ആംഗുലർ വെലോസിറ്റി ആണ് കേട്ടോ. ഇനി ലീനിയർ മൊമെന്റം P is equal to mass into velocity. ലീനിയർ മൊമെന്റം P is equal to mass into velocity ആണ്. ഇവിടെ എന്താണ് ആംഗുലർ മൊമെന്റം L is equal to I omega ആണ്. ഓക്കെ, ഈ കാര്യങ്ങൾ കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് പോലും വിടാതെ നമുക്ക് ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ്ലി സ്കോർ ചെയ്യാൻ പറ്റും. ഈ ചാപ്റ്റർ കംപ്ലീറ്റ്ലി പവർഫുൾ ആയിട്ട് ഓക്കെ ആണെങ്കിൽ കമോൺ ഷോ മീ സം പവർ. നിങ്ങൾ കമന്റ് ബോക്സിൽ കത്തിച്ച മക്കളെ. നിവിൻ സാറേ എവിടെ പിള്ളേരോടെ പവറോടെ? യെസ്, ഓക്കെ, യെസ്, നമുക്ക് കമോൺ എവിടെ ഷോ മീ സം ഹാൻഡ്സ് ബോയ്സ്, കമോൺ. യെസ്, അടിപൊളി, സൂപ്പർ, അടിപൊളി. യെസ്, ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ചാപ്റ്റർ വിച്ച് ഇസ് എന്താ പറയാ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആൻഡ് സിമ്പിൾ ചാപ്റ്റർ ആണ്. ഒന്നുമില്ല, none other than നമ്മുടെ യെസ് എവിടെ സാറേ? ഓക്കെ, യെസ്, ലോസ് ഓഫ് മോഷൻ. ഓക്കെ, യെസ്, നമ്മുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് സാറിന്റെ പേഴ്സണൽ ഫേവറേറ്റ് ചാപ്റ്റർ ആണ് ലോസ് ഓഫ് മോഷൻ. ഓക്കെ, യെസ്, കണ്ടതെന്ന് അറിയാലോ, നമ്മുടെ ഐസക് ന്യൂട്ടൺസ് വെയിറ്റിംഗ് ഫോർ ദ ആപ്പിൾ ടു ഫോളോ ഹിസ് ഹെഡ്. എന്താ പറയാ? യെസ്, ഓക്കെ, യെസ്, ഓടിപൊളി. യെസ്, ലോസ് ഓഫ് മോഷൻ. ഓക്കെ, ആപ്പിൾ തലേക്ക് വീണു. ലെറ്റ്സ് മൂവ് ഓൺ. ഓക്കെ, യെസ്, ന്യൂട്ടൺ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്താ പറയുന്നത് മക്കളെ? Every body continues in a state of rest or uniform motion in a straight line unless acted upon by an external unbalanced force. ഒരാൾ പോലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അറിയാതെ എക്സാം എഴുതാൻ പോകരുത്. ഓക്കെ, ഐ റിപ്പീറ്റ്, ഒരാൾ പോലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അറിയാതെ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ എക്സാം എഴുതാൻ പോകരുത്. ഓക്കെ, യെസ്, ഓക്കെ. എന്താണ് എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ അൺലെസ് ആക്റ്റഡ് അപ്പോൺ ബൈ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഓക്കെ, യെസ് സർ. ഓക്കെ, ദെൻ ഒന്നാമത്തെ, അതായത് ന്യൂട്ടൺ നമ്മുടെ ഐസക് ന്യൂട്ടൺ പറയുന്ന ഒന്നാമത്തെ ഫസ്റ്റ് ലോ ഓഫ് മോഷന്റെ കോൺട്രിബ്യൂഷൻ ആണ് ഇനേഷ്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. എന്താണ്? നോക്കിയേ, ടെൻഡൻസി ഓഫ് എ ബോഡി ടു റിമെയിൻ അറ്റ് റെസ്റ്റ് ഓർ ഇൻ എ യൂണിഫോം മോഷൻ ഈസ് കോൾഡ് ഇനേഷ്യ. അതായത് ഇനബിലിറ്റി ഓഫ് എ ബോഡി, ഒരു ബോഡിക്ക് ഉണ്ടാവുന്ന കഴിവില്ലായ്മയാണ് അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെയോ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷനെയോ സ്വയം മാറ്റാനുള്ള കഴിവില്ലായ്മയാണ് അതിന്റെ ഇനേഷ്യ എന്ന് പറയുന്നത് കേട്ടോ. ഇനേഷ്യ നോക്കുക, ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ബൈ ഇറ്റ് സെൽഫ്. അതിന് സ്വയം അതിന്റെ അവസ്ഥയെ മാറ്റാൻ സാധിക്കാത്ത കഴിവില്ലായ്മയെ പറയുന്ന പേരാണെന്ത്? ഇനേഷ്യ. ഓൾറൈറ്റ്, യെസ്, ഫസ്റ്റ് ലോ ഇസ് ബേസ്ഡ് ഓൺ ഇനേഷ്യ. അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് മക്കളെ, ഇനേഷ്യ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. അതായത് മാസ് കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? അതിന്റെ ഇനേഷ്യ കൂടും. മാസ് കുറയുന്നതനുസരിച്ചിട്ട് അതിന്റെ ഇനേഷ്യ കുറയും. ഓൾറൈറ്റ്, ദെൻ ഈ ഇനേഷ്യ ഇസ് ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻടു 3 ടൈപ്സ്. എന്തൊക്കെയാണ്? ഇനേഷ്യ അറ്റ് റെസ്റ്റ്, ഇനേഷ്യ ഓഫ് മോഷൻ ആൻഡ് ഇനേഷ്യ ഓഫ് ഡയറക്ഷൻ. ഓക്കെ, നോക്കാം. ദെൻ നെക്സ്റ്റ് വൺ, മൊമെന്റം. എന്താണ് മൊമെന്റം? മൊമെന്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. മൊമെന്റം P is equal to എന്താണ്? പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. P is equal to mv. ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി. എന്തുകൊണ്ടാണ്? വെലോസിറ്റി ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി അല്ലെ? വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? അതിന്റെ മൊമെന്റം എന്ന് പറയുന്നത് ഓൾസോ എ വെക്ടർ ക്വാണ്ടിറ്റി. ഇതിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഇനി മക്കളെ ഒരു കാര്യം സാറ് പറയാൻ വിട്ടുപോയതാണ്. അതായത് നിങ്ങൾ ഈ നമ്മൾ 3 ടൈപ്സ് ഓഫ് ഇനേഷ്യ പഠിച്ചു. ഏതൊക്കെയാണ്? ഇനേഷ്യ ഓഫ് മോഷൻ, ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആൻഡ് ഇനേഷ്യ ഓഫ് ഡയറക്ഷൻ. ഈ 3 കേസിൽ നിങ്ങൾക്ക് എക്സാമിൽ ചോദിച്ചു വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചധികം സിറ്റുവേഷൻസ് തരും. ഈ സിറ്റുവേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വരും. അതായത് ഒന്നുമില്ല, അതിൽ ഏതൊക്കെയാണ് ഇനേഷ്യ ഓഫ് റെസ്റ്റ്, ഏതൊക്കെയാണ് ഇനേഷ്യ ഓഫ് മോഷൻ ആൻഡ് ഏതൊക്കെയാണ് ഇനേഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വരും. അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓർത്തിരിക്കുക. അതായത് കുറച്ചധികം സിറ്റുവേഷൻസ് തന്നിട്ട് അതിൽ ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇനീഷ്യാസിനെ എന്താ പറയാ കമ്പയർ അല്ലെങ്കിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വരും. അത് എപ്പോഴും ഓർത്തിരിക്കുക കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റബിൾ ആണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് ടോപ്പിക്. എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. എന്താണ്? The rate of change of momentum is directly proportional to the external unbalanced force and the change takes place in the direction of force. ഒന്നുമില്ല, F is equal to ma എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ എത്തുന്ന എവിടെയാണ്? ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്. അതായത് the rate of change of momentum dp by dt is directly proportional to എന്താണ്? external unbalanced force. അല്ലെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന external unbalanced force ആണ്. ഓക്കെ, yes, F is equal to ma, mass into acceleration. F is equal to ma ആണ്. യെസ്,
m എന്താണ് മാസ് ആണ് ആൻഡ് ഓബിയസ്ലി a is ആക്സിലറേഷൻ ആണ്. അതിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഓർ ഓൾസോ നോൺ ആസ് ന്യൂട്ടൺ. ഓൾസോ നോൺ ആസ് ന്യൂട്ടൺ. ഓക്കെ, യെസ്. It is also a vector quantity. It is also a vector quantity ആണ്. ഓക്കെ, യെസ്. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇനി എന്താണ് ഒരു ന്യൂട്ടൺ? എന്താണ് ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ നോക്കാം, എപ്പോഴും വരാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് 1 ന്യൂട്ടൺ is the force required to produce an acceleration of 1 meter per second square in a body of mass 1 kilogram. അതായത് 1 kilogram മാസ് ഉള്ള ഒരു ബോഡിയുടെ ആക്സിലറേഷൻ 1 meter per second square ആയിട്ട് മാറ്റാൻ വേണ്ടി ഞാൻ കൊടുത്ത എമൗണ്ട് ഓഫ് ഫോഴ്സ് ആണ് എന്ത്? 1 ന്യൂട്ടൺ. ഓക്കെ, ഐ റിപ്പീറ്റ് 1 kilogram മാസ് ഉള്ള ഒരു ബോഡി, 1 kilogram മാസ് ഉള്ള ഒരു ബോഡിന്റെ ആക്സിലറേഷൻ 1 meter per second square ആയിട്ട് മാറ്റുവാൻ വേണ്ടി ഞാൻ എത്രത്തോളം ഫോഴ്സ് കൊടുത്തു എന്നുള്ളതാണ് 1 ന്യൂട്ടൺ. ഓക്കെ, 1 ന്യൂട്ടൺ. ഓൾറൈറ്റ്, യെസ്. നെക്സ്റ്റ് വൺ, ഇമ്പൾസ്. ഇമ്പൾസ് എന്താണ്? ഇറ്റ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം ഫോർ വിച്ച് ദ ഫോഴ്സ് ആക്ട്സ് ഓൺ ദ ബോഡി. അതായത് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും ആ ബോഡിയിൽ എത്രത്തോളം സമയം ആ ഫോഴ്സ് ആക്ട് ചെയ്തു, ഇതിന്റെ രണ്ടിന്റെയും പ്രോഡക്റ്റ് ആണ് ഇതിന്റെ ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇമ്പൾസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇമ്പൾസ് എന്ന് പറയുന്നത് ഇമ്പൾസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി ടി, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടൈം. ഓക്കെ, യെസ്. ഇതിന്റെ യൂണിറ്റ് എന്താ? ഒന്നുമില്ല, ന്യൂട്ടൺ സെക്കൻഡ് ആണ്. ന്യൂട്ടൺ സെക്കൻഡ് ആണ്. ഡയമെൻഷൻ ഫോർമുല mlt⁻⁻1. mlt⁻⁻1. യെസ്. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക മക്കളെ. ഈ ഒരു ടോപ്പിക്, ഐ മീൻ ഈ ഒരു സെന്റൻസ്, ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം, ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക. ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് വരാറുള്ളതാണ്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. അതായത് ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം ഇസ് ഈക്വൽ ടു എന്താണ്? ഇമ്പൾസ്. ഓർത്തിരിക്കുക. ഐ റിപ്പീറ്റ്, എന്താണ്? ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ചേഞ്ച് ഇൻ മൊമെന്റം വിച്ച് ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. ഓൾറൈറ്റ്, യാ. ഇമ്പൾസീവ് ഫോഴ്സ്. യെസ്, ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫോഴ്സ് വിച്ച് ആക്ട്സ് ഫോർ എ വെരി ഷോർട്ട് ടൈം ഇസ് കോൾഡ് ഇമ്പൾസീവ് ഫോഴ്സ്. ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഫോഴ്സ് ഒരു ഷോർട്ട് ഇന്റർവെല്ലിൽ ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് ഇമ്പൾസീവ് ഫോഴ്സ്. വെൻ എ ബോൾ ഹിറ്റ്സ് ബൈ എ ബാറ്റ്സ്മാൻ, ഒരു ക്രിക്കറ്റിൽ എന്താ പറയാ, ഒരു ബാറ്റ്സ്മാൻ ബോളിനെ ഹിറ്റ് ചെയ്യുന്ന പ്രോസസ് അറ്റ് ദ ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ടൈമിൽ ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഫോഴ്സ് ആണ് അവിടെ എക്സേർട്ട് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഫോഴ്സിനെ പറയുന്ന പേരാണ് ഇമ്പൾസീവ് ഫോഴ്സ്. ഇമ്പൾസീവ് ഫോഴ്സ്. യെസ്, the force on a ball when hit with a bat. Okay, yes. Impulse momentum theorem. Impulse momentum theorem very important thing ആണ്. നോക്കുക. According to impulse momentum theorem, impulse is equal to change in momentum. സാർ ഓൾറെഡി പറഞ്ഞു, impulse is equal to change in momentum ആണ്. By Newton's second law of motion എന്താണ്? Rate of change of momentum is equal to force ആണ് അല്ലേ? Rate of change of momentum is equal to rate of change of momentum is equal to force ആണ്. അതെന്താണ്? F is equal to dp by dt ആണ് അല്ലെ? F is equal to dp by dt ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? യെസ്, ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇമ്പൾസ് I is equal to എന്ത് കിട്ടും മക്കളെ? I is equal to, yes, impulse I is equal to change in momentum. അതായത് ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം എന്ന് കിട്ടും. ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് according to Newton's second law of motion പ്രകാരം impulse momentum theorem. Okay, impulse momentum theorem. Yes. Most important thing, law of conservation of linear momentum. Law of conservation of linear momentum എന്താണ്? If the external force acting on a body is zero, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന external force zero ആണെങ്കിൽ, external force zero ആണെങ്കിൽ the total momentum of the body remains constant അല്ലെങ്കിൽ conserved. അതായത് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആണെങ്കിൽ അതിന്റെ ടോട്ടൽ എന്ത് ലീനിയർ മൊമെന്റം വിൽ ബി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സീറോ. ഓക്കെ, കോൺസ്റ്റന്റ് ഓർ സീറോ. P is equal to constant. Yes, P is equal to constant എന്ന് വരും. യെസ്, ഓക്കെ. സൂരജ്, യെസ്, നമ്മുടെ സൂരജ് ആണ്. സൂരജ് അല്ലത്? യെസ്, സൂരജ്. ഓക്കെ, ഫൈൻ. യെസ്, by Newton's second law of motion, F is equal to dp by dt ആണ് അല്ലെ? dp by d rate of change of momentum ആണ്. നമുക്ക് ബൈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്തറിയാം? സ്റ്റേറ്റ്മെന്റ് എന്താണ്? സ്റ്റേറ്റ്മെന്റ് പ്രകാരം F is equal to 0, external force F is equal to 0 ആണ്. അങ്ങനെയാണെങ്കിൽ dp by dt is equal to 0. F is equal to 0 ആണെങ്കിൽ dp by dt is equal to 0. അങ്ങനെയാണെങ്കിൽ എന്താണ്? Hence P is equal to constant. എപ്പോഴാണ് ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എത്രയാണ്? 0 ആണ് അല്ലെ? ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എത്രയാണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ F is equal to 0 ആണെങ്കിൽ P എന്തായിരിക്കും? P must be a constant. നിങ്ങൾ എപ്പോഴും ഓൾറെഡി ഡെറിവേഷൻസിൽ അല്ലെങ്കിൽ ഡിഫറൻഷിയേഷനിൽ എപ്പോഴും പഠിക്കുന്ന കാര്യമാണ്. എന്താണ്? ഒരു
കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും എപ്പോഴും എന്തായിരിക്കും സീറോ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫോഴ്സ് സീറോ ആവണമെന്നുണ്ടെങ്കിൽ പി എന്തായിരിക്കണം മക്കളെ പി മസ്റ്റ് ബി സീറോ ഓക്കെ ഇനി യെസ് ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് എന്താ പറയാ ഒരുപാട് പേര് ഡൗട്ട് പറഞ്ഞ ടോപ്പിക് ഒന്നുമില്ല അതായത് ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം എങ്ങനെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിനെ പ്രൂവ് ചെയ്യുന്നത് സിമ്പിൾ ആണ് കൊളിഷൻ സിമ്പിൾ കേസ് ആണ് നോക്കുക ഇവിടെ രണ്ട് പാർട്ടിക്കിൾ ഉണ്ട് എ ആൻഡ് ബി ഇവ തമ്മിൽ സെയിം എന്താ പറയാ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന രണ്ട് പാർട്ടിക്കിൾ ഉണ്ട് ഇത് തമ്മിൽ കൊളൈഡ് ചെയ്തു ബിഫോർ കൊളിഷൻ ഉണ്ട് ആഫ്റ്റർ കൊളിഷൻ ഉണ്ട് കേട്ടോ ഇത് കൊളിഷൻ ചെയ്യുന്നതിന് മുന്നേ ആണ് ഇത് ആഫ്റ്റർ കൊളിഷൻ ആണ് ആഫ്റ്റർ യെസ് ഇത് മോഡൽ വെച്ചല്ലേ യെസ് ചോദിച്ചേക്കും ഓക്കെ അതായത് ഇത് കൊളൈഡ് ചെയ്യുന്ന മുന്നുള്ള അവസ്ഥയാണ് ഇത് ആഫ്റ്റർ കൊളിഷൻ ആണ് ആഫ്റ്റർ കൊളിഷൻ ഓക്കെ അതായത് രണ്ട് പാർട്ടിക്കിൾ വന്നു കൊളൈഡ് ചെയ്തു രണ്ടും സെയിം ഡയറക്ഷനിൽ തിരിച്ചുപോയി ഈ ഒരു കേസ് ആണ് കേട്ടോ നോക്കുക ഇതിന്റെ മാസ് m1 ആണ് ഇതിന്റെ മാസ് m2 ആണ് ആൻഡ് ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി u1 അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി u2 ആണ് ഇനി ആഫ്റ്റർ കൊളിഷൻ ഇതിന്റെ ഫൈനൽ വെലോസിറ്റി മാസിന് ചേഞ്ച് വരുന്നില്ല ഫൈനൽ വെലോസിറ്റി v1 ആണ് ആൻഡ് യെസ് ഇതിന്റെ ബി എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ ഫൈനൽ വെലോസിറ്റി ആണ് v2 ആണ് യെസ് v2 ആണ് അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എക്സർട്ടഡ് ബൈ എ ഓൺ ബി അതായത് എ എന്ന് പറയുന്ന പാർട്ടിക്കിൾ ബി എന്ന് പറയുന്ന പാർട്ടിക്കിൾ കൊടുത്ത ഫോഴ്സ് എത്രയാണ് F1 is equal to mass into acceleration ആണല്ലേ mass into acceleration അപ്പം m2 into a2 എന്ന് വരും ഓക്കെ m2 into a2 എന്ന് വരും യെസ് ഇനി F1 is equal to എന്തായിരിക്കും ഈ a2നെ സാർ എന്ത് ചെയ്ത് അതായത് ആക്സിലറേഷൻ എന്താ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണല്ലേ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ അപ്പം അവിടെ a2 പകരം സാർ എന്ത് ചെയ്ത് v2 minus u2 divided by delta t ഓക്കെ അതായത് m2 into v2 minus u2 divided by delta 3 ഇനി ഫോഴ്സ് എക്സർട്ടഡ് ബൈ b on a അതായത് b എന്ന് പറയുന്ന പാർട്ടിക്കിൾ a എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ അതിന്റെയാണ് F2 is equal to m1a1 ഓക്കെ ഇനി ഈ a1 സാർ മാറ്റി എഴുതാൻ പോവാ അതായത് എന്തായിരിക്കും F2 is equal to m2 into എന്താണ് v2 minus u2 divided by delta t എന്ന് വന്നു ഇനി ഇവിടെയാണ് നമ്മൾ ന്യൂട്ടന്റെ തേർഡ് ലോ അപ്ലൈ ചെയ്യുക എന്താണ് ബൈ ന്യൂട്ടൺസ് തേർഡ് ലോ F1 is equal to minus F2 ആണ് അതായത് for every action there is an equal and opposite reaction അപ്പം F1 is equal to minus F2 ആണ് അതായത് എ എന്ന് പറയുന്ന പാർട്ടിക്കിൾ ബിയിൽ അപ്ലൈ ചെയ്ത ഫോഴ്സും ബി എന്ന് പറയുന്ന പാർട്ടിക്കിൾ എയിൽ അപ്ലൈ ചെയ്ത ഫോഴ്സും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഓപ്പോസിറ്റും ആയിരിക്കും അതുകൊണ്ടാണ് F1 is equal to minus F2 എന്ന് കൊടുത്തത് കേട്ടോ ഇനിയൊന്നുമില്ല നമുക്ക് F1 അറിയാം F2 അറിയാം രണ്ടിനെയും ഈക്വേറ്റ് ചെയ്യാൻ പോവാ രണ്ടിനെയും നമ്മൾ ഈക്വേറ്റ് ചെയ്യുക നെഗറ്റീവ് സൈനോട് കൂടി ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ നോക്കിയേ m2v2 is minus m2u2 is equal to minus m1v1 plus m2v2 അതായത് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ is equal to ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ എന്ന് വരും ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ is equal to ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ എന്ന് വരും ഓക്കെ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ is equal to ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ അങ്ങനെയാണെങ്കിൽ എന്താണ് ടോട്ടൽ മൊമെന്റം is conserved ടോട്ടൽ മൊമെന്റം is constant അല്ലെങ്കിൽ കൺസേർവ്ഡ് എന്ന് വന്നു വിച്ച് മീൻസ് എന്താണ് the law of conservation of linear momentum is applied അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്തു സാറ്റിസ്ഫൈ ചെയ്തു ഈ ഒരു കേസ് ആണ് ഈ പറഞ്ഞ മെത്തേഡ് ആണ് ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരമുള്ള പ്രൂഫ് കേട്ടോ ന്യൂട്ടന്റെ തേർഡ് ലോ അപ്ലൈ ചെയ്തിട്ടുള്ള പ്രൂഫ് ആണ് ഈ പറഞ്ഞ പെർട്ടിക്കുലർ വൺ ഓക്കെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ എക്സാമിന് ചോദിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ യെസ് ഇനി ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് അതിലെ ഫസ്റ്റ് വൺ എന്താണ് ഏറ്റവും എപ്പോഴും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട് എന്താ പറയാ കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട് there are two types of frictions എന്തൊക്കെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ അപ്പം ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ഒരു 3 ലോസ് ഉണ്ട് ഏതൊക്കെ സാറിന് പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു പോകാം നോക്കാം എന്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ is independent of area of contact and the limiting static friction is directly proportional to the normal reaction അതായത് Fs is equal to എന്താണ് Fs is directly proportional to R normal reaction R ഇതിന്റെ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി കോൺസ്റ്റന്റ് എന്താ ഈക്വൽ ടു ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അതാണ് മ്യൂ അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മ്യൂസ് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും ഓക്കെ അപ്പം Fs അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫോഴ്സ് is equal to എന്താണ് µs into R എന്ന് വരും വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ഓക്കെ ആൻഡ് തേർഡ് ലോ എന്താണ് ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നേച്ചർ ഓഫ് സർഫസ് ഇൻ കോണ്ടാക്ട് അതായത് ഒരു രണ്ട് ഒബ്ജക്ട്സുകൾ തമ്മിൽ അതിന്റെ നേച്ചർ ഓഫ് സർഫസ് കോണ്ടാക്ട് ആ കോണ്ടാക്ട് വരുന്ന
സർഫസുകൾ പ്രതലങ്ങളുടെ സ്വഭാവം അനുസരിച്ചിട്ട് അവിടെ ഉണ്ടാകുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നു ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ തേർഡ് ലോ പറയുന്നത് കേട്ടോ. തേർഡ് ലോ പറയുന്നത്. ഓക്കെ, യെസ്. ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും എന്താ പറയാ, നിങ്ങൾക്കൊരു ലൈക്ക് ഒരു തിയറി പോർഷൻ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രിക്ഷൻ ഇസ് എ നെസസറി ഈവിൾ. എന്തുകൊണ്ടാണ് ഫ്രിക്ഷനെ ഒരു നെസസറി ഈവിൾ എന്ന് പറയാൻ കാരണം? ഒന്നുമില്ല, ഫ്രിക്ഷന് ഒരുപാടധികം അഡ്വാൻറ്റേജസ് ഉണ്ട് ആൻഡ് ഓൾസോ ഫ്രിക്ഷൻ ഇസ് ഹാവിംഗ് എ ലോട്ട് ഓഫ് ഡിസഡ്വാൻറ്റേജസ് അല്ലെ. അതായത് ഫ്രിക്ഷൻ ഇസ് എ നെസസറി ഈവിൾ എപ്പോഴും ചോദിച്ചു വരാനുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അതായത് എന്തുകൊണ്ടാണ് ഫ്രിക്ഷനെ നെസസറി ഈവൽ എന്ന് പറയാൻ കാരണം? ഒന്നുമില്ല, ഫ്രിക്ഷൻ ഒരുപാടധികം അഡ്വാൻറ്റേജസ് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ഫ്രിക്ഷൻ ഒരുപാടധികം ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പൊ നമുക്ക് അഡ്വാൻറ്റേജ് നോക്കാം. എന്തൊക്കെയാണ്? ഫ്രിക്ഷൻ ഹെൽപ്സ് us to walk on the ground. നമുക്ക് ഗ്രൗണ്ടിലൂടെ അല്ലെങ്കിൽ നമുക്ക് തറയിലൂടെ നടന്നു പോകാൻ എന്ത് വേണം? നമ്മുടെ കാലും നമ്മുടെ ഫ്ലോറും തമ്മിലുള്ള ഫ്രിക്ഷൻ വേണം. അതിലെങ്ങനെ സംഭവിക്കും? നമ്മൾ തെന്നി വീഴും. ദെൻ ഫ്രിക്ഷൻ ഹെൽപ്സ് us to hold objects. നമുക്ക് വസ്തുക്കളെ പിടിക്കുവാനായിട്ട് എന്താ പറയാ, ഹോൾഡ് ചെയ്യാൻ, ഗ്രാസ്പ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഫ്രിക്ഷൻ വേണം. ദെൻ ഫ്രിക്ഷൻ ഹെൽപ്സ് ഇൻ സ്ട്രൈക്കിംഗ് മാച്ചസ്. നമ്മൾ തീപ്പെട്ടി കത്തിക്കാൻ വേണ്ടി അല്ലെ എന്ത് യൂസ് ചെയ്യും? നമുക്ക് ഫ്രിക്ഷൻ വേണം. ദെൻ ഫ്രിക്ഷൻ ഹെൽപ്സ് ഇൻ ഡ്രൈവിംഗ് ഓട്ടോമൊബൈൽസ്. യെസ്, ഓട്ടോമൊബൈൽസ് ഡ്രൈവ് ചെയ്യുന്നതിൽ എന്ത് വേണം? ഫ്രിക്ഷൻ ഇസ് വെരി എസെൻഷ്യൽ. യെസ്, ഫ്രിക്ഷൻ ഹെൽപ്സ് ഇൻ സ്റ്റോപ്പിംഗ് വെഹിക്കിൾ. നമുക്ക് വാഹനം ഓടിച്ചാൽ പോരാ, നിർത്താൻ കൂടി വേണം അല്ലെ. ഓടിച്ചാൽ മാത്രം പോരാ, നിർത്താൻ കൂടി വേണം. അത് വി ഹാവ് ടു സ്റ്റോപ്പ് ദ വെഹിക്കിൾ. അപ്പം അതിനെന്ത് വേണം? വി ഹാവ് ടു അപ്ലൈ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഫ്രിക്ഷൻ ഇസ് വെരി മച്ച് നെസസറി. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് നോക്കാം. എന്തൊക്കെയാണ്? ഫ്രിക്ഷൻ പ്രൊഡ്യൂസസ് വെയർ ആൻഡ് ടയർ. തേയ്മാനം ഉണ്ടാക്കുന്നു അല്ലെ, ഒരുപാടധികം തേയ്മാനങ്ങൾ ഉണ്ടാക്കുന്നു. ഫ്രിക്ഷൻ ഹെൽപ്സ് ഇൻ എന്താ? യെസ്, വെയർ ആൻഡ് ടയർ. യെസ്, ഓൾറെഡി. കൂടാതെ നെക്സ്റ്റ് വൺ എന്താണ്? ഫ്രിക്ഷൻ ലീഡ്സ് ടു വേസ്റ്റേജ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. യെസ്, ഒരുപാടധികം താപോർജ്ജമായിട്ട് അല്ലെങ്കിൽ ഹീറ്റിന്റെ ഫോമിൽ എന്ത് സംഭവിക്കുന്നു? ഫ്രിക്ഷൻ നമ്മുടെ എനർജി ലോസ് ഉണ്ടാക്കുന്നു. ഹീറ്റിന്റെ ഫോമിൽ നമ്മുടെ എനർജി ലോസ് ആയി പോകുന്നു. അതുകൂടി എന്താണ്? ഫ്രിക്ഷന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. വെരി ഇമ്പോർട്ടന്റ് ഡിസഡ്വാൻറ്റേജ് ആണ്. എന്തുകൊണ്ടാണ്? നമുക്ക് അനാവശ്യമായിട്ട് ഹീറ്റ് ആയിട്ട് എന്ത് പോകുന്നു? നമ്മൾ കൊടുക്കുന്ന എനർജി ലോസ് ആയി പോകുന്നു. യെസ്, എനർജി എഫിഷ്യൻസി റെഡ്യൂസ് ചെയ്യും. നമ്മുടെ എഞ്ചിന്റെ ഒക്കെ ഏതൊരു മെഷീൻ ആയിക്കോട്ടെ, ഏതൊരു മെഷീന്റെ ആണെങ്കിലും അവിടുത്തെ അതിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ കാര്യക്ഷമത കുറയ്ക്കുന്ന ഒരു ഫാക്ടറാണ് നമ്മുടെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി സ്റ്റെപ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. എന്തെല്ലാം സ്റ്റെപ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ്? പോളിഷിംഗ് ദ സർഫസ് കോണ്ടാക്ട്. അതായത് കോണ്ടാക്റ്റിൽ വരുന്ന സർഫസുകൾ എന്ത് ചെയ്യാം? പോളിഷ് ചെയ്തിട്ട് മിനുസമാക്കി വെക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ റഫ് സർഫസ് മാറി സ്മൂത്ത് സർഫസ് ആവും. കമ്പാരിറ്റീവ്ലി അവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ കുറവായി മാറും. യെസ്, okay, yes. Then use of lubricants use ചെയ്യാം. Yes, lubricants use ചെയ്യാം. And finally ball bearings placed in between എന്താ പറയാ, ball bearings placed between moving parts of machines. ഒരുപാടധികം bearings ഉണ്ട്, ball bearings ഉണ്ട്, footstep bearings ഉണ്ട്, etc. ഒരുപാടധികം bearings ഉണ്ട്. അവിടെ കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറവ് ഫ്രിക്ഷൻ വരുന്ന ബെയറിംഗ് ആണ് ബോൾ ബെയറിംഗ്. ആ ബോൾ ബെയറിംഗ്സ് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി അവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ കുറയും. ഓക്കെ, ഓക്കെ. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്താണ്? സെക്കൻഡ് ലോ, ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ നിന്നും ഫോഴ്സിന്റെ ഇക്വേഷൻ F is equal to ma ഡിറൈവ് ചെയ്യുക. F is equal to ma ഡിറൈവ് ചെയ്യുന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എപ്പോഴും ചോദിച്ചു വരാറുള്ളൂ 2-3 മാർക്കിന് F is equal to ma ഡിറൈവ് ചെയ്യാൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ F is equal to dp by dt ആണല്ലേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ആണ്, dp by dt ആണ്. ബട്ട് മൊമെന്റം P is equal to മാസ് ഇൻടു വെലോസിറ്റി. നമുക്ക് അറിയാവുന്നതാണ് മൊമെന്റം P is equal to മാസ് ഇൻടു വെലോസിറ്റി ആണ്. അപ്പം ഈ P ക്ക് സാർ എന്ന് കൊടുത്തു, മാസ് ഇൻടു വെലോസിറ്റി എന്ന് കൊടുത്തു. അപ്പം F is equal to d by dt of mv എന്ന് വന്നു. നമുക്കറിയാം ഇവിടെ മാസ് ഇസ് എ യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് അല്ലെ, മാസ് ഒരു കോൺസ്റ്റന്റ് ഫിനോമിന ആണ്. നമ്മൾ എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ മാസ് won't ചേഞ്ച്, മാസ് എന്തായാലും മാറില്ല. അപ്പൊ ഓൾറെഡി പറഞ്ഞു, ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എത്രയായിരിക്കും മക്കളെ? 0 ആയിരിക്കും അല്ലെ. ഒരു കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോൾ ടേം 0 ആയി മാറി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഈ മാസിനെ ഔട്ട്സൈഡ് എടുത്തു. അപ്പൊ എന്ത് വന്നു? F is equal to mass into dv by dt എന്ന് വന്നു. dv by dt എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി is equal to എന്താണ്? ആക്സിലറേഷൻ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ F is equal to ma എന്ന് വന്നു. F is equal to mass into acceleration എന്ന് വന്നു. Okay, alright. Then yes, recoil of gun എന്താണ്? അതായത് ഒരു ആഫ്റ്റർ when we fire a gun, ഒരു ഗൺ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ there will be significant amount of backfire അല്ലെ. നമുക്ക് ബാക്കിലോട്ട് എന്ത് സംഭവിക്കുന്നു? ഒരു കൺസിഡറബിൾ amount of നമ്മൾ എന്ത് സംഭവിക്കുന്നു? ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നു. ആ ഫോഴ്സ് മൂലം എന്ത് സംഭവിക്കുന്നു? ഒരു വെലോസിറ്റി ബാക്കിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതായത്
നമുക്കറിയാം അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പം നമ്മൾ ഈ ഗണ്ണിനെ ഇഗ്നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബുള്ളറ്റ് മുന്നോട്ട് പോകുന്നു, ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ്, ഒരു ഇമ്മൻസ് എമൗണ്ട് ഓഫ് ഫോഴ്സ് എക്സേർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു അല്ലെ. മസിൽ വെലോസിറ്റി എന്ന് പറയുന്നതിനെ, ബുള്ളറ്റ് പോകുന്ന വെലോസിറ്റിനെ മസിൽ വെലോസിറ്റി എന്ന് പറയും. അപ്പം ആ ഒരു ഇമ്മൻസ് എമൗണ്ട് ഓഫ് വെലോസിറ്റിയിൽ മുന്നോട്ട് പോകുന്ന ബുള്ളറ്റ് കാരണം, ബുള്ളറ്റിന്റെ റിയാക്ഷൻ മൂലം എന്ത് സംഭവിക്കുന്നു, പുറകിലോട്ട് എന്ത് വരുന്നു, ഒരു വെലോസിറ്റി, നമ്മുടെ ഗണ്ണ് മൂവ് ചെയ്യുന്നു. ആ വെലോസിറ്റി, ആ ഒരു ഗണ്ണ് പുറകിലോട്ട് മൂവ് ചെയ്യുന്ന വെലോസിറ്റിനെ പറഞ്ഞ പേരാണ് എന്ത്, യെസ്, റീകോയിൽ വെലോസിറ്റി അല്ലെ, റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ലെറ്റ് എം എന്താണ്, ക്യാപിറ്റൽ എം ബി ദ മാസ് ഓഫ് ഗൺ ആൻഡ് സ്മോൾ എം ബി ദ മാസ് ഓഫ് ബുള്ളറ്റ്. ബുള്ളറ്റിന്റെ മാസ് സ്മോൾ എമ്മും ക്യാപിറ്റൽ എം എന്താണ് ഗണ്ണിന്റെ മാസ് ആണെങ്കിൽ, ഇനി ക്യാപിറ്റൽ വി ബി ദ വെലോസിറ്റി ഓഫ് റീകോയിലിംഗ് ആൻഡ് സ്മോൾ വി ദ വെലോസിറ്റി ഓഫ് മസിൽ വെലോസിറ്റി. അല്ലെങ്കിൽ ഗൺ ബുള്ളറ്റ് പോകുന്ന വെലോസിറ്റിയാണ് സ്മോൾ വിയും, ക്യാപിറ്റൽ വി എന്താണ് റീകോയിൽ വെലോസിറ്റി എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, യെസ്. അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം എന്താണ്, മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് ഈസ് ഈക്വൽ ടു മൊമെന്റം ബിഫോർ ഫയറിംഗ് ആയിരിക്കണം. ഇവിടെ ഗണ്ണും ബുള്ളറ്റും ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിളായി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ മൊമെന്റം, അവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന എന്താണ്, ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് ആയിരിക്കും. ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എം വി എന്താണ് ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ്, ആൻഡ് ക്യാപിറ്റൽ എം വി എന്താണ് ബുള്ളറ്റിന്റെ മൊമെന്റം ആണ്, ആൻഡ് ക്യാപിറ്റൽ എം വി എന്താണ് ഗണ്ണിന്റെ മൊമെന്റം ആണ്. അങ്ങനെയാണെങ്കിൽ എം വി പ്ലസ് എം വി സി ഈക്വൽ ടു 0 ആണ്. അതല്ല, കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0 ആണ് അല്ലെ, 0 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എം വി ഇസ് ഈക്വൽ ടു, നമുക്ക് അതിൽ നിന്നും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ക്യാപിറ്റൽ ലെറ്റർ വി, അതായത് റീകോയിൽ വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു മൈനസ് എം വി ബൈ എം എന്ന് കിട്ടും. ഈ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ, ഈ ഒരു ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. വി ഇസ് ഈക്വൽ ടു മൈനസ് എം വി ഡിവൈഡ് ബൈ എം എന്ന് പറയുന്ന ഇക്വേഷൻ, അതായത് റീകോയിൽ വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു മൈനസ് എം വി ബൈ എം എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ സാറേ? യെസ്, ഓക്കെ, ഫൈൻ, ഓൾറൈറ്റ്. അപ്പൊ റീകോയിൽ എത്ര നോക്കാം. റീകോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് റീകോയിൽ, ഗണ്ണ് ബാക്കിലോട്ട് വരുന്ന ഫിനോമിന ആണ് റീകോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് ആയിരിക്കും. ഓക്കെ, യെസ്, നമ്മൾ ചെയ്ത ഓക്കെ, യെസ്. ഒരു ക്വസ്റ്റ് നോക്കാം, ഒരു സിമ്പിൾ ക്വസ്റ്റ് നോക്കാം കേട്ടോ, സിമ്പിൾ ക്വസ്റ്റ് നോക്കാം. നമ്മൾ ഇത്രയും പറഞ്ഞ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ചോദിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, എ ബുള്ളറ്റ് ഓഫ് മാസ് 0.04 kilogram moving with the speed of 90 meter per second enters a heavy wooden block and is stopped after a distance of 60 centimeter. What is the average resistive force exerted by the block on the bullet? അതായത് ഒരു മരത്തിന്റെ ബ്ലോക്കിലേക്ക് എന്ത് സംഭവിക്കുന്നു, നമ്മൾ ഒരു ബുള്ളറ്റ് ഒന്ന് ഹിറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ബുള്ളറ്റിന്റെ മാസ് എത്ര മക്കളെ, 0.04 ആണ് കേട്ടോ, 0.04 ആണ്. ആൻഡ് വിത്ത് സ്പീഡ് ഓഫ് 90 meter per second, ആണ്. enters the heavy wooden block and is stopped after a 60 centimeter. അതായത് ഈ ബ്ലോക്കിലേക്ക് ഒരു 60 centimeter പെനിട്രേറ്റ് ചെയ്തിട്ടാണ് എന്ത് സംഭവിച്ചത്, നമ്മുടെ ബുള്ളറ്റ് സ്റ്റോപ്പ് ചെയ്തത്. ഓക്കെ, അതായത് ഈ വുഡൻ ബ്ലോക്കിലേക്ക് ഇതാണ് വുഡൻ ബ്ലോക്കെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന ബുള്ളറ്റ് നേരെ വന്ന് ഹിറ്റ് ചെയ്തു, ഒരു 60 centimeter മാറിയിട്ടാണ് സംഭവിച്ചത്, ബുള്ളറ്റ് സ്റ്റോപ്പ് ആയത് കേട്ടോ. ഈ വുഡൻ ബ്ലോക്കിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോയിട്ട് 60 centimeter കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബുള്ളറ്റ് സ്റ്റോപ്പ് ആയിരുന്നത്. അത്രയാണ് ഗിവൺ ഡേറ്റാസ്. ദീസ് ആർ ദ ഗിവൺ ഡേറ്റാസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഇസ് ദ ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ ബ്ലോക്ക് ഓൺ ദ ബുള്ളറ്റ്. അതായത് ഈ ബുള്ളറ്റിൽ എത്രത്തോളം, ഈ ഒരു വുഡൻ ബ്ലോക്ക് എത്രത്തോളം ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ് അവിടെ എക്സേർട്ട് ചെയ്തു എന്നാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ, എക്സേർട്ട് ചെയ്തു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. സിമ്പിൾ ആണ്, സാറോട് ആൻസർ പെട്ടെന്ന് കാണിക്കാം, നോക്കാം. യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. നമ്മുടെ എന്താണ് ഗിവൺ ഡേറ്റാസ് എന്തൊക്കെയാണ്? മാസ് ഇസ് ഈക്വൽ ടു 0.04 കിലോഗ്രാം ആണ്. മാസ് ഇസ് ഈക്വൽ ടു 0.04 കിലോഗ്രാം ആണ്. ഇനീഷ്യൽ വെലോസിറ്റി യു എത്രയാണ്? 90 meter per second ആണ്. ഇനിഷ്യൽ വെലോസിറ്റി യു ഇസ് ഈക്വൽ ടു 90 meter per second ആണ്. ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0. അതായത് ബുള്ളറ്റ് പോയി ഇവിടെ സ്റ്റോപ്പ് ചെയ്തു അല്ലെ, ബുള്ളറ്റ് പോയിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തു, വിച്ച് മീൻസ് അവിടെ ഫൈനൽ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും.
ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എസ്, അതായത് ഈ ഡിസ്പ്ലേസ്മെന്റ് മക്കളെ 60 സെന്റിമീറ്റർ ആണ്. 60 സെന്റിമീറ്റർ ആണ്. അപ്പം ഈ സെന്റിമീറ്റർ നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻടു മീറ്റർ, SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. മക്കൾക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുള്ളത് അവിടെയാട്ടോ, അവിടേക്കാണ് തെറ്റിപ്പോവാൻ സാധ്യതയുള്ളത്. അതായത് എന്താണ്? വി ഹാവ് ടു കൺവേർട്ട് എല്ലാ യൂണിറ്റ്സിനെയും എന്തിലേക്ക് മാറ്റണം? SI യൂണിറ്റിലേക്ക് മാറ്റണം. SI യൂണിറ്റിലേക്ക് മാറ്റണം. യെസ്. അപ്പം യെസ് പോയിന്റ് അവിടെ സെന്റിമീറ്റർ അല്ല മീറ്റർ എന്നാട്ടോ, മാറിപ്പോയതാണ്. 0.6 സെന്റിമീറ്റർ എന്നല്ല മീറ്റർ. താങ്ക്സ് റുവാൻ. യെസ്, റുവാൻ ഫാത്തിമ. യെസ്, ഓൾറെഡി ഓക്കെ ഫൈൻ. ഓക്കെ യെസ്. അങ്ങനെയാണെങ്കിൽ നോക്കാം. The retardation A of the bullet is assumed to be constant. അതായത് അതിൽ ആക്ട് ചെയ്യുന്ന റിട്ടാർഡേഷൻ A എത്രയാണ്? ബുള്ളറ്റിന്റെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? v² - u² = 2s. സാറേ നിവിൻ സാർ ചാപ്റ്ററിലത്? യെസ്. ഓക്കെ യെസ്, നിവിൻ സാർ പറയട്ടോ, ഈ ചാപ്റ്റർ നിവിൻ സാർ പറയും. ഓക്കെ യെസ്, v² - u² = 2as ആണ് അല്ലെ? 2as ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കാം, നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 0 - 90² = 2 × a × 0.6. 2 × a × 0.6 ആണ്. എസ് എത്രയാണ്? ഇവിടെ 60 സെന്റിമീറ്റർ കൺവേർട്ട് ചെയ്തു. 0.6 മീറ്റർ ആണ്, സെന്റിമീറ്ററിലെ സാറിന് മിസ്റ്റേക്ക് ആണ്. ഓക്കെ യെസ് യെസ് ഫൈനലി ദെൻ എന്താണ്? ഇതിൽ നിന്നും ആക്സലറേഷൻ is equal to -90² / 2 × 0.6 എന്ന് വരും. ആൻഡ് എത്ര കിട്ടും? ആക്സലറേഷൻ is equal to 6750 m/s² എന്ന് വരും. 6700 m/s² എന്ന് വരും. ഇതിൽ നിന്നും the retarding force എന്താണ്? F is equal to m അല്ലേ? F is equal to m ആണ്. അതിൽ നിന്നും മാസ് ഇൻടു ആക്സിലറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് സൈൻ വരാൻ കാരണം എന്താണ്? ഓപ്പോസിംഗ് ഫോഴ്സ് അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വരാൻ കാരണം കേട്ടോ. നെഗറ്റീവ് സൈൻ വരാൻ കാരണം. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എന്ത് കിട്ടും? -270 ന്യൂട്ടൺ എന്ന് കിട്ടും. -270 ന്യൂട്ടൺ എന്ന് കിട്ടും. എന്തുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വരാൻ എന്ന് പറഞ്ഞത്? ഒന്നുമില്ല, ഇവിടെ എന്താണ്? ഓപ്പോസിംഗ് ഫോഴ്സ് ആണ്. അതായത് ബുള്ളറ്റിനെ പെനിട്രേഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. റെസിസ്റ്റീവ് ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും. എപ്പോഴും റെസിസ്റ്റീവ് ഫോഴ്സുകൾ എപ്പോഴും നെഗറ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും. ഒപ്പോസിംഗ് ആയതുകൊണ്ടാണ് അവിടെ -270 ന്യൂട്ടൺ എന്ന് പറയാൻ കാരണം അല്ലേ? യെസ് അഞ്ജലി അഞ്ജന. യെസ് അടിപൊളി. ഓൾറൈറ്റ് യെസ് ഓൾറൈറ്റ് മക്കളെ. അപ്പം ഇതില് എന്താ പറയാ, ഇനി ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള 2 ഡെറിവേഷൻസ് ഉണ്ട് അല്ലേ സാറേ? യെസ്, 2 ഡെറിവേഷൻസ് ഉണ്ട്. നിവിൻ സാർ ഇസ് വെയിറ്റിംഗ് കേട്ടോ. നിവിൻ സാർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സാർ എനിക്ക് നിൽക്കുകയാണ്, ഞാൻ പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഐ വിൽ ജസ്റ്റ് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ ഓൾറൈറ്റ്. അപ്പം ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മാക്സിമം സേഫ് സ്പീഡ് ഓൺ എ കർവ്ഡ് ലെവൽ റോഡ്. ഒരു കർവ്ഡ് ലെവൽ റോഡിൽ ഉണ്ടാകുന്ന ഒരു കാറിന്, ഒരു വെഹിക്കിൾ ടേക്സ് എ ടേൺ ഓൺ എന്താ പറയാ ലെവൽ റോഡ് അല്ലേ? ഒരു ബാങ്കിങ് ഓഫ് റോഡ് തൊട്ട് മുന്നോട്ട് ടോപ്പിക് ഉണ്ടോ? അത് കഴിഞ്ഞാൽ ബാങ്കിങ് ഓഫ് ചെയ്യാം. ഓക്കെ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മാക്സിമം സേഫ് സ്പീഡ് ഓൺ എ കർവ്ഡ് ലെവൽ റോഡ്. യെസ്, ഇത് മാറ്റാം. യെസ് ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു ലെവൽ റോഡിൽ ഒരു കർവ് എടുക്കുന്ന, ഒരു കർവിൽ ടേൺ എടുക്കുന്ന ഒരു കാറിന് എത്രത്തോളം സേഫ് സ്പീഡിൽ ടേൺ ചെയ്ത് പോകാൻ പറ്റും എന്നാണ് നാം കണ്ടുപിടിക്കേണ്ടത്. ഈ 2 ഡെറിവേഷൻസ് എന്തായാലും മക്കളെ നിങ്ങൾക്ക് പഠിച്ചിട്ട് തന്നെ പോകാം. ബിക്കോസ് നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും വരാൻ സാധ്യതയുള്ള 2 ഡെറിവേഷൻസ് ആണ്. എന്താ പറയാ, നമ്മുടെ ബാങ്ക് റോഡ് ആണെങ്കിലും ലെവൽ റോഡ് ആണെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്, ഏറ്റവും കൂടുതൽ നിർബന്ധമായിട്ടും വരച്ച് പഠിച്ച് ചെയ്തു പോകേണ്ടത് നമ്മുടെ ബാങ്കിങ് ഓഫ് റോഡ്സ് അല്ലെങ്കിൽ ബാങ്ക് റോഡ് ഉണ്ടാവുന്ന പെർമിസിബിൾ വെലോസിറ്റി കണ്ടുപിടിക്കണം കേട്ടോ. സാർ പറഞ്ഞുതരാം. ഓക്കെ നോക്കാം. ഇവിടെ ലെവൽ റോഡിൽ ഒരു കാർ ഉണ്ട്. ഏതാണ്? മസ്താങ് ആണോ? യെസ്, മസ്താങ് ഉണ്ട്. യെസ്, ലെവൽ റോഡിലിരിക്കുന്ന മസ്താങ് ഉണ്ട്. ഇതിന്റെ മസ്താങ് അല്ലേ? ഡോഡ്ജോ ആണ്. വാട്ടർ എന്തായിക്കോട്ടെ, കാറാണല്ലോ, അത് പോയി. ഓക്കെ, ഇവിടെ ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പ്രൊവൈഡ്സ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഇവിടെ ആവശ്യമായിട്ടുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഇവിടെ ആവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് അല്ലെ? നമുക്കറിയാം there are 2 types of forces when experienced on a rotational motion. ഏതൊക്കെയാണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട്. അതായത് ഒരു കറങ്ങുന്ന വസ്തുവിന് അതിന്റെ എന്താ പറയാ ഓർബിറ്റിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള ഫോഴ്സ് എന്താ സാറേ? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അല്ലേ? യെസ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. ഇനി കറങ്ങാൻ സഹായിക്കുന്ന ഫോഴ്സ്, ആ ഒബ്ജക്റ്റിനെ കറങ്ങാൻ സഹായിക്കുന്ന ഫോഴ്സ് എന്താ സാറേ? സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഓക്കെ, സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. അപ്പം ഈ ഫോഴ്സ് നമുക്ക് ഈ ഒരു കാറിന് സേഫ് ആയിട്ട് കറങ്ങി പോകണമെങ്കിൽ എന്ത് വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. അപ്പം അതാണ് പറയുന്നത്. ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്ന ആരാണ്? അവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് അല്ലെ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ഓക്കെ, അപ്പം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ is equal to, യെസ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ F is equal to mv²/r. mv²/r എന്താണ്? mv²/r എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് കേട്ടോ. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് mv²/r. ഓക്കെ, mv²/r. ഇനി നമുക്കറിയാം
സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഫ് എസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് എൻ ആണ് അല്ലെ, മ്യൂ എസ് എൻ ആണ്. അതായത് നോർമൽ റിയാക്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇൻടു നോർമൽ റിയാക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തും എം വി സ്ക്വയർ ബൈ ആർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് എം ജി. ഇവിടെ എന്താണ് നോർമൽ റിയാക്ഷൻ എന്താണ് അതിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. അതിന്റെ വെയിറ്റ് ആണ് എം ജി, ഈ കാറിന്റെ വെയിറ്റ് ആണ് എം ജി, അതിന് ഈക്വൽ ആയിരിക്കും എന്ന് അതിനുണ്ടാവുന്ന നോർമൽ റിയാക്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് വന്നു എം വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു മ്യൂ എസ് എം ജി എന്ന് വന്നു. ഇതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും മക്കളെ? യെസ്, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് വി മാക്സ്, അതായത് മാക്സിമം വെലോസിറ്റി അറ്റ് വിച്ച് നമുക്ക് ഈ കാറിനെ സേഫ് ആയിട്ട് കർവ് എടുത്ത് പോകാൻ പറ്റുന്ന വെലോസിറ്റിയാണ് മാക്സിമം വെലോസിറ്റി, അല്ലെങ്കിൽ വി മാക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ എസ് ആർ ജി, വേർ ആർ എന്താണ് റേഡിയസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ കർവ്. ഈ ഒരു കർവിന്റെ ആ റേഡിയസ് ആണ്, ജി എന്താണ് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ആണ്, ആൻഡ് മ്യൂ എസ് എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. മ്യൂ എസ് ഇസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇതാണ് ഇതിന്റെ ഏറ്റവും എന്താ പറയാ ഈ ഒരു ലെവൽ റോഡ് ഉണ്ടാവുന്ന ഏറ്റവും പ്രശ്നം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്താണ്? ഇവിടെ നമ്മൾ ആരെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മൾ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ടയർ ആൻഡ് റോഡ്, ഈ ഒരു ഫാക്ടറിനെ മാത്രമാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ലെവൽ റോഡുകളിൽ പോയി കഴിഞ്ഞാൽ ആക്സിഡന്റ്സ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യത. ഓക്കെ, ആക്സിഡന്റ്സ് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നതാണ് ബാങ്ക്ഡ് റോഡ്. യെസ്, ബാങ്ക്ഡ് റോഡ് അല്ലെ. ബാങ്ക് റോഡ് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഈ ഒരു ഡെഫിഷ്യൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐഡിയയാണ് ബാങ്ക് റോഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ മക്കളെ നോക്കി വെച്ചോ. യു വിൽ ബി എന്താ പറയാ നിങ്ങൾ എക്സാമിന് ഒരുപാടധികം നിങ്ങൾ ഇന്റർഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, വാട്ട് യു മീൻ ബൈ ബാങ്കിങ് ഓഫ് കർവ്ഡ് റോഡ്? ഒരു കർവ്ഡ് റോഡ് ഉണ്ടാവുന്ന എന്താണ് കർവ്ഡ് റോഡ്, അല്ലെങ്കിൽ എന്താണ് ബാങ്കിങ് ഓഫ് കർവ്ഡ് റോഡ് എന്ന് പറയുന്നത്? ഓക്കെ, then obtain the expression for maximum permissible speed of a vehicle on a banked road. ഒരു വെഹിക്കിളിന് ബാങ്ക്ഡ് റോഡിൽ അതിന് ഏറ്റവും മാക്സിമം പെർമിസിബിൾ സ്പീഡ്, അതിന് ഏറ്റവും സേഫ് ആയിട്ട് പോകാൻ പറ്റുന്ന സേഫ് ആയിട്ട് പോകാൻ പറ്റുന്ന വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, യെസ്, then what? Write the expression for optimum speed. അതായത് എന്താണ്? വിത്തൗട്ട് കൺസിഡറിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലാതെ ഓപ്റ്റിമം ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് കൂടി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങളെ എഴുതണം. ഈ ഒരു ക്വസ്റ്റ്യൻ വെരി 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 ഇമ്പോർട്ടന്റ് മക്കളെ, എന്തായാലും ഓർത്തിരിക്കുക കേട്ടോ, ഓർത്തിരിക്കുക. ഷുവർ. ഓക്കെ, നോക്കുക, ഫസ്റ്റ് വൺ എന്താണ്? വാട്ട് യു മീൻ ബൈ ബാങ്കിങ് ഓഫ് കർവ് റോഡ്? അത് എന്താണ് ബാങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, എന്താണ്? റൈസിംഗ് ഓഫ് ഔട്ടർ എഡ്ജ് ഓഫ് എ കർവ്ഡ് റോഡ് എബവ് ദ ഇന്നർ എഡ്ജ് ഇസ് കോൾഡ് ബാങ്കിങ് ഓഫ് കർവ്ഡ് റോഡ്സ്. അതായത് ഒരു റോഡിന്റെ ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിനേക്കാൾ ഉയർത്തി നിർമ്മിക്കുന്ന രീതിയെ പറയുന്ന പേരാണെന്ത്? അതിന്റെ ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് പറയാം കേട്ടോ. അതായത് യെസ്, ഇതാണ് റോഡെങ്കിൽ ഇതാണ് എന്റെ ഔട്ടർ എഡ്ജ്, ഇതാണ് എന്റെ ഇന്നർ എഡ്ജ്. അതായത് ഇന്നർ എഡ്ജിനേക്കാൾ കൂടുതൽ ഉയരത്തിൽ ഔട്ടർ എഡ്ജ്, റോഡിന്റെ ഔട്ടർ എഡ്ജിനെ എലിവേറ്റ് ചെയ്യുന്ന രീതിയെ പറയുന്ന പേരാണ് മക്കളെ ബാങ്ക്ഡ് റോഡ് എന്ന് പറയാം കേട്ടോ. ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് പറയാം. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്താ പറയാ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്താണ്? അതിന്റെ ഡെറിവേഷൻ ആണ് കേട്ടോ. ഈ ഒരു ഫിഗർ മക്കൾ എന്ത് ചെയ്യുക? വരച്ച് പഠിച്ച് തന്നെ പോവാ. ഓക്കെ, ഇവിടെ സാറ് കാർ എടുത്ത് ഒഴിവാക്കുന്നുള്ളൂ. ദ കോൺസെപ്റ്റ് സെയിം. ഓക്കെ, ഒരു കാർ ഉണ്ടായിരുന്നു, കാർ ഒഴിവാക്കുന്നുള്ളൂ. ഓക്കെ, കോൺസെപ്റ്റ് സെയിം. ഓക്കെ, യെസ്. ഇതില് n cos θ, അതായത് എന്താ മക്കളെ? നോർമൽ റിയാക്ഷൻ എന്നിനെ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് കോമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പം എന്താ? n cos θ is equal to mg plus f sin θ. നമുക്ക് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യമാണ്. n cos θ is equal to എന്തൊക്കെയാണ്? mg plus f sin θ ആണ് അല്ലെ, mg plus f sin θ ആണ്. ഇതിൽ നിന്നും mg is equal to എന്ത് വന്നു? n cos θ minus f sin θ എന്ന് വന്നു. mg is equal to n cos θ minus f sin θ എന്ന് വന്നു. ഓക്കെ, ഇതിന് സാർ എന്ത് ചെയ്തു? ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി എന്താണ്? The centripetal force is provided by the horizontal components of n and fs. അതായത് നോർമൽ റിയാക്ഷന്റെയും സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെയും കോമ്പോണൻസ് മൂലമാണ് ഈ ഒരു ബാങ്ക്ഡ് റോഡിൽ എന്ത് സംഭവിക്കുന്നത്? നമുക്ക് ആവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് ലഭ്യമാകുന്നത്. അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? നമുക്ക് കാറിനെ സ്മൂത്ത് ആയിട്ട് സേഫ് ആയിട്ട് കർവ് എടുത്ത് പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് പ്രകാരം എന്ത് ചെയ്താം? n sin θ plus f cos θ is equal to mg divided by mv square by r. mg divided by mv square by r. യെസ്. ചിലപ്പോൾ ഇത് വരയ്ക്കാൻ മാത്രം ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ഫിഗർ തന്നിട്ട് ഇതിൽ 1, 2, 3 കോമ്പോണൻസ് മിസ് ചെയ്യുന്നുണ്ടാവും, അവർ മാറ്റി ഒളിപ്പിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ പറയും നിങ്ങളത്
എന്തൊക്കെയാണ് മിസ്സിംഗ് കോമ്പോണൻസ് എന്ന് കൂടെ എഴുതാൻ ഐഡന്റിഫൈ ചെയ്യാൻ വരാറുണ്ട്. അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വാട്ട് എവർ ദ മാൻ, ദ തിങ് ഈസ് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നും ഈ ഒരു ബാങ്കിങ് ഓഫ് ഫ്രോഡ്സിൽ നിന്നും എന്തൊക്കെ സംഭവിച്ചാലും എന്ത് സംഭവിക്കും നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് എന്താ പറയാ ക്വസ്റ്റ്യൻസ് ഡാം ഷുവർ. എന്നിരുന്നാലും ഇവിടെ നിന്നും ക്വസ്റ്റ്യൻ വന്നിരിക്കും. ഇത് ഇറ്റ് ക്യാൻ ബി ഡെറിവേഷൻ, അല്ലെങ്കിൽ ഇതിന്റെ പ്രോബ്ലം ആവാം, അല്ലെങ്കിൽ സാറ് പറഞ്ഞ പോലെ എന്താണ് ഒന്നോ രണ്ടോ എലമെന്റ്സ് മാറ്റി നിർത്തിയിട്ട് ഒന്നോ രണ്ടോ വാല്യൂസ് മാറ്റി നിർത്തിയിട്ട് അതെന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അങ്ങനെയെല്ലാം വന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെയെല്ലാം വന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ എൻ കോസ് തീറ്റ. എൻ കോസ് തീറ്റ എന്ന് പറയുന്ന ഒരു കോമ്പോണന്റ് കൊണ്ട് എന്ത് ചെയ്യാം, ഈ ഹോൾ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യാം. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ യെസ്, ഈ ഒരു ഹോൾ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യാം, എൻ കോസ് തീറ്റ എന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. സാർ ഇത് സിംപ്ലിഫൈ ചെയ്തിരിക്കാം കേട്ടോ. ഒരുപാട് ഡെപ്തിൽ പോകാൻ സമയത്തുണ്ട്. സാർ ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് മതി, ദിസ് ഇസ് ഇനഫ്. അല്ലാതെ ഓരോ സ്റ്റെപ്പിലും എങ്ങനെയെല്ലാം വന്നു എന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, യെസ്, ഓൾറൈറ്റ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, 1 minus mu s tan theta divided by tan theta plus mu s is equal to rg by v square എന്ന് വന്നു. ഇതിൽ നിന്നും നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത് മക്കളെ, വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം v square is equal to rg mu s plus tan theta all divided by 1 minus mu s tan theta. അങ്ങനെയാണെങ്കിൽ v square അറിയാം, എന്താണ് വേണ്ടത്, v ആണ് വേണ്ടത്. അപ്പം എന്ത് ചെയ്യാം, റൂട്ട് സ്ക്വയർ റൂട്ട് എടുക്കാം അല്ലെ, സ്ക്വയർ റൂട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ maximum velocity Vmax is equal to root of rg mu s plus tan theta all divided by 1 minus mu s tan theta എന്ന് വന്നു. ഓക്കെ, ഈക്വേഷൻ ആണ് നമ്മുടെ ഫൈനൽ ഈക്വേഷൻ. ദീസ് സ്റ്റെപ്സ് ആർ ഇനഫ്. ഇത്രയും മതി. അല്ലാതെ എല്ലാം ഇൻ ഡെപ്ത് നിങ്ങൾ എഴുതി വെക്കുന്ന ഒരു നിർബന്ധമില്ല കേട്ടോ. ഇത്രയും മതി, നിങ്ങൾക്ക് കോൺസെപ്റ്റുകൾ കിട്ടിയാൽ മാത്രം മതി. ഓക്കെ, യെസ്. നമ്മുടെ സി ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഇഫ് ഫ്രിക്ഷൻ ഇസ് ആബ്സെന്റ്. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും, there won't be, ഇവിടെ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ there won't be any coefficient of friction. ഇവിടെ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ coefficient of static friction ഉണ്ടാവില്ല അല്ലെ. coefficient of static friction ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ mu s will be equal to 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒപ്റ്റിമം വെലോസിറ്റി, ഒപ്റ്റിമം സ്പീഡ് ഒന്നുമില്ല. ഇവിടെ mu s പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്, റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ എന്ന് പറഞ്ഞ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതായത് ഫ്രിക്ഷൻ അവിടെ റോഡിലും ടയറിനും ഇടയ്ക്ക് ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്ത് സംഭവിക്കും, ആർ ജി ടാൻ തീറ്റ അല്ലെങ്കിൽ റൂട്ട് ആർ ജി ടാൻ തീറ്റ എന്ന് പറയുന്ന വെലോസിറ്റിയിൽ സേഫ് ആയിട്ട് പോകാൻ പറ്റും. ഇത്രയും ഉള്ളൂ. ഈ കാര്യം ഓക്കെ ആണെങ്കിൽ ഷോ മി സം പവർ ബോയ്സ്, കമോൺ ബോയ്സ് ആൻഡ് ഗേൾസ്. ഓബിയസ്ലി ബോയ്സ് ആൻഡ് ഗേൾസ്. നിങ്ങളൊരു കഥ അവിടെ ബോയ്സ് ആൻഡ് ഗേൾസ് അവിടെ ഓൾറെഡി ഒരുപാട് പേരുണ്ട്. യെസ്, നിവിൻ സാർ ഇസ് കോൺസ്റ്റന്റ്ലി കീപ്പിംഗ് അപ്പ് വിത്ത് യു. യെസ്, അപ്പൊ നമുക്ക് കമോൺ ഷോ മി സം പവർ. അടിപൊളി. അങ്ങനെയാണെങ്കിൽ ഒട്ടും സമയം വേസ്റ്റുന്നില്ല. യെസ്, ലെറ്റ്സ് മൂവ് ഓൺ ടു തേർഡ് ചാപ്റ്റർ കേട്ടോ. ഇന്നത്തെ സെഷനിലെ സാറിന്റെ അവസാന ചാപ്റ്റർ ആണ്. ആൻഡ് യെസ്, നിവിൻ സാർ ഇസ് വെയിറ്റിംഗ് ഫോർ യു ഫോർ ദ ലോങ് ടൈം അല്ലെ. ഒരുപാട് നേരമായിട്ട് നിവിൻ സാർ മുൾമുനയിലാണ് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ഇന്റർഫേസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് നേരമാണ് ഹീസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പം ഞാൻ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യുന്നില്ല. മൂവിംഗ് ടു മൈ ലാസ്റ്റ് ചാപ്റ്റർ. എന്തൊക്കെയാണ് സാറേ? യെസ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. യെസ്, ക്ലിയർലി വിസിബിൾ ആണ് അല്ലെ, ക്ലിയർലി ഓഡിബിൾ അല്ലെ. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എന്താണ്, സോളിഡ്സ് അല്ലെ. യെസ്, സുഖ സിമ്പിൾ. യെസ്, ആദ്യം പറയാൻ പോകുന്നത് എന്താണ് ഒന്നുമില്ല, റിജിഡ് ബോഡി. എന്താ റിജിഡ് ബോഡി? A rigid body generally means a hard solid object having definite shape and size. അതായത് definite ഷേപ്പും സൈസും ഉള്ള ഒരു ബോഡിനെ പറയുന്ന പേരാണ് റിജിഡ് ബോഡി ആണ് അല്ലെ. അതിൽ എന്തൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാലും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു പോയിന്റ്സ് വിത്തിൻ ദ ബോഡി റിമെയിൻസ് എന്തായിരിക്കും മക്കളെ? എന്തായിരിക്കും? കോൺസ്റ്റന്റ് അല്ലെ. കോൺസ്റ്റന്റ് ആണ്. സാർ ഓൾറെഡി പഠിപ്പിച്ച ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പോയ കാര്യമാണ് ക്ലാസ്സിൽ അല്ലെ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു പോയിന്റ്സ് വിത്തിൻ ദ ബോഡി റിമെയിൻസ് കോൺസ്റ്റന്റ് അല്ലെ, അണ്ടർ ദ ആക്ഷൻ ഓഫ് എനി കൈൻഡ് ഓഫ് ഫോഴ്സ്. എന്തൊക്കെ ടൈപ്പ് ഫോഴ്സ് വന്നു കഴിഞ്ഞാലും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു പോയിന്റ്സ് വിത്തിൻ ദ ബോഡി റിമെയിൻസ് കോൺസ്റ്റന്റ്. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ബോഡിയാണെന്ന് നോക്കണേ. എന്താണ് നമ്മുടെ റിജിഡ് ബോഡി എന്ന് പറയുന്നത് കേട്ടോ. റിജിഡ് ബോഡി. യെസ്, അടിപൊളി. ഓക്കെ, യെസ്. ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം, the property of a material body by which it regains its original dimension. അതായത് എന്താണ് ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ബോഡിനെ ഡീഫോം ചെയ്തു, അതിന്റെ സൈസ് കൂട്ടി, അതായത് ഡീഫോമിംഗ് ഫോഴ്സ് വെച്ചിട്ട് ഞാൻ അതിന്റെ സൈസ് മാറ്റി കഴിഞ്ഞു. Then when I release that particular deforming force, ഞാൻ ആ deforming force റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒബ്ജക്റ്റ് അതിന്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ?
ഉണ്ടെങ്കിൽ അതിന് സഹായിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? ഇലാസ്റ്റിസിറ്റി. അതായത് സർന്നൂടി പറഞ്ഞുതരാം, ഒരു ബോഡിയിലേക്ക് ഞാൻ ഫോഴ്സ് കൊടുത്തു, ഫോഴ്സ് കൊടുത്തിട്ട് എന്ത് ചെയ്തു? അതിനെ ഡീഫോം ചെയ്തു. ഇനി ഈ ഡീഫോമിംഗ് ഫോഴ്സ് ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോഡി അതിന്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് സഹായിക്കുന്ന പ്രോപ്പർട്ടിയാണ് അതിന്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അതാണ് അതിന്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയാം. ഇപ്പം ഇതിന്റെ ഡയമെൻഷൻ ഇറ്റ് ക്യാൻ ബി ലെങ്ത്, വോളിയം ഓർ ഷേപ്പ്. ഓക്കെ, ലെങ്ത് ആകാം, വോളിയം ആവാം, ഷേപ്പ് ആവാം. ഓക്കെ, യെസ്. ഓൺ ദ റിമൂവൽ ഓഫ് ദ ഡീഫോമിംഗ് ഫോഴ്സ് ഇസ് കോൾഡ് ഇലാസ്റ്റിസിറ്റി. ഒബ്ജക്റ്റിനെ അതിന്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ സഹായിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, യാ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അല്ലെ. നിങ്ങൾക്ക് ഓബ്വിയസ്ലി എക്സാം ആവുന്നതോറും എന്താ പറയാ, എക്സാമിന്റെ ഡേറ്റ് ആവുന്നതോറും ഉണ്ടാവുന്ന പ്രോപ്പർട്ടീസ് ആണ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. അത് മെന്റൽ കേസ് ആണ്. ദിസ് ഇസ് കം ടു ഫിസിക്സ്. ദിസ് ഇസ് എന്താ പറയാ, ദിസ് ഇസ് ഓൾസോ ഫിസിക്സ്. ഇത് ഫിസിക്സ് ആണ്, അത് മെന്റൽ സ്റ്റേറ്റ് ആണ്. കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഓക്കെ, അപ്പം എന്താണ് സ്ട്രെസ്, എന്താണ് സ്ട്രെയിൻ നോക്കാം കേട്ടോ. സ്ട്രെസ് ഒരുപാട് പേര് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് സ്ട്രെസ്? എന്താണ്? റീസ്റ്റോറിംഗ് ഫോഴ്സ് സെറ്റപ്പ് ഇൻസൈഡ് ദ ബോഡി പെർ യൂണിറ്റ് ഏരിയ. സിംപ്ലി ഫോഴ്സ് ബൈ ഏരിയ ആണ് എന്ത്? സ്ട്രെസ് എന്ന് പറയുന്നത് കേട്ടോ. ഫോഴ്സ് ബൈ ഏരിയ ആണ്. സിംപ്ലസ്റ്റ് വേർഡ്സിൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് അതിൽ ഉണ്ടാവുന്ന സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, യാ, ദെൻ സ്ട്രെസ് ഇസ് ഈക്വൽ ടു റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ. റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ, റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്താ മക്കളെ? അതായത് ഓൺ ദ റിമൂവൽ ഓഫ് ഡീഫോമിംഗ് ഫോഴ്സ്. ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിന് അതിന്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ സഹായിക്കുന്ന ഫോഴ്സ് ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഓക്കെ, ഐ റിപ്പീറ്റ്, ഓൺ ദ റിമൂവൽ ഓഫ് ഡീഫോമിംഗ് ഫോഴ്സ്. ഡീഫോമിംഗ് ഫോഴ്സ് എന്താണ്? ഒരു ഒബ്ജക്റ്റിന്റെ സൈസ് അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ്, അതിന്റെ ലെങ്ത്, വാട്ട് പറയുന്നത് ഡയമെൻഷൻ മാറ്റാൻ ഞാൻ കൊടുത്ത ഫോഴ്സ് ആണ് ഡീഫോമിംഗ് ഫോഴ്സ്. ഡീഫോം ചെയ്യുന്ന ഫോഴ്സ് ആണ് ഡീഫോമിംഗ് ഫോഴ്സ്. ഇനി ഈ ഡീഫോമിംഗ് ഫോഴ്സിനെ ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനെ അതിന്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ സഹായിക്കുന്ന ഫോഴ്സ് ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പം ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ് എന്ത്? സ്ട്രെസ് എന്ന് പറയുന്നത് കേട്ടോ. യെസ്, സ്ട്രെസ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ബൈ ഏരിയ. സിംപ്ലി ഫോഴ്സ് ബൈ ഏരിയ ആണ് എന്ന് പറയുന്നത്. സ്ട്രെസ് അല്ലെങ്കിൽ പ്രഷർ എന്നൊക്കെ പറയും. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽഡ് പറയും. ഓക്കെ, സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, അത് ന്യൂട്ടൺ എന്താ മക്കളെ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ ആണ് ഇതിന്റെ സ്ട്രെസിന്റെ യൂണിറ്റ്. ഓൾറൈറ്റ്, ഡയമെൻഷൻ ml raised to -1 and t raised to -2. ഓക്കെ, യെസ്. ഇനി സ്ട്രെയിൻ എന്താണ്? സ്ട്രെയിൻ എന്താ മക്കളെ? ഒന്നുമില്ല. When a deforming force acts on a body, it undergoes change in its dimensions. അല്ലെ, ഒരു ബോഡിയിൽ ഡീഫോമിംഗ് ഫോഴ്സ് ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? അതിന്റെ ഡയമെൻഷന് ചേഞ്ച് വരുന്നു. ഡയമെൻഷൻസിന് ചേഞ്ച് വരുന്നു. ഓക്കെ, യാ, ആൻഡ് ദ ബോഡി ഇസ് സെഡ് ടു ബി ഡീഫോംഡ് ഓർ സ്ട്രെയിൻഡ്. ബോഡിക്ക് ഡീഫോർമേഷൻ വന്നു അല്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്യപ്പെട്ടു എന്നാണ് പറയാം. ഓക്കെ, the ratio of the change in dimension of a body to the original dimension is called എന്താണ്? സ്ട്രെയിൻ. അതായത് എത്രത്തോളം ചേഞ്ച് വന്നു ടു ദ ഒറിജിനൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ എന്താ പറയാ, റേറ്റ് ഓഫ് ചേഞ്ച് ടു ദ ഒറിജിനൽ ഡയമെൻഷൻ ആണ് അതിന്റെ സ്ട്രെയിൻ എന്ന് പറയുന്നത് കേട്ടോ. സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ് എന്ത് പറയുക? സ്ട്രെയിൻ എന്ന് പറയാം. സ്ട്രെയിൻ എന്ന് പറയാം. ഇതിന് ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. ഇറ്റ് ഹാസ് നോ യൂണിറ്റ്. സ്ട്രെയിൻ ഹാസ് നോ യൂണിറ്റ്. ആരും പാസ്കൽ എന്നോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എഴുതി വെക്കേണ്ട. ഇറ്റ് ഹാസ് നോ യൂണിറ്റ്. ഓക്കെ, സ്ട്രെയിന് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ്. സ്ട്രെയിൻ ഹാസ് നോ യൂണിറ്റ്. ഓക്കെ, യാ, ദെൻ ചേഞ്ച് ഇൻ ഡയമെൻഷൻ മീൻസ് ചേഞ്ച് ഇൻ ഇറ്റ്സ് ലെങ്ത് ഓർ ഏരിയ, ആംഗിൾ ഓർ വോളിയം. എന്തും ആവാം. ഡയമെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ലെങ്ത്, ഏരിയ, വോളിയം, വാട്ട് എവർ എക്സെട്ര. എന്ത് വേണമാവാം കേട്ടോ, എന്ത് വേണമാവാം. ഓൾറൈറ്റ്, ദെൻ യാ, ഈ ടൈപ്സ് ഓഫ് സ്ട്രെയിൻസ് എന്തൊക്കെയാണ്? ലീനിയർ ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. എന്തൊക്കെയാണ്? ലീനിയർ ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ആ പേരിൽ തന്നെ അതിന്റെ ആൻസർ എന്താ മക്കളെ? വെൻ ദ ഡയമെൻഷൻ ചേഞ്ചസ് ഇൻ ഇറ്റ്സ് ലെങ്ത്. അതിന്റെ ലെങ്ത്തിലാണ് ചേഞ്ച് വരുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന സ്ട്രെയിൻ എന്താണ്? ലീനിയർ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. ഇഫ് ദ ഡിഫോമിംഗ് ഫോഴ്സ് പ്രൊഡ്യൂസസ് change in the length of the body, then the strain is known as linear or longitudinal strain. Okay, yes. എന്താണ്? If delta L is the increase in length of the wire of origin length L, then linear longitudinal strain is equal to delta L by L. Delta L എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. L എന്താണ്? ഒറിജിൻ ലെങ്ത് ആണ്. ഓക്കെ, ഒറിജിൻ ലെങ്ത് ആണ്. ഓക്കെ, സിമ്പിൾ, ഓടിച്ച് പറഞ്ഞു പോവാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് വോളിയം സ്ട്രെയിൻ. ഒന്നുമില്ല, ഡയമെൻഷൻ വോളിയം ആണെങ്കിൽ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഇഫ് ഇറ്റ് ഇസ് ഇൻ വോളിയം. വോളിയത്തിലാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്ട്രെയിൻ മക്കളെ വോളിയം സ്ട്രെയിൻ ആണ് കേട്ടോ. വോളിയം സ്ട്രെയിൻ നോക്കാം. വോളിയം സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം. ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം, ഡെൽറ്റ വി ബൈ വി. ലാസ്റ്റ് വൺ എന്താണ്? യെസ്, ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ എന്താ പറയാ, ഷിയർ സ്ട്രെയിൻ, ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയും കേട്ടോ.
ഷിയറിംഗ് ടാൻജൻഷ്യൽ സ്ട്രെയിൻ എന്ന് പറയും. ഓക്കെ, ഷിയറിംഗ് സ്ട്രെയിൻ അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെയിൻ എന്ന് പറയും. നോക്കുക, ഷിയറിംഗ് സ്ട്രെയിൻ is equal to delta x by L ആണ്. delta x by L ആണ്, or it is also equal to tan theta. tan theta very important thing കേട്ടോ. അതായത് ഷിയറിംഗ് സ്ട്രെയിൻ is also equal to tan theta. ഇത് വെച്ച് നമുക്ക് ന്യൂമറിക്കൽസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ് യെസ്, where theta is the angular displacement. theta is the angular displacement of the cylinder. I mean, ഇപ്പം ഏതൊരു ബോഡിക്കാണെങ്കിലും ഏതൊരു ഷേപ്പിനായിക്കോട്ടെ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു സിലിണ്ടർ ആണ് കേട്ടോ, ഒരു സിലിണ്ടർ ആണ്. അപ്പം ഏതൊരു ഷേപ്പിനാണെങ്കിലും അവിടെ ഉണ്ടാവുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ് അതിന്റെ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, ഈ ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഹുക്സ് ലോ. ഇത് കഴിഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്, ഇതെന്താണ് ഹുക്സ് ലോ? എന്താണ് ഹുക്സ് ലോ? വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെ, വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അല്ലെ, ഏറ്റവും കാണാപ്പാടം പഠിച്ചിരുന്ന കാര്യമാണ്. എന്താണ് ഹുക്സ് ലോ? വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ആൻഡ് യെസ്, അതിനെ മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആൻഡ് എന്താണ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു കെ ഇൻടു സ്ട്രെയിൻ. അതായത് ഒന്നുമില്ല, എന്താ നമ്മള് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ, എന്താ പറയാ പ്രൊപ്പോർഷനാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് കോൺസ്റ്റന്റ് ഇസ് നോൺ ആസ് എന്താണ്, elasticity, modulus of elasticity. That constant is known as modulus of elasticity. Modulus of elasticity. Yes. This is the main. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിലെ ഗെയിം ചേഞ്ചർ അല്ലെങ്കിൽ കിങ് പിൻ എന്നൊക്കെ പറയാം അല്ലെ. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ ഇനിയും ചോദിക്കാൻ, അല്ലാതെ വേറെ ഒന്നും ചോദിക്കാനില്ല. ഈ ഒരു ചാപ്റ്റർ ഏറ്റവും സിമ്പിൾ കുഞ്ഞു ചാപ്റ്റർ ആണ്. ഇതിൽ എന്തായാലും ഒരു കാരണവശാൽ പോലും പഠിക്കാതെ എക്സാമിന് പോകാൻ പാടില്ലാത്തൊരു ടോപ്പിക്കാണ് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഓക്കെ, സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഒന്നുമില്ല സാർ, ഇത്തിരി സൂം ചെയ്ത് സാറേ. ഓക്കെ, സ്ട്രെസ് സ്ട്രെയിൻ കർവ് അതായത് ഒരു ഇലാസ്റ്റിക് ബോഡി എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഞാൻ എന്ത് ചെയ്തു, അതിനെ ഒരു ഫോഴ്സ് കൊണ്ട്, ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊണ്ട് അതിനെ ഇലോങ്ങേറ്റ് ചെയ്തു. ഓക്കെ, ഇലോങ്ങേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഇലോങ്ങേഷൻ സംഭവിക്കുന്നതിനിടയ്ക്ക് ഉണ്ടാവുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് ഈ കാണിച്ചിരുന്ന കർവ്. നോക്കുക, ഇവിടെ ഞാൻ y ആക്സിൽ സ്ട്രെസ് കൊടുത്തു, x ആക്സിൽ സ്ട്രെയിൻ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ O മുതൽ A ഒരു റീജിയൻ ഉണ്ടോ, O മുതൽ A എന്ന് പറയുന്ന റീജിയൻ വരെ എന്താ പ്രത്യേകത നോക്കളെ, ഗ്രാഫ് ലീനിയർ ആണ് അല്ലെ, ഗ്രാഫ് ലീനിയർ ആണ്, അതായത് ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനാണ് പോകുന്നത്. എന്താ പ്രത്യേകത, അവിടെ സ്ട്രെസ്സും സ്ട്രെയിനും എന്തായിരിക്കും, സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ OA എന്ന് പറയുന്ന റീജിയൻ എന്ന് പറയുന്നത് നമുക്ക് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയാം. ഹെൻസ് അവിടെ എന്ത് സംഭവിക്കുന്നു, ഹുക്സ് ലോ ഒബേ ചെയ്യുന്നു അല്ലെ, ഹുക്സ് ലോ ഒബേ ചെയ്യുന്നു. അതായത് സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, അവിടെ ആര് ഒബേ ചെയ്യും, ഹുക്സ് ലോ ഒബേ ചെയ്യും. ഈ ഒരു റീജിയനെ പറയുന്ന പേരെന്താ മക്കളെ, പ്രൊപ്പോർഷണൽ ലിമിറ്റ് ആണ്. ഇനി ഇവിടെ നോക്കുക, ബി എന്ന് പറയുന്ന പോയിന്റിന്റെ പ്രത്യേകത എന്താ, അതിനെ പറയുന്ന പേരാണ് ഈൽഡ് പോയിന്റ്. ഈൽഡ് പോയിന്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ഒബ്ജക്റ്റിനെ ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ ആ ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് തിരിച്ചതിന്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. ഓക്കെ, അതായത് അതിന്റെ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയും. അതായത് ആ ബോഡി അതിന്റെ ഇലാസ്റ്റിക് സ്വഭാവം കാണിക്കുന്ന അവസാനത്തെ പോയിന്റ് ആണ് അതിന്റെ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാം. ഓക്കെ, ഞാനിങ്ങനെ ഡിഫോം ചെയ്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എന്ത് സംഭവിച്ചു, അതിന്റെ ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്തു എന്ന്. അപ്പൊ എന്ത് സംഭവിക്കും, അതിന്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു, ആ അവസാനത്തെ പോയിന്റ് ആണ് അതിന്റെ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ് എന്ന് പറയാം. ബിയോണ്ട് ദാറ്റ് പോയിന്റ്, ഞാൻ ആ പോയിന്റിനേക്കാൾ കൂടുതൽ ഡിഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല, ബോഡി അതിന്റെ ഇലാസ്റ്റിക് സ്വഭാവം കാണിക്കില്ല. പകരം എന്ത് സ്വഭാവം കാണിക്കും, ബോഡി ഇതിന്റെ പ്ലാസ്റ്റിക് സ്വഭാവം കാണിക്കും. ബോഡി വിൽ ഷോ ഇറ്റ്സ് പ്ലാസ്റ്റിക് ടെൻഡൻസി. ആ ഒരു ലാസ്റ്റ് പോയിന്റിനെ പറയുന്ന പേരാണ് അതിന്റെ ഈൽഡ് പോയിന്റ്. എന്താ മക്കളെ, ഈൽഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ the point at which the body അല്ലെങ്കിൽ the material shows its എന്താ പറയുക ഇലാസ്റ്റിക് നേച്ചർ കാണിക്കുന്ന അവസാനത്തെ പോയിന്റ് ആണ് അതിന്റെ ഈൽഡ് പോയിന്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് പോയിന്റ് എന്ന് പറയാം. ഈ പോയിന്റിൽ എ ബി എന്ന് പറയുന്ന റീജിയൻ പ്രത്യേകത ഉണ്ട്. നോക്കിയോ, അവിടെ സ്ട്രെയിറ്റ് ലൈൻ ആണോ, അല്ല. എ മുതൽ ബി വരെ എന്ന് പറയുന്ന റീജിയനിൽ സ്ട്രെയിറ്റ് ലൈൻ അല്ല. വിച്ച് മീൻസ് അവിടെ എന്ത് ഒബേ ചെയ്യുന്നില്ല, ഹുക്സ് ലോ ഒബേ ചെയ്യുന്നില്ല. ഒരുപാട് പേര് മിടുക്കന്മാരാട്ടോ, ഒരുപാട് പേര് ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ എന്താ പറയാ ആൻസർ അല്ലെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സൂപ്പർ, അതുല്യ അല്ല, ഒരുപാട് പേര് സൂപ്പർ, അടിപൊളി. യെസ് ഓക്കെ, then ഇനി ബിയോണ്ട് ദാറ്റ് പോയിന്റ് യെസ് ഓബ്വിയസ്ലി സ്നിഗ്ധ ഉണ്ട് അല്ലെ, സ്നിഗ്ധ ഓക്കെ, ഒരുപാട് പേരുണ്ട് കേട്ടോ, അടിപൊളി. യെസ്, അപ്പം ഈ പോയിന്റിനേക്കാൾ ബി എന്ന് പറയുന്ന പോയിന്റിനേക്കാൾ കൂടുതൽ ഞാൻ എന്ത് ചെയ്തു, ഡിഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ബോഡിക്ക് എന്ത് സ്വഭാവം കാണിക്കും, ബോഡി അതിന്റെ പ്ലാസ്റ്റിക് സ്വഭാവം കാണിക്കും അല്ലെ,
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് നോക്കാം മക്കളെ. ഡി എന്ന് പറയുന്ന പോയിന്റ് എന്താ വെച്ചാല് ഇറ്റ് ഇസ് ദ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പോയിന്റ്. ഡി എന്താണ്? അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പോയിന്റ് ആണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ ആ ബോഡിക്ക് ഉണ്ടാകാൻ പോകുന്ന, ഈ ബോഡി അല്ലെങ്കിൽ ആ മെറ്റീരിയലിന് ഉണ്ടാകാൻ പോകുന്ന മാക്സിമം സ്ട്രെസ് ആണ് അതിന്റെ ഡി എന്ന് പറയുന്ന പോയിന്റ്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്ന പോയിന്റ് കേട്ടോ. അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയാം. ഓക്കെ, അൾട്ടിമേറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പോയിന്റ്, അതായത് ആ മെറ്റീരിയലിന് താങ്ങാൻ സാധിക്കുന്ന, വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം എമൗണ്ട് ഓഫ് സ്ട്രെസ് ആണ് അതിന്റെ എന്താ പറയാ അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പോയിന്റ് എന്ന് പറയാം. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് ഇ. എന്താ മക്കളെ ഈ ഒന്നുമില്ല. ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ ബ്രേക്കിംഗ് പോയിന്റ് ആണ് അല്ലെങ്കിൽ ഫ്രാക്ചർ പോയിന്റ് ആണ്. ആ പോയിന്റിൽ വെച്ച് നമ്മുടെ മെറ്റീരിയൽ അല്ലെങ്കിൽ ബോഡിയിൽ നിന്ന് സംഭവിക്കുന്നു, പൊട്ടിപ്പോകുന്നു. ഇനി പെർമനന്റ് സെറ്റ്, ആ ഒരു ചെറിയ കൺഫ്യൂഷൻ പറയുന്ന കാര്യമാണ്. പെർമനന്റ് സെറ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, സാറ് പറഞ്ഞു നമ്മുടെ ഇലാസ്റ്റിക് ലിമിറ്റിനേക്കാൾ കൂടുതൽ ഞാൻ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ സംഭവിക്കും. ബോഡി ഒരിക്കലും അതിന്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരില്ല. ഒരു പെർമനന്റ് ആയിട്ടുള്ള ഡീഫോർമേഷൻ സംഭവിക്കും. ആ പെർമനന്റ് ഡീഫോർമേഷൻ ആണെന്ന് പറയാ ഇവിടെ പെർമനന്റ് സെറ്റ് എന്ന് പറയാം കേട്ടോ. അതായത് ബോഡിക്ക് ഒരിക്കലും ഇലാസ്റ്റിക് ലിമിറ്റിനേക്കാൾ കൂടുതൽ ഞാൻ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് സംഭവിക്കില്ല? ബോഡി അതിന്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരില്ല. ഒരു പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് വരും, ഡീഫോർമേഷൻ വരും. ആ പെർമനന്റ് ചേഞ്ചിനെ പറയുന്ന പേരാണ് പെർമനന്റ് സെറ്റ്. ഓക്കെ, അതാണ് അതിന്റെ പെർമനന്റ് സെറ്റ് കേട്ടോ. ആ പെർമനന്റ് സെറ്റ് കാണിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള പോയിന്റ് ആണ് സി എന്ന് പറയുന്ന പോയിന്റ്. അതായത് സി എന്ന് പറയുന്ന പോയിന്റ് കൃത്യമായിട്ടൊരു പൊസിഷൻ ഇല്ല. സി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് ഡിനോട്ടഡ് ടു റെപ്രസെന്റ് എന്താണ്? പെർമനന്റ് സെറ്റ്. ഓക്കെ, യെസ് സാർ, യെസ്. ഓക്കെ സാർ, ഈ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. ഒന്നുമില്ല, ഈ പറഞ്ഞ കേസസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നിങ്ങൾ എന്തായാലും ഈ ഫിഗർ അല്ലെങ്കിൽ ഈ ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചിരിക്കണം. കൂടാതെ അതിന്റെ ഓരോ പോയിന്റ്സിനെ മാർക്ക് ചെയ്യാൻ പഠിക്കണം. ഓരോ പോയിന്റ്സിന്റെ പ്രത്യേകതകൾ കൂടി, എന്തെല്ലാമാണ് അവിടെ ഉണ്ടാകുന്ന പ്രത്യേകതകൾ കൂടി പഠിച്ചിരിക്കണം. ഓക്കെ, ഇത്ര വെരി ഇമ്പോർട്ടന്റ് ഷുവർ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നോ കോംപ്രമൈസ് ഓൺ ദാറ്റ്. അതായത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും വരാൻ സാധിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ പറഞ്ഞ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് ആൻ ഇലാസ്റ്റിക് മെറ്റീരിയൽ. ഓക്കെ, സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് ഇലാസ്റ്റിക് മെറ്റീരിയൽ. ഓക്കെ, ഒരു കുഞ്ഞു ടോപ്പിക്കാണ് ഇലാസ്റ്റോമർ. എന്താണ് ഇലാസ്റ്റോമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ റബ്ബർ എന്താ സ്ട്രെസ് സ്ട്രെയിൻ കർവ് നോക്കുക, എക്സ്പോണൻഷ്യലി ഇങ്ങനെ കൂടി പോകും അല്ലെ. എക്സ്പോണൻഷ്യലി നമുക്കറിയാം നമ്മുടെ റബ്ബർ അല്ലെങ്കിൽ ഓട്ട, അതൊക്കെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ്ലി വലിച്ചു കൊണ്ടുപോകാൻ പറ്റും അല്ലെ. ഇൻഫിനിറ്റ്ലി നമുക്കിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അത്തരത്തിലുള്ള മെറ്റീരിയലിനെ പറയുന്ന പേരാണ് ഇലാസ്റ്റോമർ. നോക്കുക, substances that can be elastically stretched to large values of strain are called എന്താണ്? Elastomers. അതായത് ലാർജ് വാല്യൂസ് ഓഫ് സ്ട്രെയിനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കുന്ന മെറ്റീരിയൽസ് പറയുന്ന പേരാണ് ഇലാസ്റ്റോമർ. 1 മാർക്കിനൊക്കെ ചോദിച്ചേക്കാം. ഓക്കെ, 1 മാർക്കിനൊക്കെ ചോദിച്ചേക്കാം. ഓക്കെ, എന്താണ് ഇലാസ്റ്റോമർ? ഓക്കെ, ഒന്നുമില്ല, അതിനെ ഇൻഫൈനൈറ്റ്ലി നമുക്ക് എത്രത്തോളം വേണമെങ്കിലും ലാർജ് ക്വാണ്ടിറ്റി ഓഫ് സ്ട്രെയിനിലേക്ക് സ്ട്രെയിൻ ചെയ്യാൻ സാധിക്കുന്ന മെറ്റീരിയൽ ആണ് അതിന്റെ ഇലാസ്റ്റോമർ എന്ന് പറയാം കേട്ടോ. യെസ്, സാറ് പറഞ്ഞു എന്താണ് സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ അല്ലെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നൊരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ പറയുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആർ ബേസിക്കലി 3 ടൈപ്സ്. ഫസ്റ്റ് വൺ എന്തൊക്കെയാണ്? യെസ്, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ് ആൻഡ് റിജിഡിറ്റി മോഡുലസ്. യങ്സ് മോഡുലസ് എപ്പോഴും വരിക? വെൻ ദ ചേഞ്ച് ഇസ് ടേക്സ് പ്ലേസ് ഇൻ ഇറ്റ്സ് ലെങ്ത്തിലാണ് ചേഞ്ച് വരുന്നെങ്കിൽ അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? യങ്സ് മോഡുലസ് ഉണ്ടാവും. ഇനി അതിന്റെ ഷേപ്പിലാണ് ചേഞ്ച് വരുന്നെങ്കിൽ എന്തുണ്ടാവും? ഷിയർ മോഡുലസ് ഉണ്ടാവും. ആൻഡ് അതിന്റെ വോളിയത്തിലാണ് ചേഞ്ച് വരുന്നെങ്കിൽ അവിടെ എന്തുണ്ടാവും? അതിന്റെ ബൾക്ക് മോഡുലസ് ഉണ്ടാവും. ഓക്കെ, യെസ്, ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഫസ്റ്റ് വൺ നോക്കുക, യങ്സ് മോഡുലസ് എന്താണ്? സാറേ ഇതിന്റെ ഇക്വേഷൻ മാത്രം പറയാം കേട്ടോ, അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ പോയാൽ മതി. ബിക്കോസ് ഇക്വേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്താണ് അതിന്റെ ഇക്വേഷൻ നോക്കുക? യങ്സ് മോഡുലസ് is equal to longitudinal stress divided by longitudinal strain. Longitudinal stress divided by longitudinal strain. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? y is equal to FL by A delta L. FL by A delta L. നിങ്ങൾ ഈ ഫൈനൽ ഇക്വേഷൻ നിർബന്ധമായും പഠിച്ചിരിക്കുക കേട്ടോ. ഈ ഫൈനൽ ഇക്വേഷൻ നിർബന്ധമായും പഠിച്ചിരിക്കുക. യങ്സ് മോഡുലസ് which is denoted by the term y. Y is equal to FL by A delta L. FL by A delta L. Okay. Yes. Next one എന്താ? Next one yes നോക്കാം. ബൾക്ക് മോഡുലസ്. സാർ പറഞ്ഞു ബൾക്ക് മോഡുലസ് എപ്പോഴാണ് വരിക? വോളിയത്തിൽ ചേഞ്ച് വരുമ്പോൾ എന്ത് വരിക? നമ്മുടെ ബൾക്ക് മോഡുലസ് വരാം അല്ലെ. ബൾക്ക് മോഡുലസ് വരാം നോക്കാം. യെസ്, ബൾക്ക് മോഡുലസ് എന്താ? യെസ്, ബൾക്ക് മോഡുലസ് B is equal to minus PV by delta V. ഇവിടെ മൈനസ് വരാൻ കാരണം എന്താ മക്കളെ? വോളിയം
വോളിയവും പ്രഷറും എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. വോളിയവും പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതായത് വോളിയം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, വോളിയം കൂടുമ്പോൾ അല്ലെങ്കിൽ പ്രഷർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, വോളിയം കുറയുന്നു. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ആ ഒരു റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ നെഗറ്റീവ്സ് കിടക്കുന്നത് കേട്ടോ. ബി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് പി വി ബൈ ഡെൽറ്റ വി. നെഗറ്റീവ് പി വി ബൈ ഡെൽറ്റ വി. അതിന്റെ ഈ യൂണിറ്റ് എന്താ മക്കളെ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ ആണ്. ഓക്കെ, പാസ്കൽ ആണ്. നെക്സ്റ്റ് വൺ കംപ്രസിബിലിറ്റി. കംപ്രസിബിലിറ്റി ഒന്നുമില്ല, റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്. കംപ്രസിബിലിറ്റി എന്താണ്, റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ആണ് കംപ്രസിബിലിറ്റി കേട്ടോ. അതായത് കംപ്രസിബിൾ നമ്മുടെ ബൾക്ക് മോഡുലസിനെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കംപ്രസിബിലിറ്റി കിട്ടും. ഒന്ന് ഓർത്തിരിക്കുക. ഇൻ കേസ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു ഫേസ് ഇറ്റ്. ഓക്കെ, ഷിയർ മോഡുലസ് ഓർ റിജിഡിറ്റി മോഡുലസ്. ഷിയർ മോഡുലസ് ഓർ റിജിഡിറ്റി മോഡുലസ് അതായത് എന്താണ്, ചേഞ്ച് വരുന്നു കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പിനാണ് ചേഞ്ച് വരുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എന്താണ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് ഷിയർ മോഡുലസ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ്. നോക്കാം, ജി ഈസ് ഈക്വൽ ടു എന്താണ്, എഫ് എൽ ബൈ എ ഡെൽറ്റ എക്സ്. എഫ് എൽ ബൈ എ ഡെൽറ്റ എക്സ് ആണ്, അല്ലെങ്കിൽ എഫ് ബൈ ജി ഈസ് ഈക്വൽ ടു എഫ് ബൈ എ തീറ്റ എന്ന് എഴുതാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ടാൻ തീറ്റ യൂസ് ചെയ്യാറുണ്ട്, ടാൻ തീറ്റ യൂസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജി ഈസ് ഈക്വൽ ടു എഫ് ബൈ എ തീറ്റ എന്ന് പറയുന്ന ഇക്വേഷനും യൂസ് ചെയ്യാം. യെസ്, അതിന്റെയും യൂണിറ്റ് എന്താണ്, പാസ്കൽ ആണ്. അതിന്റെയും യൂണിറ്റ് പാസ്കൽ ആണെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. യെസ്, ഓക്കെ, സിമ്പിൾ കാര്യങ്ങളാണ്. നോക്കാം. ഓക്കെ, നോക്കുക. ദ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഒരു ഇമ്പോർട്ടന്റ്, നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ദ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓഫ് ടു മെറ്റീരിയൽ എ ആൻഡ് ബി ആർ ഷോൺ ബിലോ. രണ്ട് മെറ്റീരിയലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് തന്നിട്ടുണ്ട്, എയുടെയും ബിന്റെയും. ദെൻ എന്താണ്, സ്റ്റേറ്റ് ദ ലോ വിച്ച് റിലേറ്റ്സ് സ്ട്രെസ് വിത്ത് സ്ട്രെയിൻ. ആൻസർ വന്നു എന്താണ്, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വിത്ത് ഹുക്സ് ലോ ആണ് അല്ലെ. ഹുക്സ് ലോ ആണ് എന്താ, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ. അടിപൊളിയാണോ മക്കൾ, നിങ്ങൾ അടിപൊളിയായിട്ട് പറയുന്നുണ്ട്. ഒരുപാട് പേര് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തന്നെ സംഭവിക്കുന്നു, ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തന്നെ അതിന്റെ ആൻസർ പറയുന്നത് സൂപ്പർ, അടിപൊളി കേട്ടോ. യെസ്. ദെൻ വിച്ച് ഓഫ് ദ ടു മെറ്റീരിയൽ ഇസ് മോർ ഡക്ടൈൽ. വിച്ച് ഓഫ് ദ ടു മെറ്റീരിയൽ ഇസ് മോർ ഡക്ടൈൽ. ഏതാണ്, രണ്ട് മെറ്റീരിയൽ ഏതാണ് കൂടുതൽ ഡക്ടൈൽ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. നോക്കാം, എ ആണ്. എന്തുകൊണ്ടാണ് കാരണം, എന്തുകൊണ്ടാണ് മക്കളെ, ഇവിടെ നോക്കിയേ, ഇതിന്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പോയിന്റും ഫ്രാക്ചർ പോയിന്റ് തമ്മിലുള്ള ദൂരവും ഇതിന്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പോയിന്റും ഫ്രാക്ചർ പോയിന്റ് തമ്മിലുള്ള ദൂരം കമ്പയർ ചെയ്യാം. ഓക്കെ, രണ്ടിന്റെയും അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പോയിന്റും ഫ്രാക്ചർ പോയിന്റ് തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് കമ്പയർ ചെയ്യാം. ഏതിനായിരിക്കും ദൂരം കൂടുതൽ, അതായിരിക്കും മോർ ഡക്ടൈൽ കേട്ടോ. മോർ ഡക്ടൈൽ കാണിക്കുന്നതായിരിക്കും അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പോയിന്റും ബ്രേക്കിംഗ് പോയിന്റ് തമ്മിലുള്ള ദൂരം കൂടുന്നതനുസരിച്ച് അതിന്റെ ഡക്ടിലിറ്റി കൂടി വരുന്നു. ആ കാര്യം ഓർത്തിരിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, യെസ്, ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ന്യൂമറിക്കൽ ആണ്. നമുക്ക് സാർ പറഞ്ഞു യങ്സ് മോഡൽ വെച്ചിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിയിരിക്കുക. എന്താണ്, സ്ട്രക്ചറൽ സ്റ്റീൽ റോഡ് ഹാസ് എ റേഡിയസ് ഓഫ് 10 മില്ലിമീറ്റർ. ഒരു സ്റ്റീൽ റോഡിന്, ഒരു സ്റ്റീൽ കമ്പിക്ക് അതിന്റെ റേഡിയസ് എത്രയാണ്, 10 മില്ലിമീറ്റർ ആണ്. ആൻഡ് ലെങ്ത് ഓഫ് 1 മീറ്റർ. ലെങ്ത് എത്രയാണ്, 1 മീറ്റർ ആണ്. 100 കിലോ ന്യൂട്ടൺ ഫോഴ്സ് സ്ട്രെച്ചസ് ഇറ്റ്സ് അലോങ് ഇറ്റ്സ് ലെങ്ത്. ലെങ്ത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, ലെങ്ത്തിന്റെ ഡയറക്ഷനിൽ ഒരു 100 കിലോ ന്യൂട്ടൺ ഫോഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്തു, സ്ട്രെച്ച് ചെയ്തു. കാൽക്കുലേറ്റ് ദി സ്ട്രെസ്, ഇലോങ്ങേഷൻ ആൻഡ് സ്ട്രെയിൻ ഓൺ ദ റോഡ് ഇഫ് ദ യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു 2 into 10 to the power 11 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, നോക്കാം. സ്ട്രെസ് ഇസ് ഈക്വൽ ടു എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ ആണല്ലേ. സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ് കേട്ടോ. ഓക്കെ, എസ് അല്ല, ഇവിടെ ഏരിയ ആണ് കേട്ടോ, മാറിപ്പോയതാണ്. എഫ് ബൈ എ ആണ്. ഓക്കെ, ഏരിയ. ഓക്കെ, അതായത് സ്ട്രെസ് ഇസ് ഈക്വൽ ടു നോക്കളെ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഓക്കെ, അപ്പം ഫോഴ്സ് നമുക്കറിയാം എത്രയാണ്, 100 കിലോ ന്യൂട്ടൺ ആണ്. ഏരിയ എന്താണ്, ഒരു സ്റ്റീൽ റോഡാണ്, ഒരു റോഡ് റേഡിയസ് അല്ലെ, ഒരു എന്താ പറയാ സർക്കുലർ ഷേപ്പിലുള്ള ഒരു സ്റ്റീൽ റോഡാണ്. ഓക്കെ, സ്റ്റീൽ റോഡാണ്. ഇതിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, ഏരിയ കണ്ടുപിടിക്കണം. നമുക്ക് എന്തറിയാം, അതിന്റെ റേഡിയസ് അറിയാം. എത്രയാണ്, 10 മില്ലിമീറ്റർ ആണ് ഇതിന്റെ റേഡിയസ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു സർക്കുലർ റോഡ് ആയതുകൊണ്ട് അതിന്റെ ഏരിയ എന്താണ്, πr സ്ക്വയർ ആണ് അല്ലെ. πr സ്ക്വയർ ആണ്. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് എഫ് കൊടുക്കാം. ഫോഴ്സ് എത്രയാണ്, 100 കിലോ ന്യൂട്ടൺ. അതിനെ കൺവേർട്ട് ചെയ്യാം, ന്യൂട്ടണിൽ കൺവേർട്ട് ചെയ്യാം. 100 into 10�3. എപ്പോഴും സാറ് പറഞ്ഞു യു ഹാവ് ടു കീപ് ഇൻ യുവർ മൈൻഡ് എന്താണ്, എപ്പോഴും SI യൂണിറ്റിൽ ഓർത്ത് വെക്കുക. SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുക കേട്ടോ, മറന്നു പോകരുത്. ഓക്കെ, 100 ഇട്ട് വെക്കരുത്. 100 കിലോ ന്യൂട്ടൺ ആണ്, നമ്മൾ എന്തിലേക്ക് മാറ്റണം, വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻടു ന്യൂട്ടൺ. അപ്പം എന്ത് ചെയ്യാം, കിലോ ന്യൂട്ടൺ മാറ്റി ന്യൂട്ടൺ ആക്കാൻ 10�3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 100 into 10�3 ഡിവൈഡ് ബൈ പൈ എത്രയാണ്, 3.14. ഇനി ഇവിടെ എത്രയാണ്, 10 മില്ലിമീറ്റർ ആണ് അല്ലെ. മില്ലിമീറ്റർ ആണ്. നമുക്ക് എന്തിലേക്ക് മാറ്റണം, വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻടു മീറ്റർ. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ 10 into 10⁻³ ഹോൾ സ്ക്വയർ. 10 into 10⁻³ ഹോൾ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ യു ഗെറ്റ്, എന്ത് കിട്ടും,
100 into 10 raised to 3 divided by 3.14 into 10 raised to minus 4 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും നമുക്ക്? 3.18 into 10 raised to 8 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കിട്ടും. എന്താണ് ഇതിന്റെ സ്ട്രെസ് ആണ്, അതായത് ഈ ഒരു സ്റ്റീൽ റോഡിൽ ഉണ്ടാവുന്ന സ്ട്രെസ് ആണ് എത്രയാ? 3.18 into 10 to the power 8 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, യെസ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്ട്രെസ് കണ്ടുപിടിച്ചു അല്ലെ? എ കണ്ടുപിടിച്ചു, സ്ട്രെസ് കിട്ടി. എന്ത് വേണം? ഇലോങ്ങേഷൻ വേണം. എത്രത്തോളം നീളം, എത്രത്തോളം ഇലോങ്ങേറ്റ് ചെയ്തു ഈ മെറ്റൽ റോഡ്, എത്രത്തോളം ഇലോങ്ങേറ്റ് ചെയ്തു എന്ന് കൂടി കണ്ടുപിടിക്കണം. ഓക്കെ, നോക്കാം. യെസ്, നമുക്കറിയാം y, അതായത് യങ്സ് മോഡുലസ് y is equal to FL by A delta L ആണ്. സാർ നേരത്തെ പറഞ്ഞു ഈക്വേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ? FL by A delta L. നമുക്കറിയാം യങ്സ് മോഡുലസ് y is equal to FL by A delta L ആണ്. ഇതിൽ നമുക്ക് എന്താ വേണ്ടത്? ഇലോങ്ങേഷൻ, അതായത് ഡെൽറ്റ എൽ ആണ് വേണ്ടത്. അപ്പം ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എഫ് ബൈ എ ഇൻടു എൽ ഓൾ ഡിവൈഡ് ബൈ വൈ എന്ന് കിട്ടി. എഫ് ബൈ എ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? സ്ട്രെസ് ആയിരുന്നു. എത്രയാണ്? 3.18 into 10 raised to 8 into ലെങ്ത് എത്രയാണ്? 1 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്റ്റീൽ റോഡിന്റെ ലെങ്ത് 1 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് 1. ഓക്കെ, 1 ഡിവൈഡ് ബൈ യങ്സ് മോഡുലസിന്റെ വാല്യൂ എത്രയാണ്? 2 into 10 to the power 11 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1.59 മില്ലിമീറ്റർ അല്ലെങ്കിൽ 1.59 into 10 to the power minus 3 മീറ്റർ എന്ന് കിട്ടും. 10 to the power minus 3 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ എന്ത് കഴിഞ്ഞു? നമുക്ക് ലാസ്റ്റ് വൺ എന്താണ്? സ്ട്രെയിൻ ആണല്ലേ? സ്ട്രെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ആണ്. എന്താണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ? ഡെൽറ്റ എൽ ബൈ എൽ. ഡെൽറ്റ എൽ കിട്ടി എത്രയാണ്? 1.59 into 10 to the power minus 3 ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് എത്രയായിരുന്നു? 1 മീറ്റർ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ആൻസർ എത്രയാണ് മക്കളെ? യെസ്, 1.59 into 10 to the power minus 3 മീറ്റർ. യെസ് എന്ന് കിട്ടും കേട്ടോ. യെസ്, സ്ട്രെയിൻ യൂണിറ്റ് ഇല്ലാണോ? സാർ പറഞ്ഞ മാറിപ്പോയതാണ്. മീറ്റർ ഇല്ല, യൂണിറ്റ് ഇല്ല. സ്ട്രെയിൻ ഇസ് എ യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി. സ്ട്രെയിൻ ഇസ് എ യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി. ഓക്കെ, യാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതും നിങ്ങളുടെ പ്രീവിയസ് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം എന്താണ്? എ സ്ക്വയർ ലെഡ് സ്ലാബ് ഓഫ് സൈഡ് 50 millimeter and thickness 10 centimeter subjected to a shearing force of 9 into 10 to the power 4 Newton. The lower edge is riveted to the floor. How much will be the upper edge is displaced? Given shear modulus G is equal to 5.6 into 10 to the power 9 Newton per meter square. Okay, ഒന്നുമില്ല. ഒരു ബ്ലോക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു സർഫസിൽ ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഈ ബ്ലോക്കിൽ എന്ത് ചെയ്ത് സംഭവിച്ചു? ഇതിന്റെ താഴത്തെ എഡ്ജ് നമ്മുടെ ഫ്ലോർ ആയിട്ട് റിവെറ്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ആണ്. ഓക്കെ, ഫിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൈഡ് ഫേസിൽ ഒരു 9 into 10 to the power 4 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ടോപ്പ് എഡ്ജ് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. സിമ്പിൾ ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സിമ്പിൾ ആണ്. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്ട്രെസ് കണ്ടുപിടിക്കാം. ഫോഴ്സ് ബൈ ഏരിയ എത്രയാണ്? ഫോഴ്സ് അറിയാം, 9 into 10 to the power 4 ഡിവൈഡ് ബൈ ഏരിയ. ഇതിന്റെ ഈ സൈഡ് ഫേസിന്റെ ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ടല്ലേ? 50 സെന്റിമീറ്റർ ആൻഡ് 10 സെന്റിമീറ്റർ ആണ്. അപ്പം ആ ഒരു സൈഡ് ഫേസിന്റെ ഏരിയ എത്രയാണ്? 5 into ഒരു റെക്ടാംഗിൾ ആയതുകൊണ്ട് 50 സെന്റിമീറ്റർ into 10 സെന്റിമീറ്റർ. അതിനെ മീറ്റർ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.5 into 0.1 ഇറ്റ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 1.8 into 10 to the power 6 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്കറിയാം ജി എന്താണ്? നമ്മുടെ ഷിയർ മോഡുലസ് G is equal to എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അവിടെയും സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഇവിടെ G is equal to സ്ട്രെസ് ബൈ ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ എൽ എന്ന് കിട്ടി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കണം മക്കളെ? ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കണം അല്ലെ? ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ അതിന്റെ ചേഞ്ച് കണ്ടുപിടിക്കുക. എത്ര കിട്ടും? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ പറഞ്ഞ കോൺസെപ്റ്റ്, അതായത് ഈ സൈഡ് ഫേസിലാണ് നമ്മൾ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. അപ്പോ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് കണ്ടുപിടിക്കുക. ഈ ഇക്വേഷനിൽ ഓർത്തിരിക്കുക. എന്താണ്? G is equal to സ്ട്രെസ് ബൈ ഡെൽറ്റ എക്സ് ബൈ എൽ എന്നൊരു കോൺസെപ്റ്റ് ഓർത്തിരിക്കുക. അതിൽ നിന്നും ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കുക. ഓക്കെ, യെസ്. എത്ര കിട്ടും? 0.16 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, 0.16 മില്ലിമീറ്റർ മക്കൾ ചെയ്ത് നോക്കുക. കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് ഇക്വേഷൻസ് ഓർത്തിരിക്കുക. സ്ട്രെസ് is equal to ഫോഴ്സ് ബൈ ഏരിയ ആൻഡ് G is equal to എന്താണ്? സ്ട്രെസ് ബൈ ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ എൽ എന്നൊരു കോൺസെപ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, യെസ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. എന്താണ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ, എന്താണ്? The stress strain graph of materials A and B are shown in figure. രണ്ട് മെറ്റീരിയലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് തന്നിട്ടുണ്ട്, എയും ബിയും. ഓക്കെ, ആണ്. എന്താ ക്വസ്റ്റ്യൻ വെച്ചാൽ which of the material has greater Young's modulus? Then which of the two material is more stronger? And last one, which of the two material is more ductile? Okay, നോക്കുക.
മക്കളെ പറഞ്ഞേ എന്താണ് വിച്ച് ഓഫ് ദ മെറ്റീരിയൽ ഹാസ് ഗ്രേറ്റർ യങ്സ് മോഡുലസ്? എപ്പോഴും ചോദിച്ച് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ, എപ്പോഴും ചോദിച്ച് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ട് മെറ്റീരിയൽ ഏതിനായിരിക്കും കൂടുതൽ യങ്സ് മോഡുലസ് ഉണ്ടാവുക? ഒന്നുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എടുക്കേണ്ട കാര്യം എന്താണെന്നറിയോ? രണ്ടിന്റെയും സ്ലോപ്പ് നോക്കുക, രണ്ടിന്റെയും സ്ലോപ്പ് നോക്കുക. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ലോപ്പ് വരുന്നത്, സാർ ആൻസർ കാണിച്ചു തരാം, നോക്കുക. യങ്സ് മോഡുലസ് y is equal to slope of the graph. Stress by strain is equal to slope of the graph. അപ്പം എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഓഫ് എ ഇസ് ഗ്രേറ്റർ ദാൻ എന്താണ്? ബി അല്ലെ? എ എന്ന് പറഞ്ഞ ഗ്രാഫാണ് സ്ലോപ്പ് കൂടുതൽ, വിച്ച് മീൻസ് ഏതായിരിക്കും? എ എന്ന് പറഞ്ഞ മെറ്റീരിയലിലെ യങ്സ് മോഡുലസ് ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. ഓക്കെ, യെസ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ എമൗണ്ട് ഓഫ് സ്ട്രെസ് കോസ്ഡ് ബൈ ദ ഫ്രാക്ചർ. അതായത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പോയിന്റ് ഏതിനാണോ കൂടുതൽ അതിനായിരിക്കും എന്ത് സ്ട്രെങ്ത് കൂടുതൽ? അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പോയിന്റ് മക്കളെ ഇമ്പോർട്ടന്റ് ആണോ? വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ചു വരാനുള്ള കാര്യമാണ്. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ബി എന്ന് പറയുന്നത് ഏതിനായിരിക്കും കൂടുതൽ സ്ട്രെങ്ത്? അതായത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പോയിന്റ്, അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് ഏതിനായിരിക്കും കൂടുതൽ? നോക്കുക, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ഡിറ്റർമൈൻഡ് ബൈ ദ എമൗണ്ട് ഓഫ് സ്ട്രെസ് കോസ്ഡ് ബൈ ഫ്രാക്ചർ. എമൗണ്ട് ഓഫ് സ്ട്രെസ് കോസ്ഡ് ബൈ ഫ്രാക്ചർ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പോയിന്റ് വരുന്ന പോയിന്റ് ആയിരിക്കും ആ മെറ്റീരിയൽ ആയിരിക്കും എന്തുണ്ടാവുക? അതിന് സ്ട്രെങ്ത് കൂടുതൽ ഉണ്ടാവുക. ദ ഫ്രാക്ചർ പോയിന്റ് ഇസ് ഗ്രേറ്റർ ഫോർ മെറ്റീരിയൽ എ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഫ്രാക്ചർ പോയിന്റ് കൂടുതൽ ആർക്കാണ്? ആ പറഞ്ഞ നമ്മുടെ എ എന്ന് പറയുന്ന പാർട്ടിക്കൽ പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിനായിരിക്കും എന്തുണ്ടാവുക? കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, the fracture point എന്താ പറയാ, the fracture point is far apart from material. അതായത് ഏതാണ് കൂടുതൽ ഡക്റ്റിലിറ്റി അല്ലെങ്കിൽ ഡക്റ്റിലിറ്റി എന്ന് കണ്ടുപിടിക്കേണ്ടത്. അതായത് സാർ നേരത്തെ പറഞ്ഞു അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പോയിന്റും ഫ്രാക്ചർ പോയിന്റും നമ്മുടെ ദൂരം കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? അവിടെ ഉണ്ടാവുന്ന ഡക്റ്റിലിറ്റി കൂടും. അങ്ങനെയാണെങ്കിൽ ഏതിനായിരിക്കും? എക്ക് തന്നെയാണ് അവിടെ കൂടുതൽ ഡക്റ്റിലിറ്റി വരിക. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു കോൺസെപ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ, ഈ ഒരു കോൺസെപ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, ദ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓഫ് 3 മെറ്റീരിയൽ, ഇതും കൂടിയും എപ്പോഴും വരാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് സാർ എന്താ പറയാം? സാർ നിവിൻ സാർ ടെംപ്റ്റിംഗ് ഓവർ ഹിയർ അല്ലേ നിവിൻ സാറെ? യെസ്, ഓക്കെ. അപ്പൊ എന്താ പറയാ, ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് 3 മെറ്റീരിയൽസ് എ, ബി ആൻഡ് സി ആർ ഗിവൺ ബിലോ. വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക്? എ ആണോ, ബി ആണോ, സി ആണോ? ഏതാണ് ഇലാസ്റ്റിക്? ഏതാണ്? യെസ്, ഏതായിരിക്കും? സാർ പറഞ്ഞു എല്ലാത്തിന്റെയും സ്ലോപ്പ് നോക്കുക അല്ലെ? എല്ലാത്തിന്റെയും സ്ലോപ്പ് നോക്കുക. സ്ലോപ്പ് ഏതിനാണോ കൂടുതൽ അതായിരിക്കും എന്ത്? കൂടുതൽ ഇലാസ്റ്റിക് ആവുക, അല്ലെങ്കിൽ കൂടുതൽ യങ്സ് മോഡുലസ് ഉണ്ടാവുക അല്ലെ? കൂടുതൽ യങ്സ് മോഡുലസ് ഉണ്ടാവുക. അപ്പം ഇതിലേതാ മക്കളെ? ഓബിയസ്ലി എ ആണ് മോർ ഇലാസ്റ്റിക്. ഓക്കെ, യെസ്. ഓക്കെ, എന്താണ് ബക്ലിംഗ്? ഓക്കെ, വാട്ട് ഇസ് മീൻ ബക്ലിംഗ്? നെക്സ്റ്റ് കുഞ്ഞു ടോപ്പിക് ആണ്. എന്താണ് ബക്ലിംഗ്? ദ സൈഡ് വൈസ് ബെൻഡിങ് ഓഫ് എ ഡീപ് ബാർ ഇസ് കോൾഡ് ബക്ലിംഗ്. അതായത് ഈ ഒരു ബാർ ഇത്തരത്തിലുള്ള ബാർ ഒരു ക്രോസ് സെക്ഷന് സൈഡ് വൈസ് ബെൻഡ് ആവുകയാണെങ്കിൽ, ഇങ്ങനെ ലോഡ് കൊടുക്കുമ്പോൾ ബെൻഡ് ആവുക എന്ന പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബക്ലിംഗ്. ഓക്കെ, വെൻ ദ ലോഡ് അപ്ലൈഡ്, ഒരു സെക്ഷനിലേക്ക് ലോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് സൈഡ് വൈസ് ബെൻഡ് ആവുകയാണെങ്കിൽ അത്തരത്തിലുണ്ടാവുന്ന പ്രോപ്പർട്ടിയാണ് എന്താ മക്കളെ? ബക്ലിംഗ്. ഓക്കെ, in order to avoid buckling നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? we have to provide ഐ സെക്ഷൻ. ഇതിനെ പറയുന്ന പേരാണ് ഐ സെക്ഷൻ. എന്തുകൊണ്ടാണ് ഐ സെക്ഷൻ? ഈ ക്വസ്റ്റ്യൻ കൂടിയും എപ്പോഴും വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഐ സെക്ഷൻ യൂസ് ചെയ്യുക? നോക്കുക, ദിസ് സെക്ഷൻ പ്രിവെന്റ്സ് ബക്ലിംഗ് ഓഫ് ബീംസിന്റെ ബക്ലിംഗ്സ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു, ഐ സെക്ഷൻ യൂസ് ചെയ്യുന്നു. ദിസ് സെക്ഷൻ പ്രൊവൈഡ്സ് ലാർജ് ലോഡ് ബിയറിംഗ് സർഫസ് ആൻഡ് ടു പ്രിവെന്റ് ബെൻഡിങ് ഒഴിവാക്കാനും ബക്ലിംഗ് ഒഴിവാക്കാൻ വേണ്ടി എന്താണ്? യെസ്, ബക്ലിംഗ് ഒഴിവാക്കാൻ വേണ്ടി ഐ സെക്ഷൻസ് യൂസ് ചെയ്യുന്നു. യെസ്, okay, yes. Okay, sir, get ready. Okay, yes, this shape reduces the weight of the beam without sacrificing the strength. Strengthil compromise ചെയ്യാതെ അതിന്റെ എന്താ സംഭവിക്കും? അതിന്റെ വെയിറ്റ് കുറയ്ക്കാനും ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നു കേട്ടോ. ഈ ഐ സെക്ഷൻസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ദീസ് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് ഐ സെക്ഷൻസ് കേട്ടോ. അതായത് ബക്ലിംഗ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഐ സെക്ഷൻസ് യൂസ് ചെയ്യുക. ഈ പോയിന്റ് കൂടി മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. എന്തിനു വേണ്ടിയൊക്കെയാണ് ഓർത്തിരിക്കുക സാറേ? യെസ് sir, last slide. Okay, yes, okay. Write the expression for bending and produced in the beam shown below. അതായത് ഈ ഒരു ബെൻഡിൽ ഉണ്ടാവുന്ന ബക്ലിംഗ് ഉണ്ടാവുകയാണെങ്കിൽ, ഇവിടെ ബക്ലിംഗ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഡീഫോർമേഷൻ ഡെൽറ്റയുടെ ഇക്വേഷൻ ആണ് WL³ divided by 4BD³ y. ഓക്കെ, 4BD³ y. ഒന്നുമില്ല, എന്തൊക്കെയാണ് അതിന്റെ? W വെയിറ്റ് ആണ്, L ലെങ്ത് ആണ്, ആൻഡ് അതിന്റെ B എന്താ പറയാ നീളവും വീതിയും B ആൻഡ് D, ഐ മീൻ ഡെപ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആണ് BD, ആൻഡ് Y എന്താണ്? അതിന്റെ യങ്സ് മോഡുലസ് ആണ് കേട്ടോ. യങ്സ് മോഡുലസ് ആണ്. ഓക്കെ, യെസ്, ഐ തിങ്ക് വിത്ത് ദിസ് അല്ലേ സാറേ? ഓക്കെ, ഫൈൻ. അപ്പം ഇത്രയും ഇതോടുകൂടി എന്താ പറയാ മൈ ടോപ്പിക്സ് ഡൺ. ഓക്കെ, മൈ ടോപ്പിക് ഇസ് ഡൺ ആൻഡ്
യാ അപ്പം ഈ 3 ചാപ്റ്റേഴ്സിലും എന്താ പറയാ എന്തിരുന്നൊക്കെയാലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വരാൻ 100% ചാൻസ് ഉള്ള ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം? യെസ്, എവറിത്തിങ് ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ക്ലിയർ ആൻഡ് സൗണ്ട് അല്ലേ സാറേ? ഓക്കെ ആണെങ്കിൽ മക്കളെ ജസ്റ്റ് ഷോ മീ സം പവർ ഓൺ ദ കമന്റ് ബോക്സ് ആൻഡ് ഗെറ്റ് റെഡി ഫോർ ദ എന്താ പറയാ ഗെറ്റ് റെഡി ഫോർ ദ ഇമ്പാക്ട് അല്ലേ? യെസ് ആൻഡ് ഐ ആം മച്ച് ഡിലൈറ്റഡ് ടു വെൽക്കം മൈ കൊളീഗ് നിവിൻ സർ ആൻഡ് യെസ് ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഗോ. യാ അപ്പൊ മക്കളെ യെസ് ഇനിയൊന്നും പറയാനില്ല, ജസ്റ്റ് എന്താ പറയാ ബ്രേസ് ഫോർ ദ ഇമ്പാക്ട് അല്ലേ? ബ്രേസ് ഫോർ ദ ഇമ്പാക്ട് ആൻഡ് ഗെറ്റ് റെഡി. ഓക്കെ, അപ്പം ബാക്കി ടോപ്പിക്സ് സാറ് പറയും ആൻഡ് ഐ ഹോപ്പ് എന്താ എല്ലാവർക്കും ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പം സാറേ തുടങ്ങാല. അപ്പം ബാറ്റൺ കൈമാറാണ്. യെസ്, ഞാൻ ബാറ്റൺ കൈമാറി. അപ്പോ എല്ലാവരും ആദ്യമൊന്ന് ചാടി എഴുന്നേറ്റൊന്ന് ഒരു 2 സിറ്റപ്പ് കഴിച്ചിട്ടൊന്ന് വേഗം ഇരുന്ന് എല്ലാവരും കുറച്ചു നേരം അതിലിരിക്കണം വേഗം കേട്ടോ. നമ്മുടെ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളും അതുപോലെ തന്നെ സൂമില് നമ്മളുടെ വിന്നേഴ്സിലെ പിള്ളേരുണ്ട്, നമ്മുടെ സ്വന്തം ചങ്സ്. വേഗം ഒരു 5 സിറ്റപ്പ് അടിച്ചിട്ട് വേഗം ഇരുന്ന്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. സൗണ്ട് ഒന്നും അധികം എടുക്കണില്ലടാ, പേടിക്കണ്ട. ഓക്കെ സാറേ തുടങ്ങിയാലോ, നമുക്ക് സമയം കളയണ്ടല്ലോ. അപ്പൊ ഓക്കെ, ചാപ്റ്ററിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അല്ലെ? 8 മാർക്കിനോളം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലെ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വേണം. When does average velocity become equal to instantaneous velocity? അതായത് ആവറേജ് വെലോസിറ്റി എപ്പോഴാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആകുന്നത്? ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. When does the average velocity become equal to instantaneous velocity? എന്താണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെയും ആവറേജ് വെലോസിറ്റിയുടെയും ഇക്വേഷൻ ഓർക്കുക, ഡയറക്റ്റ് കിട്ടും നമുക്ക്. എന്താണ്? When the time interval delta t tends to 0, the average velocity become equal to instantaneous velocity. Okay, delta t 0 ആകുന്ന സമയത്താണ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിക്ക് ഈക്വൽ ആകുന്നത്. പറഞ്ഞ കാര്യം ഓക്കെയാണോ? വിട്ടുകളയരുത്. ഓക്കെ, v is equal to limit delta t tends to 0 delta x by delta t is equal to dx by dt. അതായത് ഈ പ്രാവശ്യം എക്സാമിന് ചോദിച്ചായിരുന്നു, ഒരു കാറ് ഓടിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് കാറിനെ കാണുമ്പോൾ അതിന്റെ സ്പീഡ് എന്താണെന്ന് ചോദിച്ചു അല്ലെ? ആൻസർ എന്തായിരുന്നു? ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ആയിരുന്നു. ഈ പ്രാവശ്യം വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം. നിങ്ങൾ ഒരു റോക്കറ്റ് കാണുന്നു, ആ റോക്കറ്റ് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പറയുന്നത്, ഡയറക്ഷൻ കൂടി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ നിങ്ങൾ കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് എഴുതണം? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് എഴുതണം. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ? പറഞ്ഞാൽ എല്ലാവർക്കും സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിലെ രണ്ടാമത്തെ കാര്യം വേറെ ഒന്നുമല്ല, എന്താണ്? ഗ്രാഫുകളാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. 12 ഗ്രാഫ് നമുക്ക് മൊത്തം പഠിക്കാനുണ്ട് കേട്ടോ. 12 ഗ്രാഫ്. ഒന്നാമത്തെ എന്ന് പറയുന്നത് പൊസിഷൻ ടൈം ഗ്രാഫ് അറ്റ് ബോഡി അറ്റ് റെസ്റ്റ്, യൂണിഫോം വെലോസിറ്റി, യൂണിഫോം ആക്സിലറേഷൻ. അതുപോലെ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫും ആക്സിലറേഷൻ ടൈം ഗ്രാഫും. അപ്പോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പൊസിഷൻ ഡയഗ്രാഫ്. നോക്കിക്കോ, പൊസിഷൻ ഡയഗ്രാഫില് ബോഡി റെസ്റ്റിലായിരിക്കുമ്പോ കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്നു. ഓക്കെ, കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്നു. യൂണിഫോം വെലോസിറ്റിയിലാകുമ്പോ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നു. എന്നാൽ യൂണിഫോം ആക്സിലറേഷൻ ആകുമ്പോ, വരച്ചിറങ്ങാനോടെ എന്റെ ഒപ്പം, യൂണിഫോം ആക്സിലറേഷൻ ആകുമ്പോ ഒരു സ്ലോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. സെറ്റാണോ? ഓക്കെ അല്ലേ? ശരി. ഇനി രണ്ടാമത് വെലോസിറ്റി ടൈം ഗ്രാഫ്. ബോഡി വെച്ച് റെസ്റ്റ് ആകുമ്പോ, ഓക്കെ, ബോഡി വെച്ച് റെസ്റ്റ് ആകുമ്പോ വെലോസിറ്റി ഇല്ല. എന്നാൽ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇനി യൂണിഫോം ആക്സിലറേഷൻ ആകുമ്പോ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ, ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നു. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തത് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? റെസ്റ്റിലിരിക്കുമ്പോഴും യൂണിഫോം വെലോസിറ്റിയിലിരിക്കുമ്പോഴും ഗ്രാഫ് എക്സ് ആക്സിൽ തന്നെയാണ്. ഓക്കെ, റെസ്റ്റിലിരിക്കുമ്പോഴും യൂണിഫോം വെലോസിറ്റിയിലിരിക്കുമ്പോഴും ഗ്രാഫ് എക്സ് ആക്സിൽ തന്നെ. ഓക്കെ അല്ലെ? എന്നാൽ യൂണിഫോം ആക്സിലറേഷൻ ആകുമ്പോ എന്ത് പറ്റും? കോൺസ്റ്റന്റ് ആയിട്ട് തുടരും. സെറ്റ് അല്ലേ? എല്ലാവർക്കും സെറ്റാണെങ്കിൽ സെറ്റ് എന്ന് മെസ്സേജ് ഇട്ടെ. എന്നാൽ എക്സാമുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള
ഫ്രീ ഫോൾ. ഓക്കെ, എക്സാമുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഫ്രീ ഫോൾ എന്താണ്? ഫ്രീ ഫോൾ ഏതാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്? രണ്ടാമത്തത് വി ടി ഗ്രാഫ് ആണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിച്ചോളാം. ഇനി എക്സ് ടി ഗ്രാഫ് ആകുമ്പോ, പൊസിഷൻ ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ആകുമ്പോ എന്താണ്? സ്ലോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ആദ്യം പഠിച്ച പൊസിഷൻ ടൈം ഗ്രാഫ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുക. പൊസിഷൻ ടൈം ഗ്രാഫിലെ എ ടി ഗ്രാഫും ഇതിലെ എക്സ് ടി ഗ്രാഫും ഒരുപോലെ ഇരിക്കും. സെറ്റ് അല്ലേ? അല്ലെ? കമ്പയർ ചെയ്ത് നോക്കിയപ്പോ കറക്റ്റ് അല്ലേ? ഇനി ഫ്രീ ഫോളിൽ വി ടി ഗ്രാഫ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നു. എ ടി ഗ്രാഫ് കോൺസ്റ്റന്റ് ആയിട്ട് തുടരുന്നു. കാരണം ഫ്രീ ഫോൾ ആയിരിക്കുമ്പോ എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞ് ഗ്രാവിറ്റി കൃത്യമായിട്ട് ഇങ്ങനെ പോകും. പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഉഷാറാഞ്ചേ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ ഉഷാറാഞ്ചേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് ഈ പറയുന്ന ഗ്രാഫുകളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏരിയയും സ്ലോപ്പും. ഓക്കെ, ഏരിയയും സ്ലോപ്പും. സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ആക്സിസ് ഡിവൈഡ് ബൈ x ആക്സിസ് ആണ്. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ആക്സിസ് ഇൻറ്റു x ആക്സിസ് ആണ്. ഈ ഒരു കോളം പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം? നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, എക്സ് ടി ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ, എക്സ് ടി ഗ്രാഫിന്റെ സ്ലോപ്പ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം വെലോസിറ്റി. ഇനി വി ടി ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോ ഡിസ്പ്ലേസ്മെന്റ്, സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോ ആക്സിലറേഷൻ. കുറെ പ്രാവശ്യം പഠിച്ചേക്കണം. എ ടി ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ വീണ്ടും വെലോസിറ്റി. ഓക്കെ, സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോ ജെർക്ക്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? പഠിച്ച കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ? ഇനി ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? പൊസിഷൻ ടൈം റിലേഷൻ. ഓക്കെ, പൊസിഷൻ ടൈം റിലേഷൻ. അപ്പൊ നോക്കിക്കോണം അതിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. Consider a body moving a velocity, moving a constant velocity, moving a uniform acceleration moving a constant acceleration A with an initial velocity u, final velocity v, with a displacement s. Okay അല്ലേ? ഫിഗർ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? പൊസിഷൻ ടൈം റിലേഷൻ. ഓക്കെ, പൊസിഷൻ ടൈം റിലേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ടേക്കണം. ഓക്കെ, അതിൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോ S is equal to ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ u plus v by 2 into t. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? വിക്ക് പകരം ശ്രദ്ധിച്ചിരുന്നോളാം, വിക്ക് പകരം u plus at സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വിക്ക് പകരം u plus at സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ u plus at ഡിവൈഡ് ബൈ 2 വരുന്നു. ഓക്കെ, u plus u by at ഡിവൈഡ് ബൈ 2 വരുന്നു. ഓക്കെ ആണല്ലോ? അതിൽ നിന്ന് u തമ്മിൽ കൂട്ടുമ്പോ 2u plus at ഡിവൈഡ് ബൈ 2 into t. ഓക്കെ, ഇനി എന്ത് ചെയ്യാ? കട്ട് ചെയ്യാനുള്ളവരെ കട്ട് ചെയ്ത് കളയാം. 2നെയും കട്ട് ചെയ്ത് കളയാൻ പറ്റും. u അവിടെ നിൽക്കും. at by 2 into t എന്ന് വരുന്നു. ഓക്കെ, at by 2 into t എന്ന് വരുന്നു. എന്ത് ചെയ്യണം? ടീനെ ഉള്ളിലേക്ക് എടുക്കുക. ആൻസർ എന്ത് കിട്ടുന്നു? S is equal to ut plus half at square. വിട്ട് കളയരുത്, ഷോർട്ടാണ്, വിട്ട് കളയരുത്. ഇനി ഈ സെയിം സാധനം തന്നെ നിങ്ങൾക്ക് എന്ത് രീതിയിൽ ചെയ്യാൻ പറ്റും? ഗ്രാഫ് മെത്തേഡ് വെച്ചും ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്ക് കിട്ടുന്നത് ഒരു ട്രയാംഗിളും റെക്ടാംഗിളും ആയിരിക്കും. ഓക്കെ, വി ടി ഗ്രാഫിൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പൊസിഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വെലോസിറ്റിയും ടൈമും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് രണ്ടുപേരുടെ ഏരിയ കണ്ടുപിടിക്കാനാണ്. y ആക്സും x ആക്സും മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ കണ്ടുപിടിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇതിന്റെയൊക്കെ ഏരിയ കണ്ടുപിടിക്കണം. റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം, ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ L into B. ഓക്കെ, ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് BH. ഓക്കെ ആണല്ലോ? എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. S is equal to half into t into v minus u. ഓക്കെ ആണോ? into u into t. പറഞ്ഞ കാര്യം ഓക്കെ ആണല്ലോ? പറഞ്ഞ കാര്യം ഓക്കെ ആണല്ലോ? കുറച്ചധികം പ്രാവശ്യം പഠിച്ചേക്കണാണ്. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്ത്? v is equal to u plus at. അല്ലെ? ഏറ്റവും ആദ്യം പഠിക്കുന്ന കാര്യം v is equal to u plus at. അതിൽ നിന്ന് v minus u എന്തെന്ന് എഴുതാം? at എന്ന് എഴുതാലോ. അങ്ങനെയാണ് ഈ v minus u പകരം എന്ത് ചെയ്തത്? നമ്മൾ at എഴുതിയത്. ഓക്കെ ആണോ? പറഞ്ഞ കാര്യം ഓക്കെ ആണോ? ഓക്കെ, ഇക്വേഷൻ എന്ത് കിട്ടി? x is equal to ut plus half at square എന്ന് കിട്ടി. സെറ്റ് അല്ലേ?
എല്ലാവർക്കും സെറ്റ് ആണെങ്കിൽ കാണിച്ചേ, സെറ്റ് ആണെങ്കിൽ കാണിച്ചേ, സെറ്റ് ആണെന്ന് പറഞ്ഞ സെറ്റ് ആണെങ്കിൽ യെസ് ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി ചാൻസ് ഒരെണ്ണോടുണ്ട്, പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. സ്റ്റേറ്റ്മെന്റിലും വ്യത്യാസമില്ല, ഫിഗറിലും വ്യത്യാസമില്ല, പിന്നെ എന്തിനാണ് വ്യത്യാസമുള്ളത്? ഓക്കെ, ഇക്വേഷനിൽ മാത്രം വ്യത്യാസമുണ്ട്. നോക്കിക്കോളാം, വി സ്ക്വയർ നമുക്കറിയാവുന്ന ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. നമ്മൾ എന്ത് ചെയ്തു? റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും സ്ക്വയർ ചെയ്യുന്നു. അപ്പൊ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഇനി യു പ്ലസ് എ ടി ഹോൾ സ്ക്വയറിനെ എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ടൈമിൽ എക്സ്പാൻഡ് ചെയ്യാം. യു സ്ക്വയർ പ്ലസ് 2uat പ്ലസ് എ ടി ദ സ്ക്വയർ. ഓക്കെ, ഇനി എന്താണ് ചെയ്തത്? 2a, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, 2a ആണ് നമ്മൾ പുറത്തെടുത്തത്. അപ്പോ എ ടി സ്ക്വയറിൽ 2 ഇല്ല കളയാനായിട്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം? 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ എന്തായിട്ട് മാറി കിട്ടിയത്? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2ac കിട്ടിയത്. സെറ്റാണോ? കുറച്ചധികം പ്രാവശ്യം പഠിച്ചു. സെറ്റ് അല്ലേ? വിട്ടുകളയരുത്. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. എന്തായിരുന്നു സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്? ഓർമ്മയില്ല, നമ്മള് സ്പീഡിൽ ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞ പോലെ ലോസ് ഓഫ് മോഷനിലെ പോലെ തന്നെ കാർ സ്പീഡിൽ ഓടിച്ചു വരെയായിരുന്നു. കാർ സ്പീഡിൽ ഓടിച്ചു വന്നതിന് ശേഷം കുറച്ച് സമയം എത്തി കഴിഞ്ഞപ്പോ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞിട്ടും കാർ കുറച്ചധികം ദൂരം മുൻപോട്ട് പോയി. അങ്ങനെയാണെങ്കിൽ ആ മുൻപോട്ട് പോയ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്നു, പേരാണെന്ത്? stopping distance. When brake are applied to a moving vehicle, the distance it travel before stopping is called stopping distance. Okay, നമ്മളോട് ചോദിക്കാണ് ഡിറൈവ് ചെയ്യാനും കൂടി പറയണം. അപ്പോൾ ഒരു കാര്യം ഓർത്തേക്കണം, എനിക്ക് ഇതിന്റെ ആൻസർ കിട്ടണോട്ടാ. ഇവിടെ നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. ആ നെഗറ്റീവ് ആക്സിലറേഷനെ വിളിക്കുന്ന പേര് എന്താണ്? നെഗറ്റീവ് ആക്സിലറേഷനെ വിളിക്കുന്ന പേര് വേഗോട്ടെ. നെഗറ്റീവ് ആക്സിലറേഷനെ വിളിക്കുന്ന പേര് ചാറ്റേ നെഗറ്റീവ് ആക്സിലറേഷനെ വിളിക്കുന്ന പേര്. യെസ്, ബിനോയ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിള്ളേര് ആരാണ്? ദേവിക, അർജുൻ, അർച്ചന. യെസ്, എന്നാണ്? റിട്ടാരേഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നോക്കിക്കോ, വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഓക്കെ, അതിൽ വിയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഫൈനലി 0. യു സ്ക്വയർ അതായത് ഇനീഷ്യൽ വെലോസിറ്റി അവനുണ്ട്. ഇനി 2as അല്ലേ? 2as അതിൽ 2 ഇൻറ്റു എക്ക് പകരം കൊടുക്കണം, -a കൊടുക്കണം. കാരണം റിട്ടാർഡേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി എസ് അതുപോലെ തന്നെ നിർത്തുക. അപ്പൊ നമുക്ക് കിട്ടി 2as is equal to u സ്ക്വയർ. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? എസ് കണ്ടുപിടിക്കാം. നേരെ കൊണ്ടുപോയി 2a ഡിവൈഡ് ചെയ്ത് വെച്ചാൽ മതി. എസ് is equal to u സ്ക്വയർ ബൈ 2a. സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിൽ സെറ്റ് ചാറ്റ് ചെയ്യണം കേട്ടോ. സെറ്റ് ആണെങ്കിൽ സെറ്റ് ചാറ്റ് ചെയ്യണം. സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന കുറച്ചധികം നമുക്ക് ഇക്വേഷനുകളൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലം. A body is projected vertically upward with a velocity of 49 meter per second. Find maximum height, time of ascent, time of flight, velocity when it reach at a height of 16 meter. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തറിയണം? ഈ പറയുന്ന ടൈം ഓഫ് ഫ്ലൈറ്റിന്റെയും മാക്സിമം ഹൈറ്റിന്റെയും ടൈം ഓഫ് അസെന്റിന്റെയൊക്കെ ഇക്വേഷൻ അറിയണം. ഓക്കെ, അപ്പൊ ആദ്യം മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ h is equal to u സ്ക്വയർ ബൈ 2g. ഓക്കെ, യു ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്, 49 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻസർ കിട്ടി 122.5. ഓക്കെ അല്ലെ? 122.5 മീറ്റർ. ഓക്കെ ആണല്ലോ. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടൈം ഓഫ് അസെന്റ്, അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. t is equal to ഇക്വേഷൻ പഠിച്ചു വെച്ചാണോ? t is equal to u by g. യൂസിൽ പിന്നെ ഉണ്ട് 49 തന്നെ. g എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഡിവൈഡ് ചെയ്യുക, ആൻസർ 5. ഓക്കെ അല്ലെ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ടൈം ഓഫ് ഫ്ലൈറ്റ്. മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ ഒരിക്കലും ടൈം ഓഫ് ഫ്ലൈറ്റ് പറയണില്ല. ഓക്കെ, ടൈം ഓഫ് ഫ്ലൈറ്റിനെ പറ്റി പറയണില്ല. പക്ഷെ നമുക്കറിയാം എയറിന്റെ റെസിസ്റ്റൻസിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ ടൈം ഓഫ് അസെന്റും ടൈം ഓഫ് ഡിസെന്റും ഈക്വൽ ആയിരിക്കും. അവന്മാര് രണ്ടുപേരും പിടിച്ച് കൂട്ടുന്നതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ടൈം ഓഫ് ഫ്ലൈറ്റ്. സെറ്റ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഓൾറെഡി ടൈം ഓഫ് അസെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് തന്നെ ആയിരിക്കും എന്ത്? ടൈം ഓഫ് ഡിസെന്റും. അപ്പൊ 5 + 5 10 സെക്കൻഡ്. ഓക്കെ ആണോ? സെറ്റ് ആണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ വെലോസിറ്റി when it reaches at a height of 16 meter. അപ്പൊ ശ്രദ്ധിച്ചോളാം, ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചെറിയ മിസ്റ്റേക്ക് വരും. അതുകൊണ്ട് ഏത് ഇക്വേഷൻ നമ്മൾ എടുക്കേണ്ടത്? വി സ്ക്വയർ is equal to u സ്ക്വയർ പ്ലസ് 2as എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുക്കണം. ഓക്കെ, വി സ്ക്വയർ is equal to u സ്ക്വയർ പ്ലസ് 2as എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുക്കുക.
ഓക്കെ, യുവിന് പകരം എന്തെടുക്കുക? 49 എടുക്കണം. 2 അതുപോലെ തന്നെ എക്ക് പകരം താഴത്തേക്കാണ് ഒബ്ജക്റ്റ്. ഓക്കെ, മൈനസ് എ ആക്കണം. 9.8 ഡിസ്പ്ലേസ്മെന്റ് അവിടെ പറഞ്ഞിട്ടുണ്ട് 60 മീറ്റർ ആണ്. എസ് കൊടുത്തു 60. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വി സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് വി സ്ക്വയർ ആയിരിക്കും. നമുക്ക് വേണ്ടത് എന്താണ്? വി എം. ഓക്കെ, നമുക്ക് വേണ്ടത് വി ആണ്. വി ആയതുകൊണ്ട് എന്ത് ചെയ്യണം? റൂട്ട് എടുക്കണം. വാല്യൂ 35 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. സെറ്റ് അല്ലേ? അപ്പോ 3 ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചിട്ട് ഓൾറെഡി. ഒന്നാമത്തത് h is equal to u square by 2g, രണ്ടാമത് t is equal to u by g, മൂന്നാമത്തെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഓഫ് അസെന്റ് പ്ലസ് ടൈം ഓഫ് ഡിസെന്റ്. ഓക്കെ ആണോ? എന്നാൽ ഇനി രണ്ട് ഇക്വേഷൻ കൂടി ഞാൻ പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, t is equal to root 2h by g. ഏതിന്റെയാണത്? ഒന്ന് ചാറ്റ് ചെയ്തേ. t is equal to root 2h by g. വേഗാട്ടെ. t is equal to അവിടെ നമ്മുടെ പിള്ളേര് ആക്ഷൻ കാണിക്കണ്ട കേട്ടോ. t is equal to root of 2h by g. വേട്ടെ ടൈം ഓഫ് ഡിസെന്റ് അല്ല, ടൈം ടു റീച്ച് ദ ഗ്രൗണ്ട്. അതാരാ പറഞ്ഞ? അർച്ചന 2 ആൻസർ ആയാലും പറയണം. വെരി ഗുഡ് കേട്ടാ. ടൈം ടു റീച്ച് ഗ്രൗണ്ട് ആരാണ്? മിനേഷ് ചന്ദ്ര കറക്റ്റ് ആണ്ടാ. ദേവിക MR കറക്റ്റ്. ഓക്കെ, ടൈം ടു റീച്ച് ഗ്രൗണ്ട് എത്താൻ എടുക്കുന്ന സമയം, അതിന്റെ ഇക്വേഷൻ ആണ് റൂട്ട് 2h by g. എന്നാൽ v is equal to root 2gh. ഇക്വേഷൻ ആണ് ഫൈനൽ വെലോസിറ്റി ഇക്വേഷൻ ആണ്. ഫൈനൽ വെലോസിറ്റി ഇക്വേഷൻ ആണ് v is equal to root 2gh. ഓക്കെ അല്ലെ? ഇതിൽ h എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാക്സിമം ഹൈറ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ അല്ലെ? പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും സെറ്റ് ആണല്ലോ. ഇനി നിങ്ങൾ എപ്പോഴും വലപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രാഫ്. ഓക്കെ, ഗ്രാഫിലെ ക്വസ്റ്റ്യൻ നോക്കിക്കോണം. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഈസ് ഗിവൺ ബിലോ. വിച്ച് പോർഷൻ ഓഫ് ദ ഗ്രാഫ് റെപ്രസെന്റ്സ് യൂണിഫോം റിട്ടാർഡേഷൻ? ഏതാണ് ഈ തന്നിരിക്കുന്നതിൽ യൂണിഫോം റിട്ടാർഡേഷൻ കാണിക്കുന്നത്? ഏതാണ്? OA ആണോ, AB ആണോ, BC ആണോ, OC ആണോ? യെസ്, ആൻസർ വരുന്നുണ്ട് BC. ഓക്കെ, താഴേക്കുള്ള അല്ലെ നെഗറ്റീവ് ആക്സലറേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് റിട്ടാർഡേഷൻ. അപ്പൊ ആൻസർ BC. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളെ. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ടൈം 2 സെക്കൻഡ് ടു 7 സെക്കൻഡ്. 2 സെക്കൻഡ് മുതലേ ശ്രദ്ധിച്ചോണ്ടോ, 2 സെക്കൻഡ് മുതൽ 7 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് പിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. തന്നേക്കുന്നത് വി ടി ഗ്രാഫ് എന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് ആണ് പിടിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഇതിനു വേണ്ടി താഴേക്ക് നീട്ടി വരച്ച് ഇവനൊരു ബോക്സ് ആക്കി അല്ലെങ്കിൽ ഒരു റെക്ടാംഗിൾ ആക്കി മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യണം? റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക. റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, L/B. ആൻസർ എത്ര കിട്ടും? 13 മീറ്റർ. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് കമന്റ് ചെയ്തേ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വളരെ ഇമ്പോർട്ടന്റ്, ശ്രദ്ധിച്ചിരുന്നോ കേട്ടോ. അതായത് പിള്ളേരൊക്കെ നമ്മളോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോണം. അതാണ് ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി starts from rest as shown in below. What is the use of acceleration time graph? Acceleration time graph inde acceleration time graph inde ഉപയോഗം എന്താണ്? ഒന്നാമത്തെ ആൻസർ എന്താണ്? ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഉപയോഗിക്കുന്നത് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ആണ്. ശരിയാണ്. ഏതൊരു ഇൻസ്റ്റന്റിലെയും ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ആക്സിലറേഷൻ മാത്രം കണ്ടുപിടിക്കാൻ പറ്റുമോ? അല്ല, വെലോസിറ്റി കൂടി കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിച്ചോളാം. ഇനി നിങ്ങൾക്ക് വിട്ടുപോകണം, ആരും ശ്രദ്ധിച്ചോളാം. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് യൂസിങ് എബോവ് ഗ്രാഫ്. മുകളിൽ തന്നിരിക്കുന്ന ഗ്രാഫിനെ ഉപയോഗിച്ച് വെലോസിറ്റി ടൈം ഗ്രാഫ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കണം. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് തന്നിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. ഓക്കെ, ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാലാണ് വെലോസിറ്റി. അപ്പൊ നമുക്കൊരു ഏരിയ കണ്ടുപിടിക്കാൻ എന്തുണ്ട്? 2 ബോക്സ് ഉണ്ട്. ഇവിടെയും ഒരു ബോക്സ് ഉണ്ട്, ഇവിടെയും ഒരു ബോക്സ് ഉണ്ട്. ഓക്കെ, ഈ ബോക്സിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ ഒരു 4ഉം ഇവിടെ ഒരു 3ഉം 12. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ 4, 5, 6 3 യൂണിറ്റ് ഇവിടെയും 4 യൂണിറ്റ് ഇവിടെയും അവിടെയും 12. ഓക്കെ ആണോ? ഏരിയ കണ്ടുപിടിച്ചപ്പോ 12 കിട്ടിയത്. ഓക്കെ ആണെങ്കിൽ കൈ വീശിക്കേ. ഓക്കെ, സെറ്റാണ്. നമ്മുടെ പിള്ളേരെ നമ്മ എടുക്കണ്ടേ? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോ. ഗ്രാഫ് വരക്കാൻ വേണ്ട ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിച്ചോളാം. എങ്ങനെ വരക്കണേന്ന് പറയണം. VT ഗ്രാഫ് നമ്മൾ ആദ്യമേ വരച്ചു നോക്കാം. സെറ്റല്ലേ? ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ആക്സിലറേഷൻ ഡയഗ്രാം ഓഫ് എ ബോഡി സ്റ്റാർട്ട് ഫ്രം റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒറിജിനിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ അല്ലേ? ഒറിജിനിൽ നിന്നായിരിക്കും ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ ഡയമെൻഷനുകളൊക്കെ എഴുതി വെക്കണം. ടൈമിൽ വ്യത്യാസമില്ല.
0 അടയാളപ്പെടുത്തിയിട്ടുണ്ട്, 3 അടയാളപ്പെടുത്തിയിട്ടുണ്ട്, 6 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വെലോസിറ്റി ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ വാല്യൂ എത്രയാണ്? 12 ആണ്. അതും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ ആണോ? അവിടെയും വരെ ഓക്കെ ആണ് എല്ലാവർക്കും? ഓക്കെ ആണല്ലോ? ഡീലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യണം? ആദ്യത്തെ ലൈൻ വരക്കണം. ആദ്യത്തെ ലൈൻ വരച്ചു. റെസ്റ്റിൽ നിന്ന് 12 വരെയുള്ള ആദ്യത്തെ ലൈൻ. ഓക്കെ, പിന്നെ ഈ ഗ്രാഫ് നോക്കുമ്പോൾ എന്താ പ്രത്യേകത? ഇത് എക്സ് ആക്സിന് താഴെയാണ്. എക്സ് ആക്സിന് താഴെയാണെങ്കിൽ അതിനെ പറഞ്ഞ പേര് എന്താണ്? റിട്ടാർഡേഷൻ ആണ്. നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. റിട്ടാർഡേഷൻ ആണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം? നമ്മളും ഇവിടുന്ന് താഴേക്കാണ് വരക്കേണ്ടത്. ഓക്കെ ആണോ? അപ്പൊ ഉള്ളിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ട്രയാങ്കിൾ കിട്ടും. സെറ്റ് അല്ലേ? പറഞ്ഞ കാര്യം സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിൽ സെറ്റ് എന്ന് കമന്റ് ചെയ്തേ. ഈ ആൻസർ ഈ ക്വസ്റ്റ്യൻ വന്ന് ഞാൻ വിട്ടുകളയരുത്. ഓക്കെ അല്ലേ? ഗ്രാഫ് വന്നത് ഓക്കെ ആണെങ്കിൽ കൈവീശിക്കേ. പറഞ്ഞ കാര്യം ഓക്കെ ആണെങ്കിൽ യെസ് ഓക്കെ ആണ് സാർ. നമ്മുടെ പിള്ളേരും കൈവീശുന്നുണ്ട്, യൂട്യൂബിലെ പിള്ളേരും കൈവീശുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഗിവൺ ഇന്റർവൽ ഓഫ് ടൈം ഫ്രം 0 to 3 സെക്കൻഡ്. 0 മുതൽ 3 വരെ, ഓക്കെ 3 സെക്കൻഡ് വരെയുള്ള എന്ത് കണ്ടുപിടിക്കണം? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 0 to 3 സെക്കൻഡ് വരെയുള്ള ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക. 0 to 3 ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞത് ഇതാണ് ട്രയാങ്കിൾ. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞായിരിക്കും ഹാഫ് ബി എച്ച് തന്നെ. നേരത്തെ പറഞ്ഞ സെയിം തന്നെ, ഹാഫ് ബി എച്ച്. ഓക്കെ, 12 into 3 36 വരും. ഒരു ബൈ 2 ഉണ്ട്, കാരണം ഹാഫ് ഉണ്ടായിരുന്നല്ലോ. ആൻസർ 18 സെന്റിമീറ്റർ കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഈ പ്രോബ്ലം തെറ്റിക്കൂല എല്ലാവരും. ഗ്രാഫ് എടുക്കുന്നത് എങ്ങനെയാണ് നോക്കിയായി, ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നോക്കിയായി. എല്ലാവർക്കും ഓക്കെ അല്ലേ? സെറ്റാണ്. യെസ് സാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ചാപ്റ്ററിലെ ഏകദേശം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. A car travel from A to B at 16 km/h and return at 19 km/h. What is the average velocity and average speed? Average velocity എത്രയായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എയിൽ നിന്ന് ബിയിലേക്ക് 60 km/h പോയി. ഓക്കെ, തിരിച്ച് ബിയിൽ നിന്ന് എയിലോട്ട് വന്ന് 90 km/h എന്നാണ്. വെലോസിറ്റി ഉണ്ടോ അവിടെ? വെലോസിറ്റി ഉണ്ടോ? ആലോചിച്ച് നോക്കുക. വെലോസിറ്റി ഇല്ല അല്ലേ? വെലോസിറ്റിയുടെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, വെലോസിറ്റിയുടെ വാല്യൂ 0 ആയിരിക്കും. പക്ഷേ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോണം. V1ഉം V2ഉം ഓക്കെ രണ്ട് വെലോസിറ്റി ആണ്. ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ആവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2 ആണ്. സെറ്റ് അല്ലേ? രണ്ടാമത്തത്, ഇനി v1 v2 ആർ ടു സ്പീഡ്സ് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ആണെങ്കിൽ, ടൈം അവന്മാർ രണ്ടിനും എടുത്ത സമയം തുല്യമാണെങ്കിൽ ഇക്വേഷനിൽ ചെറിയൊരു വ്യത്യാസം വരും. v1 പ്ലസ് v2 ഡിവൈഡഡ് ബൈ 2. ഇനി യൂണിഫോം ആക്സലറേറ്റഡ് സബ്ജക്റ്റ് ആണെങ്കിൽ, അതാണ് നമ്മൾ ആദ്യം പൊസിഷൻ ടൈം ഗ്രാഫിൽ എടുത്തത്, u പ്ലസ് v ബൈ 2. ഓക്കെ ആണോ? പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണ്? ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് ഇക്വേഷൻ വെച്ചിട്ടുള്ളതാണ്? ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, ആവറേജ് വെലോസിറ്റിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. കാരണം എയിൽ നിന്ന് ബിയിലേക്ക് അവൻ 60 km/h ഒന്നു തിരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ ആവറേജ് വെലോസിറ്റി എത്രയാണ്? 0. ഓക്കെ, ഇനി ആവറേജ് സ്പീഡ് ചോദിച്ചിട്ടുണ്ട്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ചെയ്തേക്കണം 2v1 v2 divided by v1 plus v2. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ആൻസർ എത്ര കിട്ടും? 72 km/h എന്ന് കിട്ടും. അർജുൻ ഡിയറിന് 72 km/h എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒരു തീ കത്തിച്ച്, ഓക്കെ ആണെങ്കിൽ ഒരു പൂത്തി അടി എന്താണ് ലോനപ്പാനാണല്ലേ പൂക്കുറ്റി അടിക്കാൻ പറഞ്ഞ. ഞാൻ നേരം കൊണ്ട് ഇത്തിരി വെള്ളം കുടിക്കാം. വേഗം അടിക്ക് അടി ലോനപ്പ ഒരു പൂക്കുറ്റി വേഗട്ടെ. സെറ്റല്ലേ? തീ കത്തിക്കണം. നാട്ടുകാരെ ഓടി വരണേ. വിന്നേഴ്സിന്റെ ചാറ്റ് ബോക്സിൽ തീ പിടിച്ചെന്ന് പറയേണ്ട അവസ്ഥയാണ്. ഓക്കെ, സെറ്റല്ലേ? എല്ലാവർക്കും സെറ്റാണ്. ഓക്കെ, അടുത്ത ചാപ്റ്ററിലോട്ട് പോയിക്കോട്ടെ. ഫസ്റ്റ് ചാപ്റ്റർ സെറ്റല്ലേ? മോഷൻ ഇൻ എ പ്ലെയിൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടെ. നോക്കിക്കോ. A ball is dropped through the window of a train traveling with high velocity to a man standing near the track. The ball is, അതായത് ട്രെയിനിൽ നിന്ന് ഒരു ബോൾ തെറിഞ്ഞ്. അങ്ങനെയാണെങ്കിൽ ആ ബോളിന്റെ ഡയറക്ഷൻ, ചാപ്റ്ററിന്റെ പേര് മോഷൻ ഇൻ എ പ്ലെയിൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് അറിയാൻ പാടില്ലേ ഡയറക്ഷൻ ഏതാ വരുള്ളൂ? 1 2 3 4 കാണിച്ചേ എനിക്ക് കാണണം. 1 2 3 4. യെസ് പാരാബോളിക്. ബിനോയ് കറക്റ്റ് കേട്ടോ. ആൻസർ എന്ന് പറയുന്നത് ഫോളോ എ പാരാബോളിക് പാത്ത്. എന്നാൽ ഇതുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം.
വേറൊന്നുമല്ല, when two vectors are said to be equal. രണ്ട് വെക്ടറുകൾ ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? അവന്മാരുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഈക്വൽ ആയിരിക്കണം. ഓക്കെ അല്ലേ? അവന്മാരുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനിലും ഈക്വൽ ആണ്. Two vectors A and B are said to be equal if they have same magnitude and same direction. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന വെക്ടറിൽ ഒരു ക്വസ്റ്റ്യൻ, സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന വെക്ടറിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ചധികം പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള സീറോ വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടർ, സീറോ വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടർ. ഓക്കെ, എ വെക്ടർ വിച്ച് zero magnitude and zero direction is known as zero vector അല്ലെങ്കിൽ null vector. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എക്സാമ്പിൾസ് ചോദിക്കും, വിട്ടുകളത്. എന്താണ് എക്സാമ്പിൾ? വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് അറ്റ് റെസ്റ്റ് ഗ്രാഫിൽ പഠിച്ച്. ഓക്കെ, ആക്സിലറേഷൻ വെക്ടർ ഓഫ് ആൻ ഒബ്ജക്ട് അറ്റ് റെസ്റ്റ് അതും ഗ്രാഫിൽ കണ്ടു. കാരണം ഞാൻ മൂന്നാമത്തേൽ കാണിച്ചു തന്നായിരുന്നു, രണ്ടുപേരും എക്സ് ആക്സിൽ തന്നെയായിരുന്നു. ഓക്കെ, ഇനി ദ പൊസിഷൻ വെക്ടർ ഓഫ് ആൻ ഒബ്ജക്ട് അറ്റ് ദ ഒറിജിൻ, ഒറിജിനിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 0 0 ഇരിക്കും. ഓക്കെ, അതാണ് പറഞ്ഞ സീറോ ഡയറക്ഷനും സീറോ മാഗ്നിറ്റ്യൂഡും. ഓക്കെ, ഇനി ദ ആക്സിലറേഷൻ വെക്ടർ ഓഫ് ആൻ ഒബ്ജക്ട് വിത്ത് യൂണിഫോം വെലോസിറ്റി. ബോഡി റെസ്റ്റ് ആണെങ്കിൽ, ഓക്കെ, ബോഡി റെസ്റ്റ് ആണെങ്കിൽ ഓൾറെഡി നമുക്ക് ഡിസ്കസ് ചെയ്തില്ലേ, വെലോസിറ്റിയും 0 ആയിരിക്കും, ആക്സിലറേഷനും 0 ആയിരിക്കും. പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? സീറോ വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടർ ഓക്കെ ആണോ? ഓക്കെ ആണ്, ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പ്രോബ്ലം, ഇങ്ങനത്തെ ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കുക. 2 vectors 3 Newton and 4 Newton which are perpendicular to each other acting simultaneously on a body. Calculate, sound കൂടി കുറഞ്ഞല്ലേ, calculate the resultant force acting on the body. ഓക്കെ, രണ്ട് ഫോഴ്സുകളുണ്ട്, 3 ന്യൂട്ടനും 4 ന്യൂട്ടനും. ഇവന്മാര് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യണം. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് വെക്ടർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണ്? റിസൾട്ടന്റ് വെക്ടറിന്റെ ഇക്വേഷൻ R is equal to root of p square plus q square plus 2pq cos theta. ഓക്കെ അല്ലേ? 2pq cos theta. അങ്ങനെയാണെങ്കിൽ റൂട്ട് കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. അപ്പൊ R square is equal to p square plus q square plus 2pq cos theta എന്ന് കിട്ടി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു രണ്ടുപേരും പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്നു, പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി. കോസ് 90യുടെ വാല്യൂ കോസ് 90യുടെ വാല്യൂ 0. ഓക്കെ, അപ്പൊ ഞാൻ പറയാണ് തീറ്റ is equal to 90 when vectors are to be perpendicular. ഓക്കെ, അപ്പൊ ഈ ടേം മൊത്തം എന്തായി? 0 ആയി പോയി. ആൻസർ കിട്ടി R square is equal to p square plus q square എന്ന് കിട്ടി. p യുടെ വാല്യൂ നമുക്കറിയാം 3 ന്യൂട്ടൺ, q യുടെ വാല്യൂ അറിയാം 4 ന്യൂട്ടൺ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. R square is equal to 3 square plus 4 square ആണെങ്കിൽ 9 plus 16 എന്ന് വരും അല്ലെ? 9 plus 16 25 എന്ന് വരും. എന്ത്? R square. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? R കണ്ടുപിടിക്കണം. R കണ്ടുപിടിക്കാൻ വേണ്ടി റൂട്ട് ഓഫ് 25. ആൻസർ 5 ന്യൂട്ടൺ. ഓക്കെ, പിള്ളേരോട് കൃത്യമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട്. സൂരജ് കണ്ടാ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി ഇന്നത്തെ ഷോർട്ട് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലെ? മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഡിസ്കസ് ചെയ്യണ്ടേ? പോയോ? മാക്സിമം ഹൈറ്റ്. അപ്പൊ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് it is the maximum vertical displacement attained by a projectile above the horizontal plane. ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിന് മുകളിലായി ഒരു ഒബ്ജക്റ്റിന് കിട്ടാവുന്ന മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ മാക്സിമം ഹൈറ്റ്. ഓക്കെ ആണോ? ഡെഫിനിഷൻ ഓക്കെ ആണോ? പക്കയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ശ്രദ്ധിച്ചോളാം, ഡെറിവേഷൻ ശ്രദ്ധിച്ചോളാം. ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി, ഇവിടെ നിന്ന് അറിയുമ്പോൾ വെലോസിറ്റി എത്രയാണ്? u sin θ ആണ്. ഓക്കെ, ഇനി മാക്സിമം പൊസിഷനിൽ എത്തിക്കഴിയുമ്പോ അവന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആയിരിക്കും അല്ലെ? ആക്സിലറേഷൻ എന്ന് പറയുന്നത് -g ആയിരിക്കും. കണ്ടുപിടിക്കേണ്ട വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് s is equal to h എന്ന് എടുക്കുക. ഓക്കെ അല്ലേ? ഇനി ഇക്വേഷൻ v square is equal to u square plus 2as. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോ നമുക്ക് കിട്ടും h is equal to u square sin square theta divided by 2g. ഓക്കെ അല്ലേ?
ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? എല്ലാവർക്കും സെറ്റ് അല്ലേ? എല്ലാവർക്കും സെറ്റ് അല്ലേ? സെറ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു കാര്യം, ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റും മാക്സിമം ഹൈറ്റും ചോദിക്കാത്ത ചാപ്റ്റർ ഉണ്ടാവില്ല. മോഷൻ പ്ലെയിനിൽ രണ്ട് ഡെറിവേഷനുകൾ ഏറ്റവും കൂടുതൽ വരാറ്. അത് ചോദിക്കുന്നത് ഒന്ന് മാക്സിമം ഹൈറ്റും, രണ്ടാമത് ടൈം ഓഫ് ഫ്ലൈറ്റും. ഓക്കെ, ടൈം ഓഫ് ഫ്ലൈറ്റ്. The time is taken by a projectile to reach back to the same horizontal plane of the point of projection. ഇവിടെ നിന്ന് ഒരു ബോൾ തെറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതേ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ തന്നെ വന്നു നിൽക്കാൻ ആവശ്യം. ഓക്കെ, വന്നു നിൽക്കാൻ ആവശ്യമായ സമയം അവനെ പറയുന്ന പേരാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇവിടെ നിന്ന് വിട്ടൊരു ഒബ്ജക്റ്റിനെ തിരിച്ച് അതേ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് വന്നിരിക്കാനുള്ള ടൈമിനെ പറയുന്ന പേരാണ് എന്താണ്? ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ, ഇനി ഇനീഷ്യൽ വെലോസിറ്റി നേരത്തെ പഠിച്ചെന്നെ ശ്രദ്ധിച്ചോ. ഇനീഷ്യൽ വെലോസിറ്റി വ്യത്യാസമില്ല, യു സൈൻ തീറ്റ തന്നെ. ഫൈനൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം vy is equal to 0. ആക്സിലറേഷൻ -g തന്നെ. ആദ്യത്തെ 3 ടൈം വ്യത്യാസമില്ല. ഓക്കെ, പിന്നെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടൈം ടേക്കൺ. കാരണം ഇവിടെ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ടൈം ടേക്കൺ ക്യാപിറ്റൽ ടി എടുക്കുക. നേരത്തെ v² is equal to u² plus 2as എന്ന് പറയുന്ന ഇക്വേഷൻ ആദ്യമെങ്കിൽ ഇപ്പോൾ s is equal to ut plus half at square. ഓക്കെ അല്ലേ? s is equal to ut plus half at square തന്നിട്ടുണ്ട്. ഓൾറെഡി യു തന്നിട്ടുണ്ട്. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ ഞാൻ -g ആണെന്ന് അറിയാം. ടിക്ക് പകരം ക്യാപിറ്റൽ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ കിട്ടി. ടി is equal to 2u sin theta by g. ഓക്കെ ആണെങ്കിൽ ഉഷാറായിട്ട് ചോദിച്ചാ. ഓക്കെ ആണെങ്കിൽ ഉഷാറായിട്ട് ചോദിച്ചാ. ഓക്കെ ആണെങ്കിൽ വേടാ നമ്മുടെ യൂട്യൂബിലെ പിള്ളേർ തീറ്റ കാണട്ടെ. എനിക്ക് പവർ വേണോട്ടോ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഡെറിവേഷൻ ഇതിലെ ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച്. ഓക്കെ, നോക്കിക്കോ. ഹൊറിസോണ്ടൽ റേഞ്ച് വേറെ ഒന്നുമല്ല. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ the maximum horizontal displacement covered by a projectile during its time of flight. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്തത്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഹൈറ്റ് ആണ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, ഹൊറിസോണ്ടൽ വെലോസിറ്റിയും ടൈമും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഹൊറിസോണ്ടൽ വെലോസിറ്റിയും ടൈമും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യു കോസ് തീറ്റ. ടൈം എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഇവിടെ മുതൽ ഇവിടെ വരെ എടുക്കുന്ന സമയം. അതിന് നമ്മൾ വിളിക്കുന്ന പേരല്ല ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂ എന്ത് കിട്ടും? r is equal to u² sin 2 theta divided by g. ഓക്കെ ആണോ? ഓക്കെ ആണോ? ആവണം. ഒക്കെ ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ തംസ് അപ്പ്. ഓക്കെ ആണെങ്കിൽ തംസ് അപ്പ്. ഓക്കെ ആണെങ്കിൽ തംസ് അപ്പ്. ഓക്കെ ആണ്. ഓക്കെ ആണ്. യെസ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്ത് പഠിച്ചിട്ട് ഒരു പ്രോബ്ലം എന്താണ്? The ceiling of long hall is 20 meter high. What is the maximum horizontal distance that a ball thrown with a speed of 14 meter per second can go without hitting the ceiling of the wall? ശ്രദ്ധിച്ചോണ്ടാ. എന്താണ്? h തന്നിട്ടുണ്ട് 25 മീറ്റർ ആണ് അല്ലെ? ഹോളിന്റെ ഹൈറ്റ് തന്നിട്ടില്ലേ? 25 മീറ്റർ. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞു യു തന്നിട്ടുണ്ട് 14 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ്? റേഞ്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഓക്കെ, റേഞ്ച് കണ്ടുപിടിക്കാൻ വേണം. അപ്പൊ അതിന് വേണ്ടി സൈൻ തീറ്റ എത്രയാണ് നമുക്ക് അറിയാൻ പാടില്ല. എച്ചിന്റെ ഇക്വേഷൻ എഴുതി. h is equal to u² sin square theta divided by 2g. ഓക്കെ, ഇതിന്റെ വാല്യൂ ആണ് എത്ര? 25 മീറ്റർ. അപ്പൊ യുവിന്റെ വാല്യൂ 14² സൈൻ സ്ക്വയർ തീറ്റ അതുപോലെ തന്നെ എഴുതി ഡിവൈഡ് ബൈ 2 × 9.8 is equal to 25. കാരണം എച്ചിന്റെ വാല്യൂ 25 അല്ലേ? എച്ചിന്റെ ഇക്വേഷൻ ചെയ്തിട്ട് നേരെ 25 നമ്മ ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ കണ്ടുപിടിക്കേണ്ടത്. സൈൻ സ്ക്വയർ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യണം 25 × 2 × 9.8. 25 × 2 × 9.8 ഓൾ ഡിവൈഡഡ് ബൈ 14². അപ്പൊ കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.30625 ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ വെച്ച് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സൈൻ സ്ക്വയർ തീറ്റയാണ് 0.30625. നമുക്ക് വേണ്ടത് എന്താ? തീറ്റ മാത്രം. സൈൻ ഇൻറ്റു സൈൻ അല്ലേ സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, അതിൽ നിന്ന് അപ്പൊ എന്ത് കണ്ടുപിടിക്കണം? സൈൻ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ വാല്യൂവിന്റെ റൂട്ട് എടുക്കണം. ഓക്കെ, സൈൻ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ വാല്യൂവിന്റെ റൂട്ട് എടുക്കണം. തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി സൈൻ ഇൻവേഴ്സ് ആ കിട്ടിയ വാല്യൂ 33.6 എന്ന് കിട്ടും. ഓക്കെ, 33.6 എന്ന് കിട്ടും. ഇനി ഈ ശ്രദ്ധിക്കേണ്ട കാര്യം റേഞ്ചിന്റെ ഇക്വേഷൻ എഴുതുക. റേഞ്ചിന്റെ ഇക്വേഷൻ എഴുതിയിട്ട് ഈ തീറ്റക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 33.6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂ 150.5 മീറ്റർ എന്ന് കിട്ടും. പറഞ്ഞ കാര്യം ഓക്കെ ആണോ?
പറഞ്ഞ കാര്യം ഓക്കെ ആണെങ്കിൽ തംസ് അപ്പ്, പറഞ്ഞ കാര്യം ഓക്കെ ആണെങ്കിൽ തംസ് അപ്പ്. അപ്പോ മിസ്റ്റേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതാണ്? സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുകൊള്ളാ, അതിൽ നിന്ന് ആ വാല്യൂന്റെ റൂട്ട് എടുക്കണമെന്ന് നിങ്ങൾ ഒന്ന് ഓർത്തേക്കണം. ഓക്കെ, സൈൻ സ്ക്വയർ തീറ്റയാണ് ഈ വാല്യൂ, നമുക്ക് വേണ്ടത് തീറ്റ മാത്രമാണ്. അപ്പൊ സൈൻ തീറ്റ ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് തീറ്റ കണ്ടുപിടിക്കുക. ഓക്കെ ആണ്, ഓക്കെ ആണ്. അല്ല ജോൺസൺ, പ്രസീത, പ്രവീൺ അവർക്കൊക്കെ ഓക്കെ ആണ്. യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്ത് എക്സാമിന് ചോദിച്ചിട്ട് കുറച്ച് പേര് പേടിച്ചെന്ന് പോയ ക്വസ്റ്റ്യൻ. ഓക്കെ, വേറെ ഒന്നുമല്ല. when h is equal to r/2 ആകുമ്പോഴും r/4 ആകുമ്പോഴും എങ്ങനെയാണ് സാർ ഇക്വേഷൻ എഴുതുന്നത് അല്ലെ? when h is equal to r/2 ഹാഫ് ആണെന്ന് പറയും. ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് ദ ഹാഫ് ഓഫ് മാക്സിമം ഹൈറ്റ് ഈസ് ഹാഫ് ഓഫ് ഹൊറിസോണ്ടൽ റേഞ്ച്, അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഓഫ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചോ, ആദ്യം h is equal to r/2 ആകുമ്പോൾ കേസ് പറഞ്ഞുതരാം. h is equal to r/2. അപ്പൊ ആദ്യം നമുക്ക് രണ്ട് ഇക്വേഷൻ അറിയണ്ടേ? h ന്റെ ഇക്വേഷൻ പറയണം, r ന്റെ ഇക്വേഷൻ അറിയണം. h ന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g യും r ന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ g യും. ഓക്കെ, എന്നിട്ട് നമ്മൾ പറഞ്ഞേക്കാണ് h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിരുന്നോട്ടാ, h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r/2 ആണ്. ഓക്കെ, ഇക്വേഷൻ എഴുതി u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g ഇസ് ഈക്വൽ ടു, ശരിക്കും ഇക്വേഷൻ u സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ g ആണ്. ബൈ 2 വരാൻ കാരണം പകുതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, r/2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരാൻ വേണ്ട, അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഒരുപോലെ ഉള്ളവരെ കട്ട് ചെയ്ത് കളയും. യു സ്ക്വയർ ഇവിടെ ഉള്ള ഒരാളെ കട്ട് ചെയ്ത് കളഞ്ഞു, ഇപ്പുറത്തൊരു യു സ്ക്വയർ ഉണ്ട് അവനെയും കട്ട് ചെയ്ത് കളഞ്ഞു. 2g ഇവിടെ ഒരാളുണ്ട് അയാളെ കട്ട് ചെയ്ത് കളഞ്ഞു, ഇപ്പുറത്തൊരു 2g ഉണ്ട് അയാളെയും കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ 2 തീറ്റ എന്ന് കിട്ടി. സൈൻ 2 തീറ്റയുടെ ഇക്വേഷൻ നമുക്കറിയാം, 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, 2 സൈൻ തീറ്റ കോസ് തീറ്റ ആകുമ്പോൾ വീണ്ടും ഓരോ സൈൻ വെച്ച് കട്ടായി പോകും. ഇക്വേഷൻ ആയിട്ട് മാറും, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 2 കോസ് തീറ്റ എന്ന് കിട്ടും. അതിൽ നിന്ന് കോസ് തീറ്റയെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ, ഓക്കെ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ആണ്. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2, വാല്യൂ 63 ഡിഗ്രി 26 മിനിറ്റ്സ്. ഓക്കെ ആണോ? പറഞ്ഞ കാര്യങ്ങൾ സ്റ്റെപ്പ് ഓക്കെ ആണെങ്കിൽ കൈ വിഷയ സ്റ്റെപ്പ് ഓക്കെ ആണെങ്കിൽ തംസ് അപ്പ്, സ്റ്റെപ്പ് ഓക്കെ ആണെങ്കിൽ തംസ് അപ്പ്. ഓക്കെ, ഇനി r/4 ആകുമ്പോ h is equal to r/4 ആകുമ്പോൾ ശ്രദ്ധിച്ചോളാം. h is equal to r/4 ആകുമ്പോൾ വളരെ സിമ്പിൾ ആണ്. എന്താണ്? നേരത്തെ നിങ്ങൾ ബൈ 2 എഴുതി കൊടുത്ത് 1/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നേരത്തെ 1/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ സൈൻ 2 തീറ്റ വരൂലേ? സൈൻ 2 തീറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്, 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പൊ ഇവിടെ ഉള്ള 2ഉം തമ്മിൽ ക്യാൻസൽ ആവും. ഓക്കെ, ഇക്വേഷൻ ആയിട്ട് മാറും. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് വരും, കോസ് തീറ്റനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 45 ഡിഗ്രി. ഓക്കെ അല്ലേ? പറഞ്ഞാലും ഓക്കെ അല്ലേ? സെറ്റ്. അടുത്ത ദിവസത്തിലോട്ട് പോയിക്കോട്ടെ. റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും നോക്കിക്കോണം കേട്ടോ. ആദ്യം നമ്മൾ സർക്കിൾ വരക്കാം. ഓക്കെ, സർക്കിൾ വരക്കുക, റേഡിയസ് r വെക്ടർ. ഓക്കെ, റേഡിയസ് r വെക്ടർ. രണ്ടാമത്തതാ r ഡാഷ് വെക്ടർ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരക്കുന്നത് r ഡാഷ് വെക്ടർ. ഇവന്മാർ തമ്മിലുള്ള ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ തീറ്റ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെ ഡെൽറ്റ r, ഓക്കെ, ഡെൽറ്റ r വെക്ടർ എന്നും ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. കർവ്ഡ് ആയിട്ടുള്ള ഈ ഡിസ്റ്റൻസിനെ ഡെൽറ്റ എസ്. ഓക്കെ ആണല്ലോ? പറഞ്ഞ കാര്യമാണല്ലോ, ഡെൽറ്റ എസ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാവുന്ന കാര്യം, ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ആണ്. ശ്രദ്ധിച്ചിരുന്നോണ്ടാ, ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ തീറ്റ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. ഓക്കെ, ഇനി അതിൽ നിന്ന് ഡെൽറ്റ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? തമ്മിൽ ക്രോസ് ചെയ്യണം, ആംഗുലർ വെലോസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, മാത്സിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു കാര്യം, ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണ്. ഇവിടുത്തെ ആർക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡെൽറ്റ എസ് ആണ്. റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ആണ്. അപ്പൊ ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ ആർ. ഇനി ശ്രദ്ധിക്കുക, ഡെൽറ്റ എസും ഡെൽറ്റ ആറും, അതായത് കർവ്ഡ് ആയിട്ടിരിക്കുന്ന കർവും അതുപോലെ തന്നെ ഈ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയതുകൊണ്ട് എന്ത് ചെയ്യാം? ഡെൽറ്റ എസിന് പകരം ഡെൽറ്റ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഡെൽറ്റ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഡെൽറ്റ തീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ആർ എന്നാകും. അപ്പൊ രണ്ട് ഇക്വേഷനും ഡെൽറ്റ തീറ്റ ആയിട്ട് ഇക്വേറ്റ് ചെയ്തേക്കണം. എന്ത് ചെയ്യാം? തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഒമേഗ ഇൻറ്റു ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ആർ. ഓക്കെ,
ഇനി ഈ ആറിനെ അങ്ങോട്ട് കൊടുക്കുന്നു, ഡെൽറ്റ ടിയെ താഴെ കൊടുക്കുന്നു. ഒമേഗ ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഡെൽറ്റ ആർ ഇൻറ്റു ഡെൽറ്റ ടി. അതിൽ നിന്ന് കിട്ടി വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? വളരെ സിമ്പിൾ ആണ്, കുറെ പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ പവർ കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ പവർ കാണിച്ചേ. സെറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, A body of mass 10 kilogram revolves in a circle of radius 0.8 meter, completing 420 revolutions in a minute. Calculate angular speed, linear speed, time period, centripetal acceleration. നോക്കിക്കോ, centripetal acceleration. ബാസിം സാർ ഹായ്. ഓക്കെ, ഹായ് ചോദിച്ചു തന്നു. ഓക്കെ, ഫ്രീക്വൻസി ആദ്യം ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിട്ടുണ്ട് 420 റെവല്യൂഷൻ ഒരു മിനിറ്റിൽ. ഓക്കെ, അപ്പൊ 420 ഡിവൈഡഡ് ബൈ 60 7 കിട്ടി. ഇനി ശ്രദ്ധിക്കണോടെ, ഇത് തുടങ്ങിയെല്ലാം ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. ആംഗുലാർ സ്പീഡിന്റെ ഇക്വേഷൻ ഒമേഗ ഇസ് ഈക്വൽ ടു 2πf. ഓക്കെ, 2 പൈയുടെ വാല്യൂ 3.14, എഫിന്റെ വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ച് 7. ഓക്കെ അല്ലേ? ഇനി ലീനിയർ സ്പീഡ് കിട്ടി കഴിഞ്ഞിട്ട് അടുത്തത് ആംഗുലർ സ്പീഡ് കഴിഞ്ഞിട്ട് ലീനിയർ സ്പീഡ് എന്ന് പറഞ്ഞാൽ വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. ആർ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ ഉണ്ട്, 0.8 ആണ്. ഒമേഗ നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, മൂന്നാമത് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കൽ ആണ് ടൈം പീരീഡ്, 1/7. ഓക്കെ, 1/7 എഴുതിയാലും മാർക്ക് കിട്ടും, 1/7 എഴുതുക. ഓക്കെ, ലാസ്റ്റ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ വി ഒമേഗ. ഓക്കെ, വി നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചു, ഒമേഗയും നിങ്ങൾ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ഇക്വേഷനിലും മൂന്നാമത്തെ ഇക്വേഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അപ്പൊ നാലാമത്തേന്ന് ഓൾറെഡി തെറ്റിപ്പോകും. ഓക്കെ, വിയും ഒമേഗയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ കിട്ടും. സെറ്റാണോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റാണോ? 4 ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെച്ചാ. ആംഗുലർ സ്പീഡിന്റെ ഒമേഗ ഇസ് ഈക്വൽ ടു 2πf, ലീനിയർ സ്പീഡിന്റെ വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ, ടൈം പീരീഡിന്റെ 1/f, സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെ വി ഒമേഗ. സെറ്റ് അല്ലേ? പറഞ്ഞ കാര്യം. ചാപ്റ്റർ 4 സെറ്റ് ആണെങ്കിൽ ഒരു തീയതി, ചാപ്റ്റർ 4 സെറ്റ് ആണെങ്കിൽ മോഷൻ ഇൻ എ പ്ലെയിൻ മൂന്നാമത്തെ ചാപ്റ്റർ സെറ്റ് ആണെങ്കിൽ ഒരു തീട്ടെ. സെറ്റാണ്. ഉർവാൻ, ഫാത്തിമ, മിനേഷ്, ചന്ദ്ര, നമ്മുടെ പിള്ളേര് വിന്നേഴ്സ്. ഇവിടെ വിന്നേഴ്സ് കത്തി നിൽക്കണോണ്ടോ? നിങ്ങളെ ചൂടണമെങ്കിൽ എനിക്കൊരു യെസ് അർജുൻ എക്സ്, സിദ്ധാന്ത് സത്താർ, നേരത്തെ ഒരു ഗോഡു ഉണ്ടായിരുന്നല്ലോ, കുറെ നേരം കിടന്നു പോയാൻ. ഓക്കെ, അടുത്ത ചാപ്റ്ററിലോട്ട് പോയിക്കോട്ടെ. സാർ വേമേം പോയിക്കോ എന്ന് പറഞ്ഞ കുറെ പേരുണ്ട്, ഇരുന്നിരുന്ന് മതിയായിട്ടിരുന്നോണ്ട്. ഓക്കെ, ഗ്രാവിറ്റേഷൻ. ഓക്കെ, ഏതാണ്? ഡെറിവേഷനും ലോസും പഠിച്ചു കഴിഞ്ഞാൽ മാത്രം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ. ഓക്കെ, ഗ്രാവിറ്റേഷനിലെ ഫസ്റ്റ് എന്നാ പഠിക്കാനുള്ളത്? കെപ്ലറിന്റെ ഫസ്റ്റ് ലോ. നമ്മൾ സ്ഥിരം പഠിച്ചിട്ടുള്ള കാര്യമാണ്. കെപ്ലറിന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ നീറ്റായിട്ട് പഠിച്ചിട്ടാണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, every planet revolves around the sun in an elliptical orbit with sun at one of its focus. ഫോക്കസിൽ ഏതെങ്കിലും ഒരു ഫോക്കസിൽ, 2 ഫോക്കസിലോ അല്ല, ഏതെങ്കിലും ഒരു ഫോക്കസിൽ സൺ ഉണ്ടാവും. പിന്നെ ഈ പറയുന്ന പ്ലാനറ്റുകളെല്ലാം റിവോൾവ് ചെയ്യുന്നതല്ലേ, പ്ലാനറ്റുകളെല്ലാം റിവോൾവ് ചെയ്യുന്നത് ഒരു എലിപ്റ്റിക്കൽ പാത്തിലായിരിക്കും. അതാണ് ഫസ്റ്റ് ലോ. രണ്ടാമത്തെ ലോ എന്തായിരുന്നു? കെപ്ലർ സെക്കൻഡ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് ഏരിയ. ദ ലൈൻ ജോയിനിങ് ഫ്രം സൺ ടു പ്ലാനറ്റ് സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഏരിയ ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞ സമയം എടുക്കുന്നത് തുല്യമാണെങ്കിൽ ഏരിയ ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അവന് ലോ ഓഫ് ഏരിയ എന്നുള്ള പേര് വന്നത്. സെറ്റ് അല്ലേ? മൂന്നാമത്തത് നമ്മൾ എങ്ങനെ പഠിച്ചേക്കണ? ഇക്വേഷൻ എന്ന് പഠിച്ചല്ലേ? സ്ക്വയർ ഓഫ്, നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും നമ്മൾ പറഞ്ഞല്ലേ? സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ലെങ്ത് ഓഫ് സെമി മേജർ ആക്സിസ്. ഓക്കെ, സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് സെമി മേജർ ആക്സിസ്. സെറ്റാണോ? 3 ലോയും സെറ്റാണോ? 3 ലോയും സെറ്റാണ്. 3 ലോയും സെറ്റാണ്. വിട്ടുകളയരുതോ? 3 ലോയും സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കണ ഡ്യൂ ടു ആൾട്ടിറ്റ്യൂഡും ഡ്യൂ ടു ഡെപ്തും. നമ്മൾ പറഞ്ഞായിരുന്നു 2 മാർക്കിന് ക്വസ്റ്റ്യൻ വരാണെങ്കിൽ എങ്ങനെ എഴുതാം. ഓക്കെ, 3 മാർക്കിന് വരാണെങ്കിൽ എങ്ങനെ എഴുതും നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ശ്രദ്ധിച്ചോ, സർഫസിലെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ gm/r². ഇനി h ഹൈറ്റ് കൂടുമ്പോ എന്തായിരിക്കും?
ആർ സ്ക്വയർ എന്നുള്ളതിന് പകരം എന്താണ് ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്നാവും. ഓക്കെ, ഒരു എച്ച് ഹൈറ്റ് കൂടി ആറിന്റെ കൂടെ ഒരു എച്ച് കൂടി ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്നായി. ഇനി എന്താണ് ചെയ്യാറ് നമ്മള്? ഫസ്റ്റ് ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷനെ ഒന്നാമത്തെ ഇക്വേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യും. 2 ഡിവൈഡ് ബൈ 1 ചെയ്യും. അപ്പൊ നിങ്ങളോട് ഞാനൊരു കാര്യം ഇപ്പോഴേ പറഞ്ഞു വെച്ചേക്കാ, ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാണോ? കാരണം നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ 2 പ്രോബ്ലം പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമുക്ക് അറിയണം. ജി ഡാഷ് ബൈ ജി ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് സ്ക്വയർ. ഓക്കെ, ഇനി ജി ഡാഷിന് ചില സ്ഥലങ്ങളിൽ ഹൈറ്റ് ആയതുകൊണ്ട് ജി എച്ച് എന്നും കാണിക്കും. അപ്പൊ നിവിൻ സാർ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പറയരുത്. ജി ഡാഷും ജി എച്ച് ഒക്കെ ഏകദേശം ഒരുപോലത്തെ ആൾക്കാരാണ്. ഹൈറ്റിന് അവർ അങ്ങനെ കാണിച്ചത് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ അതായത് നിങ്ങൾ എസ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിൽ എസ് എസ് ഈക്വൽ ടു യു ടിക്ക് പകരം വി സീറോ ടി എന്ന് പറഞ്ഞു പഠിച്ചിട്ടുണ്ടായില്ലേ? വി സീറോ ടി എന്ന് പറഞ്ഞു പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതുപോലെ തന്നെ. ഓക്കെ, അതുപോലെ തന്നെ ഉള്ള പരിപാടി കണ്ടത്. ഓക്കെ ആണ്. അപ്പൊ നോക്കിക്കോ. ഓക്കെ, നോക്കിക്കോ, വേറെ ഒന്നുമില്ല. ഡെപ്തില് ജി ഡാഷ് ബൈ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം? സ്ക്വയറിനെ പുറത്തെടുക്കുക. രണ്ടിലും സ്ക്വയർ ഉള്ളതുകൊണ്ട് സ്ക്വയറിനെ പുറത്തെടുക്കുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? ഒരു ആറിനെ പുറത്തെടുക്കുന്നു. എന്തിനു വേണ്ടിയാണ്? മുകളിലും താഴെയും 6 വന്നു കഴിഞ്ഞാൽ വെട്ടിക്കളയാൻ പറ്റും. അതിനുവേണ്ടി താഴെയുള്ള ടേബിളിൽ നിന്ന് ഒരു 6നെ പുറത്തെടുക്കുന്നു. 6 വെട്ടിപ്പോയി. ഓക്കെ, ഈ ബാക്കി എന്തുണ്ട്? മുകളിൽ ഒരു 1 ഉണ്ട്, താഴെ 1 പ്ലസ് എച്ച് ബൈ ആർ ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യണം? ഈ ടേമിനെ, താഴെയുള്ള ടേമിനെ മുകളിലേക്ക് റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ സ്ക്വയർ എന്നുള്ളത് -2 ആകും. സ്ക്വയർ എന്നുള്ളത് -2 ആകും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണ്ടത് ജി ഡാഷ് മാത്രം. ജീനപ്പുറം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇക്വേഷൻ കിട്ടി. ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ. ഷുവർ ഷോർട്ട് ആണ്, എന്തായാലും ഉണ്ടാവും. ഒന്നല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഡെപ്ത്. അത് രണ്ടും പഠിക്കാണ്ട് ഈ പറയുന്ന ഗ്രാവിറ്റേഷൻ ചാപ്റ്റർ പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തത് ഡെപ്ത് ആകുമ്പോൾ വ്യത്യാസം എന്തായിരുന്നു? ഡെപ്ത് ആകുമ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സർഫസിലെ ഗ്രാവിറ്റിക്ക് വ്യത്യാസമില്ല. ജി എം ബൈ ആർ സ്ക്വയർ തന്നെയാണ്. പക്ഷേ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ, ഫസ്റ്റ് ഇക്വേഷനിൽ തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരണം. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? എമ്മിന് പകരമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ ജി എം ബൈ ആർ സ്ക്വയറില എമ്മിന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരണം. ഓക്കെ, എമ്മിന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ. എന്ത് ചെയ്തു? നമുക്കറിയാവുന്ന കാര്യം ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയം നമുക്കറിയാം. ഓക്കെ, ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയം എന്നറിയാം. മാസിന് എം എന്ന് ഡിനോട്ട് ചെയ്തു, വോളിയത്തിനെ 4/3 പൈ ആർ ക്യൂബ്. കാരണം ഇവനെ നമ്മൾ ഒരു സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കണം. ഓക്കെ ആണല്ലോ, സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി അതിൽ നിന്ന് എം എഴുതാലോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ ഡെൻസിറ്റിയും വോളിയം കൂടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഞാൻ മാസ് കിട്ടും. മാസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു റോ. ഓക്കെ, 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു റോ. ഇനി അടുത്തത് ജി ഈസ് ഈക്വൽ ടു സെയിം തന്നെ. ജി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു എമ്മിന് പകരം എന്ത് ചെയ്യണം? 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു റോ ഓൾ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ജിയുടെ വാല്യൂ 4/3 പൈ ആർ റോ ജി എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അതാണ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ. നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി ജി ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ റോ ജി എന്ന് കിട്ടി. ഡെപ്ത് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റേഡിയസിൽ നിന്ന് ആ സാധനം കുറയും, താഴത്തേക്ക് കുഴിക്കല്ലേ. കാരണം ഇവിടെ മുതൽ ഇവിടെ വരെയാണ് റേഡിയസ്. ഡെപ്ത് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേഡിയസിലാണ് കുറവുണ്ടാവുന്നത്. റേഡിയസിൽ അത് കുറക്കണം. ഡെപ്ത് പറയുമ്പോൾ 4/3 പൈ ഇൻറ്റു ആർ മൈനസ് ഡി എന്നാവും. നേരത്തെ ആർ ഡി ആയിരുന്നെങ്കിൽ ആർ മൈനസ് ഡി റോ ജി എന്നാവും. ഇനി എന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ തന്നെ ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ 1 ചെയ്യുക. വാല്യൂ ജി ഡി is equal to ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഡെറിവേഷൻ ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റണ്ടെന്ന് നോക്കിക്കോട്ടെ. ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്. ഓക്കെ, ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്. കാരണം ഈ 4 സാധനം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. ജി ഇൻക്രീസ് ഓർ ഡിക്രീസ്, അതായത് ഗ്രാവിറ്റി കൂടുമോ കുറയുമോ? എപ്പോൾ? ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ, ഉയരം കൂടുമ്പോൾ. ഗ്രാവിറ്റി കൂടുമോ കുറയുമോ? അതാണ് ക്വസ്റ്റ്യൻ. കൂടുമോ കുറയുമോ? പിന്നെ കാണിക്കണ. യെസ്, ജി ഡിക്രീസ്. ആരാണ് ഇങ്ങനെ വന്നത്? അതുല്യ സുബ്രഹ്മണ്യൻ. വെരി ഗുഡ്. ഓക്കെ, ഇനി രണ്ടാമത്തത് ജി ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദ എർത്ത് ഓർ മാസ് ഓഫ് ദ ബോഡി. ജി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓർ മാസ് ഓഫ് ദ ബോഡി. നമ്മളിത് എക്സാമ്പിൾ പറഞ്ഞത് ഒരേ സമയം ആനനെയും ഉറുമ്പിനെയും ഞാൻ അടുത്ത നിലത്തോട്ട് ഇട്ട്. യെസ് ഇവർ കാണിക്കുന്നുണ്ട്. എന്താണ്? മാസ് ഓഫ് ദ ബോഡി. സർപ്പോണിൽ മാസ് ഓഫ് ദ ബോഡി. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത് ജി ഈസ് മാക്സിമം ഓർ മിനിമം അറ്റ് പോൾ റീജിയൻസിൽ. പോളാർ റീജിയൻസിൽ ഗ്രാവിറ്റി കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? തന്റെ സാറിന് മറ്റേ കരടി അടിച്ച കഥ ഒക്കെ പറഞ്ഞ് ഓർക്കണ്ട. തല മുളച്ചു നോക്ക്.
ഓക്കെ, മാക്സിമം ആയിരിക്കുമോ മിനിമം ആയിരിക്കുമോ? മാക്സിമം ആയിരിക്കും. ആരാണ്? റുവാൻ ഫാത്തിമ, കറക്റ്റ്. ഓക്കെ, ജി ഇൻക്രീസ് ഓർ ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡെപ്ത്. ആഴം കൂടുന്നോറും ഗ്രാവിറ്റി കൂടുമോ കുറയുമോ? കൂടുമോ കുറയുമോ? കുറയും. യെസ്, വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രോബ്ലം നോക്കിക്കോ. എവിടെ? നോക്കിക്കോ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ജി അറ്റ് ഹൈറ്റ് ഈക്വൽ ടു റേഡിയസ് ഓഫ് എർത്ത്. ശ്രദ്ധിച്ചോളണം കേട്ടോ. അതായത് റേഡിയസ് ഓഫ് എർത്തിന് ഈക്വൽ ആയി ഹൈറ്റ്, എച്ചിന്റെ വാല്യൂ റേഡിയസ് ഓഫ് എർത്തിന് ഈക്വൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമോ? സോറി, ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചേക്കണം. അപ്പൊ നോക്കണം, നമുക്കറിയാവുന്ന ഇക്വേഷൻ ജി ഡാഷ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. ഓക്കെ, ജി ആർ സ്ക്വയർ, അതായത് നിങ്ങൾ പഠിച്ചേക്കണത് എങ്ങനെയാണെന്ന് അറിയാവോ? ഇതിങ്ങനെ വന്നപ്പോൾ ബുദ്ധിമുട്ടോന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ജി ഡാഷ് ബൈ ജി ഈസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ, അതായത് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്നാണ് നിങ്ങൾ പഠിച്ചേക്കണം. ഓക്കെ, കാണൂല്ലേ? ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്നാണ് നിങ്ങൾ പഠിച്ചേക്കണം. എന്നിട്ട് എന്ത് ചെയ്ത് ഈ ജീന് ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇക്വേഷൻ ആണത്. ഓക്കെ, ജി ഡാഷ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എച്ചിന് പകരം ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. എച്ചിന് പകരം എന്ത് ചെയ്യണം? ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാരണം റേഡിയസ് ആയിട്ട് തുല്യമായി എന്നല്ലേ പറഞ്ഞു. അപ്പൊ ജി ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ പ്ലസ് ആർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ആർ പ്ലസ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2r. 2r സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 4r സ്ക്വയർ എന്ന് വരും അല്ലെ? 4r സ്ക്വയർ എന്ന് വരും. 4r സ്ക്വയർ എന്ന് വന്നു. ജി ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 4r സ്ക്വയർ. ആർ സ്ക്വയറും കട്ട് ചെയ്ത് പോയി. ആൻസർ g/4. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? പറഞ്ഞ കാര്യം സെറ്റാണ്. സെറ്റ് ആണെങ്കിൽ സെറ്റ് ചാറ്റ് ചെയ്തേ, സെറ്റ് ആണെങ്കിൽ സെറ്റ് എന്നും പറഞ്ഞ് ചാറ്റിട്ടെ. വേഗാട്ടെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ. Find the height at which the acceleration due to gravity is reduced to half. Okay, acceleration due to gravity reduced to half. വേറൊന്നുമില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ജി ഡാഷിന്റെ വാല്യൂ g/2 ആണെന്ന് എടുക്കണം. ഓക്കെ, ജി ഡാഷിന്റെ വാല്യൂ g/2 ആണെന്ന് എടുക്കണം. വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നോക്കിക്കോ, നമ്മ ഓൾറെഡി തേർഡ് റിവിഷനിലേക്ക് ഇത് ഡിസ്കസ് ചെയ്താണ്. ജി ഡാഷിന്റെ വാല്യൂ g/2 എന്ന് എടുക്കുക. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജി ഡാഷ് ബൈ ജി ഇസ് ഈക്വൽ ടു 1/2 എന്നായി. ഓക്കെ, ജി ഡാഷ് ബൈ ജി ഇസ് ഈക്വൽ ടു 1/2 എന്നായി. അപ്പോ ജി എച്ച് ബൈ ജി ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. ഇക്വേഷൻ നമ്മൾ പഠിച്ചേക്കുന്ന ഇക്വേഷൻ, അതിന്റെ വാല്യൂ ആണ് എത്ര? 1/2. ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് സ്ക്വയർ ആണ് 1/2 എങ്കിൽ എന്ത് ചെയ്യണം? ആർ ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് ഇട്ടാൻ വേണ്ടി ചെയ്യണം, ഇവന്റെ റൂട്ട് എടുക്കണം. 1ന്റെ റൂട്ട് 1, 2ന്റെ റൂട്ട് √2. അപ്പൊ 1/√2 is equal to r divided by r plus h. ഓക്കെ, ഇനി r plus, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. r plus h is equal to √2r. √2r is equal to r plus h. അതിൽ നിന്ന് h കണ്ടുപിടിക്കാൻ വേണ്ടി h is equal to √2r minus r. √2r minus r. ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. h is equal to 1.414 minus r. 1.414 നിന്ന് 1 കുറക്കുക. 1.41 ആറിൽ നിന്ന് ഒരു 6 കുറക്കാൻ പറഞ്ഞാൽ ബാക്കി ആൻസർ കിട്ടും 0.414 6. ആറിന്റെ വാല്യൂ നമുക്കറിയാം 6400. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂ 2649.6. 2649. ഓക്കെ, 2649.6 കിലോമീറ്റർ കിട്ടും. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം സ്റ്റെപ്പ് ഓക്കെ അല്ലേ? അത് വേണമെങ്കിൽ എല്ലാവരും ഒരു സ്ക്രീൻഷോട്ട് വെച്ചു. എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാരണം എല്ലാവരും ഒരു സ്ക്രീൻഷോട്ട് വെച്ചു. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ പ്രോബ്ലം തന്നെ പറയാനാട്ടോ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ജി, ഡെപ്ത് ജി അറ്റ് എ ഡെപ്ത് ഈക്വൽ ടു 1/4 ഓഫ് റേഡിയസ് ഓഫ് എർത്ത്. നോക്കണം നേരത്തെ ഇക്വേഷൻ, ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - d/r. ഓക്കെ, അല്ല നമ്മൾ പറഞ്ഞേക്കാണ് ഡെപ്ത് എന്ന് പറയുന്നത് 1/4 ആയി. അതായത് ഡി എന്ന് പറയുന്നത് റേഡിയസിന്റെ പകുതിയായി. റേഡിയസിന്റെ പകുതിയല്ല, 1/4 ക്വാർട്ടറായി. ഓക്കെ, അപ്പൊ ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - ഡിക്ക് പകരം r/4 ഓൾ ഡിവൈഡ് ബൈ ആർ. 1 - r/4 ഓൾ ഡിവൈഡ് ബൈ ആർ. ഓക്കെ അല്ലേ? r/4 ഡിവൈഡ് ബൈ ആർ ഇക്വേഷൻ ആയിട്ട് എന്തായാലും മാറി. കട്ട് ചെയ്യാനുള്ളവരെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - 1/4 എന്ന് കിട്ടും. 1 - 1/4.
ആൻസർ ജി ഡാഷ് ഈക്വൽ ടു 3g ഡിവൈഡഡ് ബൈ 4. ഒന്നിൽ നിന്ന് കാല് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി മുക്കാൽ അല്ലെ, ഒന്നിൽ നിന്ന് കാല് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി മുക്കാൽ. സെറ്റ് അല്ലേ, സെറ്റ് അല്ലേ? അതും ഒരു സ്ക്രീൻഷോട്ട് വെച്ചോട്ടാ, അതും ഒരു സ്ക്രീൻഷോട്ട് വെച്ചോ. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ, ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. സെറ്റ് ആണ് കേട്ടാ, ഇത് വിട്ടുള്ളത് കേട്ടോ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. DQ വരെ R/4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി, വേറൊരു കാര്യം ചെയ്യണ്ട. DQ വരെ R/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഓർബിറ്റൽ വെലോസിറ്റി അല്ലെ, നമ്മൾ പറഞ്ഞതാണ് ഓർബിറ്റൽ വെലോസിറ്റി. എന്താണ് ഓർബിറ്റൽ വെലോസിറ്റി? വെൻ സാറ്റലൈറ്റ് ഇൻ ഇറ്റ്സ് ഓർബിറ്റ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് പ്രൊവൈഡഡ് ബൈ ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ലെ. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി സാറ്റലൈറ്റിന് അവന്റെ ഓർബിറ്റിൽ കറങ്ങാൻ ആവശ്യമായ മിനിമം വെലോസിറ്റിയെ നമ്മൾ വിളിച്ചിരുന്ന പേരാണ് ഓർബിറ്റൽ വെലോസിറ്റി. ഇനി ആ ഓർബിറ്റൽ വെലോസിറ്റി അവന് കൊടുത്തിരുന്ന ആള് ആരായിരുന്നു? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആയിരുന്നു. അവിടുത്തെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഈക്വൽ ആയിരുന്നു. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതുക, mv²/r ഈക്വൽ ടു g into mm divided by r square. ഓക്കെ, g into mm divided by r square. ഒരുപോലെയുള്ളവരെയൊക്കെ കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും v² ഈക്വൽ ടു g into m by r. ഓക്കെ, അതിന് എന്താണ് പിടിക്കണം? ഓർബിറ്റൽ വെലോസിറ്റി ആയ v കണ്ടുപിടിക്കണം. v is equal to root of gm by r. ഫിനിഷാണ് ശരിക്കും പറഞ്ഞു. ഇവിടത്തോടെ ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ആയി. v is equal to root gm by r ആണ് ഫൈനൽ ഇക്വേഷൻ. പിന്നെ നമ്മൾ എന്തുകൂടി ചെയ്യും? ഈ ആറിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? r plus h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, r plus h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. gm ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? gr² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ രണ്ട് ഇക്വേഷൻ കൂടി കിട്ടി. ഓക്കെ, r ന് പകരം സ്മോൾ ലെറ്റർ r ന് പകരം r plus h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, gm ന് പകരം സ്മോൾ g into r² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ രണ്ട് ഇക്വേഷൻ കൂടി എക്സ്ട്രാ കിട്ടി. ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഓർബിറ്റൽ വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയാണ്? 7.92 km/s. 7.92 km/s. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ്. ഓക്കെ, ഇനി ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ് നോക്കണം. ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ്, ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ്, ദ ടൈം ടേക്കൺ ബൈ എ സാറ്റലൈറ്റ് ടു കംപ്ലീറ്റ് 1 revolution around the planet. ഒരു റൗണ്ട് കറങ്ങാൻ എടുക്കുന്ന സമയം, അതിനെ പറയുന്ന പേരാണ് ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ്. ഇനി നമുക്കറിയാവുന്ന ഇക്വേഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ആണ്. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ആണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ റൗണ്ട് ആയതുകൊണ്ട് 2πr, സ്പീഡിനെ v എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇവിടുത്തെ v എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓർബിറ്റൽ വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റൂട്ട് gm/r. ഓക്കെ ആണല്ലോ. താഴെ റൂട്ട് കിടക്കുന്നതുകൊണ്ട്, താഴെ റൂട്ട് എടുക്കുന്നല്ല, റൈറ്റ് ഹാൻഡ് സൈഡിൽ റൂട്ട് എടുക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്യുമ്പോൾ t² ഈക്വൽ ടു 4π² r² ഡിവൈഡ് ബൈ gm/r എന്ന് കിട്ടും. ഓക്കെ, ഇനി ആറിനെ എന്ത് ചെയ്യണം? മുകളിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു r² ഉണ്ട്, അതിന്റെ കൂടെ ഒരു r കൂടി വരുമ്പോൾ ടേമിൽ r³ എന്ന് പറയുന്ന ഒരു ടേം കൂടി വരും. r³ എന്ന് പറയുന്ന ടേം വരും. ഇനി നേരത്തെ ഉണ്ടായ റൂട്ടിനെ അവിടെ കളയുക. റൂട്ടിനെ കളയാൻ വേണ്ടി t is equal to 4ന്റെ റൂട്ട് 2 π² റൂട്ട് π ആക്കി ബാക്കി എല്ലാവരും കൂടി റൂട്ടിന്റെ ഉള്ളിലിടുക, r³ ഡിവൈഡ് ബൈ gm. പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ പ്രാവശ്യം ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓർബിറ്റൽ വെലോസിറ്റി ചോദിക്കുന്നത് കൊണ്ട് ഈ പ്രാവശ്യം ടൈം പീരീഡ് പ്രതീക്ഷിക്കാം. ഓക്കെ ആണല്ലോ. ഇനി നമ്മോട് ചോദിക്കുകയാണ് ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എത്രയാണ്? 80.25 മിനിറ്റ്, 18.25 മിനിറ്റ്സ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ escape velocity of a planet. ഓക്കെ അല്ലേ? ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ escape velocity of a planet. അപ്പൊ നോക്കിക്കോണം, escape velocity കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എഴുതണം, half mv². ഓക്കെ അല്ലേ? half mv². ഇനി പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? -gmm/r, -gmm/r. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി ഈ സ്റ്റേറ്റ്മെന്റിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇൻഫിനിറ്റിയില്, ഓക്കെ, ഇൻഫിനിറ്റിയില് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും 0 ആയിരിക്കും. ഓക്കെ, ഇൻഫിനിറ്റി ഡിസ്റ്റൻസ് വരുമ്പോൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും 0 ആണ് നമുക്ക് കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലോ ഓഫ് കൺസർവേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ലോ ഓഫ് കൺസർവേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ half mv² is equal to half mv² minus gmm/r is equal to 0 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പിൽ ആ -gmm/r നെ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, അതായത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. half mv² is equal to gmm/r. ഒരുപോലെ ഉള്ളത് സ്മോൾ ലെറ്റർ m കട്ട് ചെയ്യുക. ഓക്കെ,
ഹാഫ് വി ഇ സ്ക്വയർ ഈക്വൽ ടു ജി എം ബൈ ആർ ആണെങ്കിൽ വി ഈസ് ഈക്വൽ ടു റൂട്ട് 2 ജി എം ബൈ ആർ. ഇത് എന്തിൻ്റെയാണ്? എന്തിനാണ്? എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി 2 ജി എം ബൈ ആർ. 2 ജി എം ബൈ ആർ. ഓക്കെ അല്ലേ? 2 ജി എം ബൈ ആർ. ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് അറിയുന്നവരൊന്ന് ചാറ്റ് ചെയ്തേ. ഇതിന്റെ വാല്യൂ എസ്കേപ്പ് വെലോസിറ്റി മൂണിന്റെയും വേണം എർത്തിന്റെയും വേണം. എസ്കേപ്പ് വെലോസിറ്റി വേഗം ഒന്ന് ചാറ്റ് ചെയ്തേ. മൂണിന്റെയും വേണം എർത്തിന്റെയും വേണം. സാർ ആരെങ്കിലും ഒന്ന് അറിഞ്ഞ മൂണിന്റെയും എർത്തിന്റെയും എസ്കേപ്പ് വെലോസിറ്റി വേണം. ആരുല്ല. ബിനോയ് 3 കറക്റ്റ് ആടാ. 2.3 km/s. എർത്തിന്റെ സാർ നമ്മുടെ ഉള്ളിൽ ഓർമ്മയുണ്ടല്ലോ. അല്ല ജോൺസൺ പറഞ്ഞിട്ടുണ്ട്. അതാരാണ്? ആര്യ. വെരി ഗുഡ്. 11.2 km/s. രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. വെരി ഗുഡ്. ഇനി ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ഓർബിറ്റൽ വെലോസിറ്റി ആൻഡ് എസ്കേപ്പ് വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റിയും എസ്കേപ്പ് വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാവുന്ന ഒരു കാര്യം. ഇക്വേഷൻ തന്നെ കിട്ടി. എന്താണ്? ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ജി എം ബൈ ആർ ആണ്. ഓക്കെ. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 2 ജി എം ബൈ ആർ. ശ്രദ്ധിച്ചോളാം. റൂട്ട് 2 ജി എം ബൈ ആർ ആണ് അല്ലെ? റൂട്ട് ഓഫ് 2 ജി എം ബൈ ആർ. അപ്പൊ ദേ ഇവിടെ തന്നെ ജി എം ബൈ ആർ ഉണ്ട്. ഇവിടെ എന്തേ ഒരു ജി എം ബൈ ആർ ഉണ്ട്. എക്സ്ട്രാ ആയിട്ട് വന്നേക്കണവൻ ആരാണ്? ഒരു റൂട്ട് 2 ആണ്. അപ്പൊ അവന്മാർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റി ഈക്വൽ ടു റൂട്ട് 2 ഓഫ് ഓർബിറ്റൽ വെലോസിറ്റി. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ. യെസ്. അങ്ങനെയാണെങ്കിൽ അതിനൊരു പ്രോബ്ലം പ്രതീക്ഷിക്കാം നമുക്ക്. ഓക്കെ. ഈ റിലേഷൻ അറിയാമോ എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്യും? വേണമെങ്കിൽ ഒരു പ്രോബ്ലം ഇടും. എസ്കേപ്പ് the velocity of a planet is 20 km/s. Find the orbital velocity of the smallest possible orbit. Escape velocity തന്നിട്ടുണ്ട്. ഓക്കെ. എസ്കേപ്പ് വെലോസിറ്റി തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഓർബിറ്റൽ വെലോസിറ്റി. അപ്പൊ നമുക്ക് അവരുടെ റിലേഷൻ അറിയാം. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 2 ഓഫ് ഓർബിറ്റൽ വെലോസിറ്റി ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ v0 ഈക്വൽ ടു ve ഡിവൈഡ് ബൈ റൂട്ട് 2 വരും. 20/√2. ആൻസർ 14.14 km/s. ഓക്കെ അല്ലേ? സ്ക്രീൻഷോട്ട് വെക്കണ്ട. സ്ക്രീൻഷോട്ട് വെക്കണേ വെച്ചോ. ഒരു കുഴപ്പമില്ല. സ്ക്രീൻഷോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ വെച്ചോ. വേഗം വെച്ചോ. ഒരു കുഴപ്പമില്ല. ഓക്കെ. സെറ്റ് അല്ലേ? പറഞ്ഞ കാര്യം. അപ്പൊ 5ാമത്തെ ചാപ്റ്റർ സെറ്റ് ആണെങ്കിൽ ഒരു തീ കത്തിച്ച് ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോയി ഞാൻ. വർക്ക് പവർ എനർജി. ലാസ്റ്റ് ചാപ്റ്റർ വർക്ക് പവർ എനർജി. സെറ്റ് അല്ലേ? തീ കാണണം. എനിക്ക് തീ കാണണം. ഓക്കെ. വെരി ഗുഡ്. വർക്ക് പവർ എനർജി. ഓക്കെ. ആദ്യം പഠിക്കാനുള്ള കാര്യം എന്താണ്? സ്ഥിരമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. സീറോ വർക്ക് പഠിക്കാനുള്ള എളുപ്പം വഴി എന്താണ്? നമുക്കറിയാവുന്ന ഇക്വേഷൻ W is equal to Fs cos theta. Fs cos theta. ഓക്കെ. ഇനി ഇത് 0 ആയി പോകണം. W 0 ആയി പോകണമെങ്കിൽ എന്തൊക്കെ വേണം? ഒന്നല്ലെങ്കിൽ F 0 ആകണം, S 0 ആകണം, cos theta വാല്യൂ 0 ആകണം. ഇത് മൂന്നാണ് കണ്ടീഷൻ. ഓക്കെ. F 0 ആണെങ്കിൽ എന്താണ്? ഫോഴ്സ് അവിടെ ഉണ്ടാകാൻ പാടില്ല. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാലും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകാൻ പാടില്ല. cos theta 0 ആണെങ്കിൽ വാല്യൂ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആകണം. ഇത്രയുള്ള കാര്യം. വളരെ സിമ്പിൾ. ഓക്കെ. വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇൻ സർക്കുലർ മോഷൻ 90 ഡിഗ്രി ആണെന്ന് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ചാപ്റ്റർ നമ്പർ 4 മോഷന് പ്ലെയിനിൽ സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞ ഒരു പോർഷൻ കിടപ്പുണ്ട്. അതിൽ ഓൾറെഡി നമ്മൾ പറയുന്ന കാര്യമാണ് വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇൻ സർക്കുലർ മോഷൻ. അത് എത്രയാണ്? തീറ്റ 90 ഡിഗ്രി ആയിട്ട് വരും. ഇനി വർക്ക് ഡൺ ബൈ എ മാൻ വാക്കിംഗ് ത്രൂ എ ഹൊറിസോണ്ടൽ സർഫസ് ക്യാരിങ് എ ലോഡ് ഓൺ ഹിസ് ഹെഡ്. നമ്മൾ അജീഷ് സാറിനെ കണ്ട് അല്ലെ? അജീഷ് സാറിനെ കൊണ്ടൊക്കെ നമ്മൾ വെയിറ്റ് ഇടിപ്പിച്ച് ഓർക്കണ്ട. ഇങ്ങനെ വെയിറ്റ് ഇടിപ്പിച്ച് ചെയ്യുമ്പോൾ ഇത് 90 ഡിഗ്രി ആയിട്ട് വരും എന്ന് പറഞ്ഞത് മുകളിലേക്ക് ഫോഴ്സ് കൊടുക്കുന്നു. ഡിസ്പ്ലേസ്മെന്റ് ഈ സൈഡിലേക്ക് 90 ഡിഗ്രി ആയിട്ട് വരുന്നു. തീറ്റ അല്ലെ 90 ഡിഗ്രി ആയിട്ട് വന്നു കഴിഞ്ഞാൽ വർക്ക് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തത് പോസിറ്റീവ് വർക്ക്. എന്താണ് പോസിറ്റീവ് വർക്ക്? നമ്മൾ കൊടുക്കുന്ന അതേ ഡയറക്ഷൻ, നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അത്തരം വർക്കുകളെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു പോസിറ്റീവ് വർക്ക്. വർക്ക് ഡൺ ബൈ എ മാൻ വെൻ സ്റ്റോൺ ഈസ് ത്രോൺ അപ്വേർഡ്. ഒരാൾ കല്ലെടുത്ത് മുകളിലേക്ക് എറിയുന്നു. മാനെയാണ് കൺസിഡർ ചെയ്യണ. ഒരു മാൻ കല്ലെടുത്ത് മുകളിലേക്ക് എറിയുകയാണെങ്കിൽ, ഓക്കെ, കല്ലെടുത്ത് മുകളിലേക്ക് എറിയുകയാണെങ്കിൽ അത്തരം വർക്കിനെ പോസിറ്റീവ് വർക്ക് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് വർക്ക് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് വിപരീതമായാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നതെങ്കിൽ, ഓക്കെ, അത്തരം വർക്കുകളെ നെഗറ്റീവ് വർക്കുകൾ എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ എന്താണ്? നേരത്തെ നമ്മൾ മാനെയാണ് കൺസിഡർ ചെയ്തത്, ബോൾ എറിഞ്ഞത് മനുഷ്യനാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? കല്ലെറിയുന്നുണ്ട്, പക്ഷെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ പറഞ്ഞ കാര്യം? പറഞ്ഞാലും ഓക്കെ അല്ലേ? ഇനി പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള പോസിറ്റീവ് വർക്കുകളും നെഗറ്റീവ് വർക്കുകളും. The work done by the frictional force. ഫ്രിക്ഷണൽ ഫോഴ്സ് ഓർത്ത് വെച്ചാൽ മതി. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞ വീട് വരുമ്പോൾ തന്നെ നമുക്കറിയാം അത് എന്ത് വർക്കായിരിക്കും? നെഗറ്റീവ് വർക്കായിരിക്കും.
ഓക്കെ, രണ്ടാമത്തത് ദ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡ്യൂറിംഗ് ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അത് മാത്രമോ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വരുള്ളൂ. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് കാണുമ്പോൾ നിങ്ങൾ ആദ്യം കയറി പോസിറ്റീവ് വർക്കും പിടിക്കും. പക്ഷെ പറഞ്ഞേക്കണതല്ല, ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്, എന്നിട്ടാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറഞ്ഞേക്കണം. ഓക്കെ, എന്നിട്ടാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറഞ്ഞേക്കണം. ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി വരും കേട്ടോ. ആംഗിൾ 90 ഡിഗ്രി വരുന്നത് കൊണ്ടാണ് അത് 0 വർക്ക് ആയത്. ഓക്കെ, വർക്ക് നോക്കണം, ഗ്രാവിറ്റേഷൻ നോക്കണം. ആംഗിൾ 90 ഡിഗ്രി വരുന്നതുകൊണ്ട് 0 വർക്ക്. ഇനി വർക്ക് ഡൺ ബൈ എ മാൻ ലിഫ്റ്റിംഗ് എ ബക്കറ്റ് ഔട്ട് ഓഫ് വെൽ. വെള്ളത്തിൽ നിന്ന് അല്ലെ, വെള്ളം കോരുന്നു. വെള്ളം കോരുന്നു എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെന്റ്, പോസിറ്റീവ് വർക്ക്. ഇനി വർക്ക് ഡൺ ബൈ എ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൺ എ ബോഡി സ്ലൈഡിംഗ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇൻക്ലൈൻഡ് പ്ലെയിൻ അല്ലെ, ഫ്രിക്ഷൻ ആണ് പറയണത്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് വർക്ക്. വർക്ക് ഡൺ ബൈ ആൻ അപ്ലൈഡ് ഫോഴ്സ് ഓൺ എ ബോഡി മൂവിംഗ് എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. നമ്മൾ നടക്കുന്നത് ഫോഴ്സിന്റെ ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെന്റ്, പോസിറ്റീവ് വർക്ക്. ഓക്കെ, ഇനി ആറാമത്തത് വർക്ക് ഡൺ ബൈ എ റെസിസ്റ്റീവ് ഫോഴ്സ് ഓഫ് എയർ ഓൺ എ വൈബ്രേറ്റിംഗ് പെൻഡുലം. അത് ഞാൻ പഠിപ്പിച്ചത് എങ്ങനെയാണ്? ഓണത്തിന് നമ്മൾ കിടന്ന് ഊഞ്ഞാലാടും. കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഊഞ്ഞാലയുടെ സ്പീഡ് പതിയെ നിന്ന് പോകും അല്ലെ. പതിയെ നിന്ന് പോകാൻ കാരണം അവിടുത്തെ എയറിന്റെ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ നമ്മൾ മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയ ഒരാൾ റെസിസ്റ്റ് ചെയ്യാൻ വന്നു. അങ്ങനെയാണെങ്കിൽ വർക്ക് നെഗറ്റീവ് വർക്ക്. ഇനി വർക്ക് വാസ് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇൻ സർക്കുലർ മോഷൻ. ഓൾറെഡി ഡിസ്കസ് ചെയ്തു, 0 വർക്ക്. വർക്ക് വാസ് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എ ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റ്. താഴേക്ക് വീണിട്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, കരിക്ക് നിലത്തേക്ക് വീഴുന്നു. ഒബ്ജക്റ്റ് നിലത്തേക്ക്, ഗ്രാവിറ്റേഷൻ നിലത്തേക്ക്, രണ്ടുപേരും ഒരേ ഡയറക്ഷൻ, പോസിറ്റീവ് വർക്ക്. ഓക്കെ, വർക്ക് ഡൺ വാസ് ഡൺ ബൈ ഫോഴ്സിനെ അപ്ലൈങ് ആൻ ഒബ്ജക്റ്റ്, പോസിറ്റീവ് വർക്ക്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഇന്നാൾ ചോദിക്കാവുന്ന, സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാവുന്ന ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത് വിട്ട് കളയാൻ പറ്റൂല. നമുക്ക് ഗ്രാവിറ്റേഷണൽ ഡെപ്തും ഓൾട്ടിറ്റ്യൂഡും പറഞ്ഞ പോലെ തന്നെ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ടോട്ടൽ എനർജി കൺസർവ്ഡ് ആണെന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, എന്ത് ചെയ്യണം? ആദ്യം ഫിഗർ നീറ്റ് ആയിട്ട് പഠിക്കുക. ബോള് നിലത്തേക്ക് ഇടുമ്പോൾ എ എന്ന് പറയുന്ന പൊസിഷൻ, ബി എന്ന് പറയുന്ന പൊസിഷൻ, സി എന്ന് പറയുന്ന പൊസിഷൻ. ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എച്ച്. ഓക്കെ, ഇനി എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ബി മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എച്ച് മൈനസ് എക്സ് ആയിരിക്കും. ഇനി എന്താണ് ചെയ്യേണ്ട കാര്യം? നമുക്കറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി അറ്റ് എയിൽ. ഓക്കെ, ഹൈറ്റിലിരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mgh ആയിരിക്കും. മൂവ്മെന്റ് ഇല്ല, അതുകൊണ്ട് കൈനറ്റിക് എനർജി 0 ആയിരിക്കും. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പം? ഓക്കെ, മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി രണ്ടുപേരെ ആഡ് ചെയ്യുക, വാല്യൂ mgh തന്നെ കിട്ടും. ഓക്കെ, ഇനി ബിയിലിരിക്കുമ്പോൾ, ഇവിടെ ഇരിക്കുമ്പോൾ, അവിടെ ഇരിക്കുമ്പോൾ തുടങ്ങി നിങ്ങൾ ശ്രദ്ധിക്കണം, mgh എന്നുള്ളതൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി mgh അല്ല, mgh മൈനസ് എക്സ് ആണ്. mgh മൈനസ് എക്സ് ആണ്. ബ്രാക്കറ്റിനുള്ളിലേക്ക് mg എടുക്കുക, mgh മൈനസ് mgx എന്ന് കിട്ടും. കൈനറ്റിക് എനർജി ഹാഫ് mv² ആണ്. ഓക്കെ, ഹാഫ് mv² ആണ്. ഇനി v² ഇക്വേഷൻ നമുക്കറിയാം, u² പ്ലസ് 2as ആണ്. യുവിന്റെ വാല്യൂ 0 കൊടുക്കുന്നു, എക്ക് പകരം g കൊടുക്കുന്നു, എസിന് പകരം എക്സും കൊടുക്കുന്നു. ഓക്കെ, വാല്യൂ കിട്ടി. കൈനറ്റിക് എനർജിയുടെ വാല്യൂ mgx എന്ന് കിട്ടി. കൂട്ടി നോക്കുമ്പോൾ, അതായത് മെക്കാനിക്കൽ എനർജി കണ്ടുപിടിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ്. mgh മൈനസ് mgx പ്ലസ് mgx, പ്ലസ് mgxും മൈനസ് mgxും കട്ടായി പോയി. മെക്കാനിക്കൽ എനർജി mgh തന്നെ കിട്ടുന്നു. ഇനി സിയിൽ, ഓക്കെ, സിയിൽ പൊട്ടൻഷ്യൽ എനർജി 0, നിലത്തെത്തി, ഹൈറ്റ് ഇല്ല, പൊട്ടൻഷ്യൽ എനർജി 0. കൈനറ്റിക് എനർജി ഉണ്ടാവും, ഹാഫ് mv² തന്നെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ വാല്യൂ mgh എന്ന് കിട്ടും. കൈനറ്റിക് എനർജി mgh എന്ന് കിട്ടും. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ്. രണ്ടുപേരെ ആഡ് ചെയ്യുമ്പോൾ വാല്യൂ വീണ്ടും mgh തന്നെ. അപ്പൊ 3 പൊസിഷനിലും എയിലായാലും ബിയിലായാലും സിയിലായാലും പൊട്ടൻഷ്യൽ എനർജി എന്ന് തന്നെ കിട്ടി, mgh എന്ന് തന്നെ കിട്ടി. സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ എനർജിയുടെ ഗ്രാഫ് വരക്കാൻ പറയും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? xy വരക്കുക, വൈയിൽ എനർജി, എക്സിൽ ഹൈറ്റ്, mgh എന്ന് അടയാളപ്പെടുത്തുക, h ഹൈറ്റ് എന്ന് അടയാളപ്പെടുത്തുക, ഒറിജിൻ 0 അടയാളപ്പെടുത്തുക. പൊട്ടൻഷ്യൽ എനർജി, ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെയാണ്. ഹൈറ്റ് കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജി കൂടി വരും. ഓക്കെ, കൈനറ്റിക് എനർജിയാ, ഹൈറ്റ് കൂടുന്തോറും കുറഞ്ഞല്ലോ. ഓക്കെ, കൈനറ്റിക് എനർജി കുറഞ്ഞു വരുന്നു. ഓക്കെ, ഇനി മെക്കാനിക്കൽ എനർജി എപ്പോഴും കൺസർവ്ഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? പറഞ്ഞാലും ഓക്കെ അല്ലേ?
ഇനി നാം ചോദിക്കാവുന്ന വേറൊരൊറ്റ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ സ്പ്രിങ്ങിന്റെ ഡെറിവേഷൻ. ഓക്കെ, സ്പ്രിങ്ങിന്റെ ഡെറിവേഷൻ നമ്മൾ എങ്ങനെ പഠിച്ചേക്കണം? അതായത് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു കെ എക്സ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു കെ എക്സ് ആണെന്ന് നമുക്കറിയാം. എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ കെ എക്സ് ഡി എക്സ്. കെ കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുക്കുക. ഇന്റഗ്രൽ ഡി ഡബ്ല്യുവിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡബ്ല്യു എന്നാകും. കെ അതുപോലെ തന്നെ നിർത്തുന്നു. ഇന്റഗ്രലിന്റെ ഉള്ളിൽ എക്സ് ഡി എക്സ്. ഓക്കെ, എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ ടു. അപ്പോൾ കെ എക്സ് സ്ക്വയർ ബൈ ടു എന്നായി. ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. കാരണം ഇന്റഗ്രലിൽ ചെയ്യണത് എപ്പോഴും 0 to എക്സിലല്ലേ. ഓക്കെ, 0 to എക്സിലായതുകൊണ്ടാണ് ഒരു -0 എന്ന് ചെയ്യണം അവിടെ. ഓക്കെ, വാല്യൂ എന്ത് കിട്ടും? ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഗ്രാഫ് വരും. ഗ്രാഫ് വന്നിട്ട് നമ്മോട് ചോദിക്കും ഇതിൽ ഏതാണ് പൊട്ടൻഷ്യൽ എനർജി, ഏതാണ് കൈനറ്റിക് എനർജി, ഏതാണ് ടോട്ടൽ എനർജി. എളുപ്പവഴി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് പൊട്ടൻഷ്യൽ എനർജി? ഒരിക്കലും വി എന്ന് പറഞ്ഞ് മാത്രമല്ല ഡിനോട്ട് ചെയ്യാറ്. പിന്നെ എന്തെന്ന് പറഞ്ഞു ഡിനോട്ട് ചെയ്യും? യു എന്ന് പറഞ്ഞും ഡിനോട്ട് ചെയ്യാറുണ്ട് പൊട്ടൻഷ്യൽ എനർജിയെ. അങ്ങനെയാണെങ്കിൽ യു ഷേപ്പിൽ ഇരിക്കുന്ന ആ ഗ്രീൻ കളറിലെ ഗ്രാഫാണ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മലയാള അക്ഷരം റാ പോലെ ഇരിക്കുന്ന ഒരു കുന്നു പോലെ ഇരിക്കുന്ന റെഡ് കളറിലെ ഗ്രാഫാണ് കൈനറ്റിക് എനർജി. കൺസർവ്ഡ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് തുടരുന്ന ആ സ്ട്രെയിറ്റ് ലൈൻ ആണ് മെക്കാനിക്കൽ എനർജി. ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? ഇനി ടൈപ്സ് ഓഫ് ഫോഴ്സ് വിട്ടുകളയാനില്ല. ടൈപ്സ് ഓഫ് ഫോഴ്സ് എന്താ ടൈപ്സ് ഓഫ് ഫോഴ്സിൽ പഠിക്കാനുള്ളത്? ടൈപ്സ് ഓഫ് ഫോഴ്സ് എന്താ പഠിക്കാനുള്ളത്? നോൺ കൺസർവേറ്റീവ് ഫോഴ്സും കൺസർവേറ്റീവ് ഫോഴ്സും. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ നോൺ കൺസർവേറ്റീവ്. ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണെങ്കിൽ അവൻ കൺസർവേറ്റീവ്. വേടിന്ന് പഠിക്കുക. ഓക്കെ, ഡിപ്പെൻഡ് ചെയ്താൽ നോൺ കൺസർവേറ്റീവ്, ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ കൺസർവേറ്റീവ്. എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കണം. നോൺ കൺസർവേറ്റീവിന് ഫ്രിക്ഷനും കൺസർവേറ്റീവിന് ഗ്രാവിറ്റേഷനും. സെറ്റല്ലേ? സെറ്റല്ലേ? ഓൾറെഡി നമ്മൾ പഠിച്ചേക്കണോ? ഇനി ഇലാസ്റ്റിക് കൊളീഷനും ഇൻഇലാസ്റ്റിക് കൊളീഷനും. ഓക്കെ, ഇലാസ്റ്റിക് കൊളീഷനും ഇൻഇലാസ്റ്റിക് കൊളീഷനും. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റവും കൈനറ്റിക് എനർജിയും കൺസർവ്ഡ് ആണെങ്കിൽ, ഓക്കെ, മൊമെന്റവും കൈനറ്റിക് എനർജിയും കൺസർവ്ഡ് ആണെങ്കിൽ, തമ്മിലിടിക്കുമ്പോൾ കൺസർവ്ഡ് ആണെങ്കിൽ അതിനെ ഇലാസ്റ്റിക് കൊളീഷൻ. മൊമെന്റം കൺസർവ്ഡ് ആണ്, കൈനറ്റിക് എനർജി കൺസർവ്ഡ് അല്ലെങ്കിൽ അവൻ ഇൻഇലാസ്റ്റിക് കൊളീഷൻ. സെറ്റ് അല്ലേ? ആ പറഞ്ഞ കാര്യം സെറ്റ് അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടാ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. തീർക്കണം. ഓക്കെ, എ ലൈറ്റ് ബോഡി ആൻഡ് ഹെവി ബോഡി ഹാവ് ഈക്വൽ കൈനറ്റിക് എനർജി, വിച്ച് വൺ ഹാസ് ഗ്രേറ്റർ മൊമെന്റം? ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ബോഡി ഉണ്ട്, ഹെവി ബോഡിയും ഉണ്ട്, ലൈറ്റ് ബോഡിയും ഉണ്ട്. പക്ഷെ അവർക്ക് രണ്ടുപേർക്ക് കൈനറ്റിക് എനർജി ഈക്വൽ ആണ്. കൈനറ്റിക് എനർജി ഈക്വൽ ആണെങ്കിൽ ഇതിൽ ആർക്കായിരിക്കും മൊമെന്റം കൂടുതലാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിയേ, ആൻസർ ഹെവി ബോഡിയാണ്. നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, വൈ പറഞ്ഞിട്ടുണ്ടല്ലേ. എന്തുകൊണ്ടാണ്? ഇക്വേഷൻ അപ്പൊ നമ്മൾ ഓർത്ത് വെക്കണം. കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ കെ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. നിങ്ങൾ പഠിക്കുന്ന പോലെ തന്നെ പഠിക്കേണ്ട ഇക്വേഷൻ ആണ് പി സ്ക്വയർ ബൈ 2. ഓക്കെ, പി സ്ക്വയർ ബൈ 2. ഇനി നമ്മളോട് പറഞ്ഞേക്കാണ് കൈനറ്റിക് എനർജി ഈക്വൽ ആണ് രണ്ടുപേർക്കും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഈ പറയുന്ന മൊമെന്റവും അതുപോലെ തന്നെ മാസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ മാസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊമെന്റം കൂടും. ഹെവിയർ ബോഡിക്ക് ആയിരിക്കുമല്ലോ മാസ് കൂടുതൽ. അപ്പൊ ആൻസർ എന്ത് കിട്ടും? ഹെവി ബോഡി കിട്ടും. സെറ്റ് അല്ലേ? മനസ്സിലായില്ലേ? ഐഡിയ കിട്ടിയല്ല? ഐഡിയ കിട്ടിയെങ്കിലും ഒന്ന് കൈവീശ്, ഐഡിയ കിട്ടിയെങ്കിലും ഒന്ന് കൈവീശ്, ഐഡിയ കിട്ടിയെങ്കിലും ഒന്ന് കൈവീശ്. സെറ്റ് അല്ലേ? സെറ്റാണ്. ഓക്കെ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരാശം വന്നിട്ടുള്ളതാണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. എഫ് ഡോട്ട് എസ് നിന്ന് തന്നിട്ടുണ്ട്, സ്കെയിലാർ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം എന്തായിരിക്കും ഇത്, വർക്കായിരിക്കും. ഓക്കെ, ഇനി മാസ് തന്നിട്ടുണ്ട്, മൊമെന്റവും തന്നിട്ടുണ്ട്. ഓക്കെ, മാസും മൊമെന്റവും തന്നിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജിയുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പൊ പഠിച്ച ഇക്വേഷൻ പി സ്ക്വയർ ബൈ 2m ആയിരിക്കും. ഇനി ബോഡി ഓഫ് മാസ് തന്നിട്ടുണ്ട്, അറ്റ് ഹൈറ്റ് തന്നിട്ടുണ്ട്, പൊട്ടൻഷ്യൽ എനർജി ചോദിച്ചിട്ടുണ്ട്. ആൻസർ എന്തായിരിക്കും? mgh ആയിരിക്കും. പവർ തന്നിട്ടുണ്ട്, സ്കെയിലാർ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, എഫ് ഡോട്ട് വി ആയിരിക്കും. ആൻസർ തന്നെ നോക്കിക്കോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഒരു സ്ക്രീൻഷോട്ട് വെച്ചേ, വേഗം ഒരു സ്ക്രീൻഷോട്ട്. എല്ലാവരും. അപ്പോ ഇന്നത്തെ നമ്മുടെ ലൈവിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ സാറേ? യെസ്. An elevator carrying the maximum load of 1800 kilograms is moving up with a constant speed of 2 meters per second. The frictional force opposing the motion is 4000 Newton. Determine
the minimum power delivered by the motor to the elevator. നോക്കിക്കോണം. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1800 വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4000 ന്യൂട്ടൺ. ഓക്കെ, 4000 ന്യൂട്ടൺ ആണ്. നമ്മൾ പറഞ്ഞൊക്കെയാണ് ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ട കാര്യം. ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായ ബോഡിയുടെ വെയിറ്റ് പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കും. അവിടെ ഉണ്ടായ ബോഡിയുടെ വെയിറ്റ് ആണ് W=mg അല്ലേ. അതുകൊണ്ടാണ് mg പ്ലസ് ff എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ ആണോ? ഇനി ക്വസ്റ്റ്യനിൽ 9.8 എടുക്കണമെന്നോ അല്ലെങ്കിൽ ശരി നിങ്ങൾ 9.8 എടുത്ത് കാൽക്കുലേറ്റർ വെച്ചല്ലേ ചെയ്യുന്നത്. 9.8 വെച്ചാണ് ചെയ്യുക. 1800 ഇൻറ്റു 9.8 പ്ലസ് 4000. ഓക്കെ, വാല്യൂ 22,000 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, എഫ് ഇൻറ്റു വി. ഓക്കെ, എഫ് ഇൻറ്റു വി. എഫ് ഓൾറെഡി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഓക്കെ, എഫ് ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചു. വി ക്വസ്റ്റ്യനിലുണ്ട് 2 മീറ്റർ പെർ സെക്കൻഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ 44,000 വാട്ട്സ് എന്ന് കിട്ടി. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കും. ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂവിനെ ഹോഴ്സ് പവറിലാക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 746 കൊണ്ട് ഡിവൈഡും കൂടി ചെയ്തേക്കണം. ഓക്കെ, വാല്യൂ 59 ഹോഴ്സ് പവർ എന്ന് കിട്ടും. ഓക്കെ ആണോ? പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ? അപ്പോൾ മോഷൻ ഇൻ എ പ്ലെയിൻ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ഗ്രാവിറ്റേഷൻ, അതുപോലെ തന്നെ വർക്ക് എനർജി പവർ, സാറിൻ്റെ റൊട്ടേഷണൽ മോഷൻ, ലോസ് ഓഫ് മോഷൻ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, 7 ചാപ്റ്റർ കൃത്യം 3 മണിക്കൂർ. സെറ്റ് അല്ലേ? 10 മണി. എല്ലാവർക്കും സെറ്റ് ആണെങ്കിൽ ഉഷാറായിട്ട് എന്ത് ചെയ്യട്ടെ? സെറ്റാണെങ്കിൽ ഉഷാറായിട്ട് എന്ത് ചെയ്യട്ടെ? സെറ്റാണെങ്കിൽ കൃത്യം 3 മണിക്കൂർ കൊണ്ട് 7 ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? എല്ലാ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലവും പറഞ്ഞും പോയിട്ടുണ്ട്. ഓക്കെ ആണോ? യെസ്. സെറ്റ് അല്ലേ? അപ്പോ മാസ് ഡയലോഗും നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇടാൻ ഇപ്പൊ മറ്റേ അന്നത്തെ ലാസ്റ്റ് ക്ലാസ്സിന്റെ ഒരു വീഡിയോ എനിക്ക് സ്റ്റാറ്റസ് കിട്ടിയായിരുന്നു. സ്റ്റാറ്റസ് ഇടാനുള്ള ഡയലോഗ് ഒക്കെ ഞാൻ നാളെ പറയാം. ഓക്കെ, അപ്പോ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചിട്ട് കിടക്കുക. ഓക്കെ, ഇനിയിപ്പോ വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ആകും സാർ, അതുകൊണ്ട് കുഴപ്പമില്ല, നാളെ രാവിലെ വായിച്ചാലും മതി. ഓക്കെ, ബാക്കി നാളെ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ബാക്കിയുള്ള 7 ചാപ്റ്റർ ഒന്ന് വായിച്ചിട്ടുണ്ടാണ്. പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ? 7 ചാപ്റ്റർ കൂടി ഒന്ന് വായിച്ചിട്ടുണ്ടാണ്. ഓക്കെ, ഇനി കാരണം ഇന്ന് നമ്മൾ പഠിച്ചേക്കണതാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വന്ന ക്വസ്റ്റ്യൻസ്. കാരണം മോഷൻ്റെ സ്ട്രെയിറ്റ് ലൈനിൽ 8 മാർക്ക്, മോഷൻ്റെ പ്ലെയിനിൽ 8 മാർക്ക്, ഗ്രാവിറ്റേഷനിൽ 8 മാർക്ക്. ഓക്കെ, മാക്സിമം 8 എന്നാണ് പറഞ്ഞിരിക്കണം. റൊട്ടേഷൻ മോഷൻ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, പിന്നെ വർക്ക് എനർജി പവർ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്, ലോസ് ഓഫ് മോഷൻ. ഓക്കെ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് 7 ചാപ്റ്റർ. ഓക്കെ അല്ലേ? നാളെ പഠിക്കാൻ പോണതാ ഫ്ലൂയിഡ് പഠിക്കാൻ പോകണം. ഓക്കെ, ഫ്ലൂയിഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. ക്യാപ്പിലറി റൈസ്, ക്യാപ്പിലറി ഡിപ്രഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യണം, ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള വേവ്, ഓക്സിലേഷൻ, തെർമോഡൈനാമിക്സ് നാളെ മാക്സിമം വേഗം പറഞ്ഞു തീർക്കാൻ ശ്രമിക്കും. അപ്പൊ എല്ലാവരും നല്ല ഉഷാറായിട്ട് ക്ലാസ്സിലിരുന്ന് അടിപൊളിയായിട്ട് ശ്രദ്ധിച്ച്, ചാറ്റ് ബോക്സിൽ നല്ല അടിപൊളിയായിരുന്നു. നമ്മുടെ പിള്ളേര്, വിന്നേഴ്സിലെ പിള്ളേര് പിന്നെ പറയേണ്ട ആവശ്യമില്ല, എന്റെ സ്വന്തം അല്ലെ ചങ്സ് ആണെന്ന് എനിക്ക് തന്നെ അറിയാം. ഓക്കെ, അതുപോലെ തന്നെ യൂട്യൂബിൽ നമ്മുടെ ക്ലാസ് കൊണ്ടിരിക്കുന്ന സാറിന് എന്നോട് പറഞ്ഞു, സാറേ വിന്നേഴ്സിലെ പിള്ളേര് ഞങ്ങൾ യൂട്യൂബിലുണ്ട് കേട്ടോ, 2 സ്ഥലത്ത് ഞങ്ങൾ ഒരേ സമയം പഠിച്ചുകൊണ്ടിരിപ്പുണ്ടെന്ന് ചാറ്റിലിട്ടായിരുന്നു. അപ്പോൾ നാളെ ഇതിനേക്കാളും ശക്തിയായിട്ട് നമ്മൾ ലാസ്റ്റ് ബാക്കിയുള്ള 7 ചാപ്റ്റർ കൂടി പഠിച്ച് എല്ലാം സെറ്റായിട്ട് അവസാനിപ്പിക്കും. ഓക്കെ അല്ലേ? അപ്പൊ എനിക്ക് ഒരൊറ്റ വാക്ക് തന്നെ, A+ കുറഞ്ഞ് ഒന്നും എനിക്ക് വേണ്ട, എല്ലാവരും A+ മേടിച്ചിട്ടുണ്ടാകണം. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ, ടാറ്റ.